തിരുവനന്തപുരത്ത് ഭയങ്കര ഹിറ്റായിക്കൊണ്ട് പോകുന്ന ഒരു ചെറിയ ഇഡ്ഡലിക്കട ഉണ്ട്. നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ആ ഇഡ്ഡലിക്കട. ആ ഇഡ്ഡലിക്കടയെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര സുഡായിട്ടുള്ള നല്ല ചൂടോടുള്ള ഇഡ്ഡലിയാണ്. അതിലെ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ അതിലെ ഒരു ഓണർ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ സുഡയായിട്ട് അദ്ദേഹത്തിന് പടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഒരു രക്ഷയില്ല. അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം സുഡായിട്ട് സംസാരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അതെ വേണ്ട, 3 ദിവസമായിട്ട് 4 സുഡായിട്ട് നമുക്ക് സംസാരിക്കാം. അതെ അതെ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പ്രൗഡ് മൊമെന്റ് ആണ്. തിരുവനന്തപുരംകാരൻ ആണോ? ട്രിവാൻഡ്രമാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനടുത്താ ജനിച്ചതല്ല, തിരുവനന്തപുരം. അപ്പോ ട്രിവാൻഡ്രംകാരൻ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ പോയിട്ട് അത് ശ്രദ്ധിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, തെലുങ്കുകാർ ശ്രദ്ധിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇവന്റ് മൊത്തത്തിൽ കയ്യിലെടുത്തത് വെങ്കിയായിരുന്നു. വെങ്കടേഷ് അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു സംസാരമായിരുന്നു. ഞാൻ വരെ അസൂയപ്പെട്ടു പോയി. കാരണം ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവും ഇത് നമ്മളാണ് എന്ന് പറയുന്നൊരു വൈബ് അടിക്കും. അങ്ങനത്തെ ഒരു വൈബ് വെങ്കടേഷിൻ്റെ അടുത്ത് തോന്നിപ്പോയി. കാരണം ആ സ്റ്റേജിൽ നിന്ന് എനിക്ക് ആ ഒരു വിരളി ഉണ്ടല്ലോ സാധനം. പക്ഷെ ആ വിരളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം ആ വിരളിത്തനത്തിലൂടെ കയ്യിലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. നന്നായിട്ട് സംസാരിച്ചു. തെലുങ്കൊക്കെ ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് എങ്ങനെയാണ് സംസാരിച്ചത്? എടാ, ഞാൻ ഒരു 5-6 കൊല്ലം മുന്നേ ഒരു തെലുങ്ക് പടം ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയ ബഡ്ജറ്റിൽ ഞങ്ങൾ ചെയ്തതായതുകൊണ്ട് പടം റിലീസായില്ല. ഓക്കെ, അപ്പം അന്ന് ഈ ഡയലോഗ് നമ്മൾ എഴുതി പഠിക്കുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഡയലോഗുകളുടെ വാക്കുകൾ എനിക്കറിയാം കുറച്ച്. അപ്പൊ ഡേ ടു ഡേ നമ്മളിത് ഉപയോഗിക്കുന്നതാ. അത് മറന്നു. അതിനുശേഷമാണ് ഞാൻ നായികനിൽ വരുന്നത്. ഓക്കെ, അതിനു മുന്നേ ആ തെലുങ്ക് പടത്തിൽ അഭിനയിച്ചു. അതിനുശേഷമാണ് നായികൻ വരുന്നത്. നായകന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. കിങ്ഡത്തിലേക്ക് കോള് വരുന്നു. കിങ്ഡം ഞങ്ങൾ കഴിഞ്ഞ May 9th എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഷൂട്ട്. അപ്പം 1 വർഷമായിട്ട് ഞാൻ അവരോട് ചെപ്പണ്ടി എണ്ണ അത് എന്റെ സംസാരം അങ്ങനെയാണ്. അപ്പം അത് കാരണം എനിക്ക് ഡേ ടു ഡേ ആയിട്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കഴിച്ചോ, തിന്നാവാ അങ്ങനെയൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്കറിയാം. ബാക്കി കടുകട്ടി വാക്കുകളൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഈ കിങ്ഡത്തിന്റെ ഡയലോഗാണെങ്കിലും കാണാതെ പഠിച്ച് ഒരുവിധം വീണ്ടും ടച്ച് കിട്ടി. പോയ ടച്ച് എനിക്ക് തിരിച്ചു കിട്ടി. ഈ പറഞ്ഞ സ്പീച്ചിൽ ബ്രോ സത്യം പറഞ്ഞാൽ ഒരു 1.5 മിനിറ്റ് സംസാരിക്കാനാണ് എൻ്റെ പ്ലാൻ. കാരണം അവർ തന്നേക്കുന്ന 1.5 മിനിറ്റ് ആണ്. അവർ പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് സമയപരിധി ഉണ്ടല്ലോ ബ്രോ. കാരണം ഇവർ ഇവന്റ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർ ഇത്ര മിനിറ്റ് സംസാരിക്കണം, അങ്ങനെയൊക്കെ ഒരു സംഭവം നമ്മുടെ മൈൻഡിലുണ്ടല്ലോ. അപ്പൊ പോയി എങ്ങനെ തുടങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നോക്കിയപ്പം അവിടെ ഒരാളിങ്ങനെ ഹലോ ഹൈദരാബാദ് എന്ന് പറഞ്ഞ അഡ്രസ് ചെയ്തു. നല്ല സാധനം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കയറിയിട്ട് ഹലോ ഹൈദരാബാദ് എന്ന് വിളിച്ചു. അപ്പം അവരെന്നെ റെസ്പോണ്ട് ചെയ്തു. എന്നെ ഒരു പരിചയമില്ല. അവർ തിരിച്ച് എന്നൊരു വിളി അളിയ. അതെനിക്ക് ഹിറ്റായി. സത്യം, ഒരു പരിചയം ഇല്ലാത്തവന് ഒരു കൈയടിക്കുന്നത് അതെനിക്ക് ഹിറ്റായി. അപ്പൊ പിന്നെ എന്റെ കയ്യിലൊരു 1.5 മിനിറ്റ് ഇല്ലേ, അതിൽ ഞാൻ തുടങ്ങി ഇങ്ങനെ ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വന്നതാണ്. പക്ഷെ 1.5 മിനിറ്റ് നിർത്തിയില്ല, സാധനം പോയി. എന്ന് വെച്ചാൽ ഒന്ന് സമയം തീരുന്നുണ്ടെന്നുള്ള വെപ്രാളം. അതാണ് നിങ്ങൾ ഈ കണ്ട ഈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പം ഞാൻ എന്ത് ചെയ്തു, എന്തൊക്കെ ചെയ്തു, എനിക്ക് ഒരു ഐഡിയ ഇല്ല. സംഭവം കഴിഞ്ഞ് താഴെ വന്നു. വിജയ് സാറിനെ ഞാൻ കെട്ടിപ്പിടിക്കുന്നു, അനിരുദ്ധിനെ ഞാൻ എനിക്ക് ബോധമില്ല. ഞാൻ ആ റിലേ പുറത്തു വന്നിട്ടില്ല. ആ ട്രാൻസിലാ ഞാൻ കെട്ടിപ്പിടിക്കുന്നതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. സ്പീച്ച് നന്നായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ ഓക്കെ. റൂമിൽ വന്നിട്ട് മൊബൈലില് വന്നല്ലോ സ്പീച്ച്. ഞാൻ കാണുകയാണ്. അളിയ, ഞാൻ പേടിച്ച് ആണല്ലേ. ദൈവം തമ്പുരാനെ, ഞാൻ എന്തോന്നാണ് അവിടെ പോയി കാണിച്ചത്. ഞാൻ അത് കാണിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്റെ എക്സൈറ്റ്മെന്റിന്റെ പുറത്തളിയ ഞാൻ സത്യം എന്റെ മനസ്സിലുള്ളത് മൊത്തം പറഞ്ഞതാ. ഇത്രയും ആൾക്കാരും ഇത്രയും വലിയ സ്റ്റേജും സമയം പോകുന്നുണ്ട്, ആ വെപ്രാളവും എല്ലാം എന്റെ ജീവിതം മൊത്തം ഞാൻ പറഞ്ഞു അവിടെ ഇരുന്നത്. പക്ഷെ ലക്കിലി ഞാൻ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റു. അതിനുശേഷം ഞാൻ കണ്ട ആൾക്കാരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്, എടാ നീ ജയിക്കണം, യു ഷുഡ് വിൻ. ഞങ്ങളിൽ ഒരാളായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇവർക്കത് കണക്റ്റായി എന്നുള്ളതാണ് ബ്രോ. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ചിന്തിക്കാം. ഞാൻ ഭയങ്കര ജെന്യുവനായിട്ട് പറഞ്ഞ കാര്യം ചിലപ്പോൾ പാളിയും പോവാം. പക്ഷേ അതെൻ്റെ ഭാഗ്യമാണ്. എൻ്റെ ഉള്ളിത്തട്ടി ഞാൻ പറഞ്ഞ സാധനം ആൾക്കാർക്ക് കിട്ടി എന്നുള്ളതാണ് എൻ്റെ അത് ഭാഗ്യം. കാരണം അതിനുശേഷം എനിക്ക് വരുന്ന മെസ്സേജസ് ആണെങ്കിലും അളിയ കുറേ കാര്യങ്ങൾ, വിക്കിപീഡിയ, ഇൻസ്റ്റാഗ്രാം വെരിഫിക്കേഷൻ, ബ്ലൂ ടിക്ക്,
അത് ഇതിന് ശേഷമാണ്. ഇതിനു ശേഷം അടേ ഇതിന് മുന്നേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് തന്നിട്ടില്ലല്ലേ? തരാൻ വല്ലതും വേണ്ടേ, അതുകൊണ്ട് എനിക്ക് തന്നിട്ടില്ല. അല്ലെ നമുക്ക് വേണമെന്നുണ്ട് പൈസ കൊടുത്തിട്ടാണ് ടിക്കറ്റ്. എന്റെ അടുത്ത് പറഞ്ഞു പൈസ കൊടുത്ത് 700-800 രൂപ കൊടുക്കാനാ മാസം. ഇഡ്ഡലിയൊക്കെ വിറ്റ് അല്ലേ, ഭയങ്കര പാടാണ്. അപ്പം അതിനുശേഷം ഇത് സംഭവിച്ചു. ഇത് മാത്രമല്ല, പല ആർട്ടിക്കിൾ വരുന്നു എന്റെ വീട്ടില്. അളിയ വീട്ടില് ബൊക്കെ വരുന്നു, ഫാൻസ് ആരാധികമാര് വീട്ടില് ബൊക്കെ വരുന്നു, വനിതയിൽ വരുന്നു. എൻ്റെ ഇത് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷമായി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് ഒന്നും വിളിക്കാറില്ല. 2 ഞാൻ ട്രിവാൻഡ്രത്താണല്ലോ, അവര് വിളിക്കണമെങ്കിൽ ഞാൻ കണ്ടന്റ് കൊടുക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലായി, ഒരാൾ എന്നെ ഇന്റർവ്യൂവിന് വിളിക്കണമെങ്കിൽ ശരി ഇവൻ എന്തെങ്കിലും കണ്ടന്റ് തരും എന്നുള്ള വിശ്വാസം വേണ്ടേ, കാരണം അവരും ചുമ്മാ നടത്തുന്ന സ്ഥാപനമല്ലല്ലോ, അവരും പൈസ കൊടുത്തെല്ലാം സെറ്റ് ചെയ്ത് ഇറക്കുന്നതാണ്. അപ്പം എനിക്ക് ഇന്റർവ്യൂസ് പരിപാടി സംഭവിക്കുന്നു. ഇത്രയോ കാലമായി സ്ക്രിപ്റ്റ് വായിച്ചിട്ട്, ദൈവം സഹായിച്ച് ഇങ്ങനെ സ്ക്രിപ്റ്റുകൾ വരുന്നു വായിക്കാൻ. അതിൽ ഭൂരിഭാഗവും 80% ഹീറോ ആയിട്ട്. അതായത് ഏതൊരു സിനിമാ മോഹി സ്വപ്നം കാണുന്ന പോലെ. അതെ 80% ഹീറോ ആയിട്ട്. ഈവൻ ഇപ്പൊ പോലും ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ എന്നെ അമ്മയും നിർത്തിയിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അളിയ എൻ്റെ ആഗ്രഹം, എനിക്ക് അച്ഛൻ ജീവനോടെ ഇരുന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും കൊടുക്കാൻ പറ്റില്ല, കാരണം സാമ്പത്തികം ഇല്ല നമ്മുടെ കയ്യില്. ഒറ്റ മോന. അപ്പം ഉള്ള സാമ്പത്തികം എന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ട് കിട്ടുന്ന പൈസക്ക് ആകപ്പാടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഓണത്തിന് ഡ്രസ്സ്. നമ്മൾ പറഞ്ഞ ഡയലോഗായിട്ട് ചിരിച്ചാണോ? അല്ല, ഇത് എന്റെ റിംഗ് ടോണാ. അളിയ അകത്ത് കയറിയോ, ഏറ്റവും അകത്ത് കയറിയോ, അറ്റം. എടാ ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ട്ണർ. ഹായ് ബ്രോ മാഹിൻ. ഹായ് ബ്രോ. ഇത് തേർഡ് പാർട്ട്ണർ ആണോ? ഇത് തേർഡ് പാർട്ട്ണർ ആണോ? എല്ലാം പൊടി പിള്ളേരാ? അതെന്റെ അനിയനാണോ? പൊടിയൊന്നുമല്ല, 10-30 വയസ്സുണ്ടായിരുന്നു. ഓക്കെ തുടങ്ങാം. ഓക്കെ യെസ്. ആക്ച്വലി ഇപ്പം ആ മൊബൈലിൽ റിംഗ് ടോൺ വന്നില്ലേ, അത് ഒരു ചിരിയാണ് കേട്ടത്. അത് ഭീകര രചനയാണല്ലേ? അതിലോട്ട് വരാം. പക്ഷെ ഇപ്പൊ അച്ഛനെ പറ്റി നമ്മൾ സംസാരിക്കും. അപ്പം ഇതൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം പക്ഷെ ലക്കിലി ഇപ്പൊ അച്ഛനെ രജനി സാറ്, മമ്മൂക്ക, ഇവർ രണ്ടുപേരുടെയും ഭയങ്കര ആരാധകനാണ്. ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നത് കണ്ടു. അതും അന്ന് അളിയ കോവിഡ് സമയത്ത് 50% ഒക്യുപ്പൻസി ആയിരുന്നു എല്ലാ തിയേറ്ററുകളിലും, പക്ഷെ ആ 50% ഫില്ലായിരുന്നു. അപ്പം അന്ന് ഭയങ്കര, പിന്നെ പൊതുവെ ഞാൻ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകുമ്പോഴേക്കും ലൈക്ക് അവിടുത്തെ നേഴ്സൊക്കെ ചേട്ടാ വെങ്കി ചേട്ടാ ഒരു ഫോട്ടോ, അപ്പം അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അപ്പത്തൊട്ടേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ അറിയപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാരെ അറിയപ്പെടും. അപ്പം പല സ്ഥലത്ത് വരുമ്പോഴും അച്ഛൻ്റെ അമ്മയുടെയും പേര് വരുന്നുണ്ട്, പല സ്ഥലത്തും വരുന്നുണ്ട്. ഇന്റർവ്യൂസിലാണെങ്കിൽ പോലും വാട്ട് അബൌട്ട് താരാമ്മ എന്ത് പറയുന്നു എന്ന് ചോദിക്കാത്ത ആരുമില്ല, മനസ്സിലായി? അപ്പം ഇതെല്ലാം ആൾക്കാരുടെ ഒരു സ്നേഹമാണ്, പിന്നെ എന്റെ ഭാഗ്യമാണ്. അൾട്ടിമേറ്റ്ലി ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. പക്ഷെ ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ കാണാൻ അച്ഛൻ ഇല്ല കൂടെ, അത് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരു അച്ഛൻ ആഗ്രഹിച്ച ഒരു മൊമെന്റിലായിരിക്കും മോൻ ഇപ്പം നിൽക്കുന്നത്. അതെ, ഈ തെലുങ്ക് സിനിമയിൽ അഭിനയിച്ച, കാരണം ഈ പ്രീസ്റ്റൊക്കെ അടിപൊളി പടമാണ്, നമ്മൾ കണ്ട നമുക്ക് ഒരു പ്രശ്നം അത്യാവശ്യം കൊള്ളാൻ എടുക്കും. വല്യമ്മ ശരി ഓക്കെ, പഠിച്ചല്ലേ? പഠിച്ച് നീ വേറെ ഒന്നുമില്ല, ഫ്രീ ആണ്, ഇങ്ങോട്ട് ഇറങ്ങ, അമ്മക്കിരുന്ന് സംസാരിക്കാം. ഇടയ്ക്ക് ഇഡലിയൊക്കെ കൊണ്ടുവന്ന് സംസാരം കഴിച്ച്. അപ്പോൾ ഈ കിങ്ഡത്തിൽ അഭിനയിച്ചതിന് ശേഷം ഒരുപാട് ഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നതെന്ന് പറഞ്ഞു. ഇപ്പം കറന്റ്ലി നായക പ്രാധാന്യമുള്ള വേഷങ്ങളാണ് കിങ്ഡത്തിലൂടെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഏതെങ്കിലും കമ്മിറ്റ് ചെയ്തോ? അപ്പം മലയാളത്തില് ഒരെണ്ണം ഏകദേശം കമ്മിറ്റഡ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്ന ബ്രോ. കഥ കേൾക്കുന്നുണ്ട്, ഇല്ല അനൗൺസ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റും. അതെ, അത് അത്യാവശ്യം നല്ല അതെ നായകൻ 2 പേരുണ്ട്, അതിലൊരാള്. ഓക്കെ ശരി, ഇനി കൂടുതൽ പറയാൻ ഡയറക്ടർ ചിലപ്പോൾ നുള്ളും. ഇന്ന് തെലുങ്കിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അപ്പം കമ്മിറ്റ് ചെയ്തിട്ടില്ല. അതെ, ഈ സ്പീച്ചൊക്കെ കഴിഞ്ഞ് വിജയ് ദേവർകൊണ്ടയ്ക്ക് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായാണ്, വിജയ് ദേവർകൊണ്ടൊക്കെ ഫ്ലാറ്റ് അവിടെ ഇരുന്നുണ്ട്.
പിന്നീട് എല്ലാം വിളിച്ച് സംസാരിക്കും. ഈ സിനിമ അഭിനയിച്ചു കഴിഞ്ഞപ്പം അറിയായിരുന്നു വെങ്കി ഇത് ഇത്രയും ഒരു വൈറൽ സംഭവമാവും, വെങ്കിയുടെ പെർഫോമൻസ് ഇത്രമാത്രം കത്തുമെന്ന് വെങ്കിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു? ഇല്ല ബ്രോ, എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇൻ എ സെൻസ് ഇതിനകത്ത് ഒരു ക്യാരക്ടർ സ്വിച്ച് ഉണ്ട്. അപ്പം ഇവൻ തെറിച്ച് നടക്കുന്നവൻ ഒന്ന് ഒരു അച്ഛനെ പോലെ ആയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇവൻ കുറച്ച് സട്ടിൽ ആവുന്നുണ്ട്. അപ്പം ഡയറക്ടർ സാർ ഇത് പറഞ്ഞപ്പോൾ പോലും എന്റെ ഫസ്റ്റ് ഷോട്ട് ഒരു മിറർ സീക്വൻസാ. ഞാൻ അവിടെ വന്ന് ഒരു കരയുന്നത് അങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ ഹാപ്പിയായി. പിന്നെ ഡയലോഗ് പാർട്ടിലോട്ട് വരുമ്പം ദൈവമേ ഒരു ഏച്ചുകെട്ടലുണ്ടോ, ആൾക്കാർ ചിലപ്പം ഇവ മറ്റേ എന്തോ ഓവറാണോ കാണിക്കുന്നത്, അങ്ങനെ വല്ലതും പറയുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു എനിക്ക്. അപ്പം ഡബ് ചെയ്തപ്പോൾ പോലും ഞാൻ തന്നെ തെലുങ്ക് ഡബ് ചെയ്തത്. അപ്പം ഡബ് ചെയ്തപ്പോൾ പോലും എനിക്ക് ഓക്കെ ആയിരുന്നു. എന്നാലും ഇതിന്റെ ഒരു നെഗറ്റീവ് വശം ഉണ്ടല്ലോ ബ്രോ നമ്മുടെ മൈൻഡിൽ. പക്ഷെ ആരും അത് പറഞ്ഞില്ല. എല്ലാ റിവ്യൂസിലും എല്ലാവരും ഇതിനെ പറ്റിയിട്ട് നല്ലതാണ്. വിജയ് ദേവരകൊണ്ട പറഞ്ഞു അപ്പോഴെങ്കിലും സെറ്റ് വെച്ചിട്ട് നീ ഇത് ഭയങ്കര സാധനമായിരിക്കും. വിജയ് സാർ പറഞ്ഞു. വിജയ് സാറാണ് ഫസ്റ്റ് എൻ്റെ അടുത്ത് കണ്ടിട്ട് നിങ്ങളാണല്ലേ മുരുകൻ ചെയ്യുന്നത്, അടിപൊളി ബ്രോ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സെക്കൻഡ് സ്കെഡ്യൂൾ കഴിഞ്ഞ് പുള്ളി പറഞ്ഞു ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടു, യു കിൽഡ് മൈ ഫിലിം. പുള്ളി വന്നിട്ട് പറഞ്ഞ ഫസ്റ്റ് ഹാഫ് ഉണ്ട്, സൂപ്പർ ആയിരിക്കുന്നു. മാർക്കറ്റിലെ സീനൊക്കെ മാർക്കറ്റിൽ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു ബ്രോ, അടിയൊക്കെ ഉണ്ടായിരുന്നു. മാർക്കറ്റിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. കസേര ഇരുന്നിട്ട് ഈ പിക്ചറത്തേക്ക് ഇങ്ങനെ ആ സീനൊക്കെ നല്ല രസമുണ്ട്. അത് ബേസിക്കലി അത് അല്ലാത്തൊരു സാധനം ഉണ്ട്. അത് ഞാൻ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് പിച്ചാത്തി ഇങ്ങനെ കറക്കുക. അത് വേറൊരു ട്രിക്കാ ബ്രോ. നമ്മുടെ തം ഫിംഗർ കൊണ്ട് നമ്മളിങ്ങനെ കറക്കും. അത് കറക്കി അവളുടെ ഞാൻ കൊടുക്കും, കൊന്നിട്ട് എടുത്തോണ്ട് പോകാൻ പറയും. അതൊക്കെ ഈ പഠിച്ചാണോ അതോ നേരത്തെ? എനിക്ക് 2 ദിവസം മുന്നേ ഇവർ ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അയച്ചിരുന്നു. അപ്പൊ ഞാൻ യൂട്യൂബിൽ ഇതിന്റെ ട്രിക്ക് കിട്ടുമല്ലോ. അപ്പം 2 ദിവസം മുന്നേ മുതൽ ഇത് ഇങ്ങനെ കറക്കി പഠിക്കുകയാണ്. എനിക്ക് അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇവർ തന്നിരുന്നു. അപ്പം ഒരു ബേസിക് ഒരു 2 ട്രിക്ക് പഠിച്ചു സേഫ്റ്റിക്ക്, പിന്നെ ഒരു പാടുള്ള ഒരു ട്രിക്കും പഠിച്ചു. അങ്ങനെ ഒരു 3 ട്രിക്ക് പഠിച്ചെടുത്ത്. അത് ഇതിപ്പോ നമ്മളെ പിച്ചാത്തിയായിരുന്നു കറക്കാൻ വേണ്ടി പറയുന്നത്. നമ്മളിങ്ങനെ കറക്ക മാത്രമേ ഉള്ളൂ, അഭിനയം മുഖത്ത് വരണ്ടേ. ഇത് കറക്കുന്നതിലാണ് നമുക്ക് ടെൻഷൻ. ഇത് കറക്കണം, മുഖത്ത് അഭിനയം വരണം, ശരിക്കൊരു ഭ്രാന്തനാവണം, അതാണ് സാധനം. എങ്കിൽ ടച്ച് ഔട്ട്, അത് നന്നായിരിക്കട്ടെ, നല്ല കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം, ഈ നമുക്ക് സിനിമയൊക്കെ മാറ്റി വെച്ചിട്ട് ശരിക്കും വെങ്കി ഏത് സ്കൂളിലാണ് പഠിച്ചത് തിരുവനന്തപുരത്ത്? ഞാൻ 10 വരെ NSS പബ്ലിക് സ്കൂളായിരുന്നു, വീടിന്റെ തൊട്ടടുത്ത്, ഒരു 50 മീറ്റർ ഒക്കെ വരെ ഉള്ളൂ. അപ്പോഴേ സിനിമ ആഗ്രഹമുണ്ട്? ഇല്ലില്ല. ഞാൻ അത് കഴിഞ്ഞ് വേറൊരു സ്കൂളിൽ പോയി. വേറൊരു സ്കൂളിൽ ജോയിൻ ചെയ്തപ്പം സ്കൂള് ഭയങ്കര സ്ട്രിക്റ്റ് പോകും. ഏത് ബ്രോ? MMRHS. അത് സ്ട്രിക്റ്റ് ആയിരുന്നല്ലേ? ഞാൻ അന്ന് എനിക്കത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. മാർക്കൊന്നും കിട്ടി എനിക്ക് അവിടെ കിട്ടിയല്ല, പൈസ അന്ന് ചെക്കും അല്ലായിരുന്നു. അല്ലല്ല, ഇൻഷർട്ടൊക്കെ ചെയ്ത് ടൈ ഒക്കെ ഇട്ട് നമ്മൾ പോണം. നമ്മൾ പോയി ഫസ്റ്റ് ഡേ സാധാരണ ടീച്ചർമാർ നമ്മുടെ അടുത്ത് എന്ത് പറയുന്ന വെച്ചാൽ എല്ലാവരുടെ പേര് പറ. ഇതൊന്നുമില്ല, പേരൊക്കെ പിന്നെ അറിഞ്ഞോളാന്ന് അവര് പരിപാടി തുടങ്ങി. അളിയ 3 ദിവസത്തിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇംഗ്ലീഷില്. ഞാൻ എന്തോന്നിട്ട് പറയാം അവരടുത്ത്, അടുത്ത് പെമ്പിള്ളേരൊക്കെ ഇരിക്കണം, വാ തുറന്ന് വല്ല ഇംഗ്ലീഷും പോയാലോ. ഉണ്ടാറില്ല, എന്ത് പറയുന്നു, നമുക്കതല്ലേ അറിയാളൂ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റ് പേപ്പർ ഇട്ടപ്പോ എനിക്ക് മനസ്സിലായി ഇതല്ല എന്റെ പരിപാടി. ഞാൻ വീട്ടിൽ പറഞ്ഞ് കരഞ്ഞ്. അമ്മ ഡൊണേഷൻ എന്ന് പറഞ്ഞൊരു ഫീസ് കൊടുത്തു, യൂണിഫോമിന് കൊടുത്തു, ടെക്സ്റ്റ് ബുക്കിന് കൊടുത്തു, ബസ്സിന് കൊടുത്തു, എല്ലാത്തിനും പൈസ കൊടുത്തിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ പറഞ്ഞു അമ്മ എന്നെ കൊണ്ട് ഇത് പറ്റൂല, ഞാൻ തോക്കും. എടാ കമ്പ്യൂട്ടർ സയൻസ് എന്ന് എനിക്ക് മാത്സേ അറിഞ്ഞുകൊണ്ടാ. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട്, ആ തെണ്ടി പറഞ്ഞിട്ട് അവൻ പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. ആ തെണ്ടിയിലുണ്ടോ? എടാ അവിടെ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അവിടെ നിന്ന് കോപ്പി അടിക്കാൻ പറ്റില്ല, ഞാൻ ഉറപ്പാ എനിക്ക്. അപ്പം വീട്ടിൽ കരഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞില്ല നീ പോയേ പറ്റുള്ളൂ. അപ്പൊ അമ്മ പറഞ്ഞു ശരി നിനക്ക് എന്താ വേണം? ഞാൻ പറഞ്ഞില്ല ഞാൻ വേറെ സ്കൂളിൽ പൊക്കോളാം. ഭാഗ്യത്തിന് അലോട്ട്മെന്റിൽ മോഡൽ സ്കൂൾ കിട്ടി. സ്കൂൾ ഞാൻ അതിന്റെ അടുത്ത പഠിച്ചാണ്, സഹോദരങ്ങൾ നമ്മൾ SMB മോഡൽ നമ്മളൊരു ഫൈറ്റ് ഉണ്ട്. ഞാൻ സെന്റ് ജോസഫിൽ 10 വരെ, അതിനുശേഷം നല്ല മാർക്ക് മേടിച്ചു, അവർ തന്നില്ല. അവിടെ ഞാൻ 10 വരെ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. അവിടെ അത് പഠിച്ചിറങ്ങി നേരെ SMB ഇങ്ങനെ വിളിക്കായിരുന്നു മാർക്ക് കൊണ്ടുപോയപ്പോ അവര് കയറ്റി. ഞാൻ ബയോമാക്സ് ആയിരുന്നു അന്നെടുത്ത്. ബയോമാക്സ് എന്നെ SMB ഇങ്ങനെ വിളിച്ചപ്പോ ഞാൻ അറിയാം അവിടെ നിന്ന് ഓടി. അവിടെ നിന്ന് ട്രാൻസ്ഫർ മേടിച്ചിട്ട് ഞാൻ പിന്നെ സെന്റ് ജോൺസിൽ പോയി. സെന്റ് ജോൺസിന്. ഓക്കെ. അപ്പം മോഡൽ സ്കൂളിൽ പോയി. മോഡൽ സ്കൂളിൽ പോയിട്ട് എടാ അവിടെ നമുക്ക് കട്ടടിക്കാനുള്ള അവസരമുണ്ട്. എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ക്ലാസ്സിൽ കയറും, അറ്റൻഡൻസ് എടുക്കും. സ്കൂളിന്റെ മോശമല്ല, അത് എന്റെ തെറ്റാണ്, അത് ഞാൻ പറഞ്ഞു. രാവിലെ അറ്റൻഡൻസ് എടുക്കും, പിന്നെ അറ്റൻഡൻസ് എടുക്കുന്ന വൈകിട്ട് 3 മണിക്ക് എടുക്കുള്ളൂ. അപ്പൊ ഇൻ ബിറ്റ്വീൻ നമുക്ക് ചാടാം. വാതിലുണ്ട് ചാടാൻ. മോഡലുണ്ട്, പുറകുവഴിയാണ് ചാടുന്നത്. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ വെരി സ്ട്രിക്റ്റ്. നമ്മുടെ കാലഘട്ടം. അതെ മാമൻ
ഇല്ലല്ല കൊച്ചു ഫാനല്ല. ഈ +1 +2 ഏത് +2 എന്നാ ഏത് വർഷമാ പാസ്? ഏത് വർഷമായിരുന്നു എനിക്ക് 2010 ബാക്കിയിരുന്ന പാർട്ണർ 9 ഞാൻ 2006 2008 +2. 2010 ഞാൻ 2017 +2. 18 അല്ലല്ല 2015 വർഷമായില്ലേ ഇവന് പ്രാന്ത് അതൊന്നുമല്ല 11-12 ആയി ബ്രോ. അപ്പോഴാണ് +2 പാസ് ആവുന്നത്. ഞാൻ അപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്നത്. ഇപ്പൊ എനിക്ക് വയസ്സ് 35 ആണ്. ഇപ്പൊ നിങ്ങക്ക് 35. നിങ്ങളുടെ പറയില്ല 35 കൊറേ കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശരി. അപ്പൊ അവിടെ നിന്ന് ഇതേപോലെ കട്ട് ചെയ്ത് സിനിമകൾ കാണാൻ തുടങ്ങി. അപ്പോഴാണ് ഈ മോഡലാണ് അപ്പൊ ശരിക്കും ഒരു മോഡലാക്കി മോഡൽ സ്കൂളാണ് സിനിമയുടെ ഒരു മോഹം എനിക്ക് ഉണ്ടാക്കി തന്നത്. ഓക്കെ. മോഡൽ സ്കൂള് അവിടെ പോയി ബെസ്റ്റ് ആക്ടർ, പ്രത്യേകിച്ച് ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ പടം ഇൻഫ്ലുവൻസ് ചെയ്ത ഇതുണ്ടല്ലോ. അന്ന് അപ്പോഴാണ് മമ്മൂക്ക ഫാൻ. നേരത്തെ മമ്മൂക്ക ഫാനായിരുന്നു ഞാൻ ബേസിക്കലി പണ്ട് തൊട്ട് ഭയങ്കര രജനി ഫാനാണ്. അതിനുശേഷം എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ബെസ്റ്റ് ആക്ടർ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു രീതിയുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ബെസ്റ്റ് ആക്ടർ. നിങ്ങൾക്കൊരു നടനാവണമെന്ന് തീരുമാനിച്ചു സത്യം നിങ്ങളതായിരിക്കും. സത്യം. ഈവൻ ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്നു, നമ്മൾ അവിടെ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നു, തിരിച്ച് നമ്മൾ നടന്നു വരുന്നത് ബെസ്റ്റ് ആക്ടറിലെ BGM ആണ് നമ്മുടെ മൈൻഡിൽ. എനിക്കിതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരാൾ വിളിച്ചിട്ട് ഇന്ന ഡയറക്ടർ കാണാൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ അടുത്ത പടത്തിന്. ഡയറക്ടർ വലിയ ഡയറക്ടറാ. ഞാൻ ഫുൾ എക്സൈറ്റ്മെന്റിൽ നായകൻ കഴിഞ്ഞ ഉടനെ അവിടെ പോയിരുന്നു. ക്രൗൺ പ്ലാസ അല്ലെങ്കിൽ ലേ മെറിഡിയൻ, രണ്ടാണ്. ഒന്നതാളിയ 5 സ്റ്റാർ ഹോട്ടൽ, 2 എനിക്ക് ഭയങ്കര മറ്റേ ഇതാണ്. ഞാൻ ഇട്ട ഡ്രസ്സ് ശരി തന്നെ, ആൾക്കാരെല്ലാം എന്നെ നോക്കുന്നത്. കുറച്ചു നേരം പേപ്പർ എടുത്ത് നോക്കി, വായിക്കാനും പറ്റും, അത് ഇംഗ്ലീഷ് എടുത്ത് നോക്കി. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരും ചോദിക്കാൻ വരെ മടി. അതിന് പൈസ മേടിച്ചു. ഞാൻ 11 മണിക്ക് കയറി, വൈകിട്ട് 7 മണി വരെ ഞാൻ അവിടെ ഇരിക്കുകയാണ്. ഉണ്ണാൻ പോലും പോയില്ല. ഉണ്ണാൻ പോയാൽ ചിലപ്പോൾ ഇങ്ങനെ എൻ്റെ ഒന്ന് മിസ്സാവുമല്ലോ. ഞാൻ അവിടെ തന്നെ ഇരുന്നു. അവസാനം സൈകിട്ട് അവിടുത്തെ റിസപ്ഷനിസ്റ്റ് വന്നിട്ട് പറഞ്ഞു, എന്ത് ബ്രോ? ഞാൻ പറഞ്ഞു, ബ്രോ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ പുള്ളി അവിടെ വരാറുണ്ട് എന്നവർ പറഞ്ഞു. ബ്രോ വരുമെന്ന് ഇനി എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും പറ്റിച്ചതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അയാള് എനിക്ക് വിളിച്ചു തന്ന ഡയറക്ടറിനെ. ആ ഡയറക്ടർ ടോപ്പാ മലയാളത്തിലെ ഫോൺ. ആ ഒരു റിസപ്ഷനിസ്റ്റ് പുള്ളിയുടെ ബന്ധു കൊണ്ടാണെന്ന് തോന്നുന്നു. പുള്ളി വിളിച്ചു തന്നിട്ട് ഞാൻ വിളിച്ചു, സാർ ഇതേപോലെ സാറിൻ്റെ പടത്തിൽ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഇവിടെ വരുത്തി. അപ്പം പറഞ്ഞു, ബ്രോ എടോ അത് നിങ്ങൾ ആരോ പറ്റിച്ചാണ്, അങ്ങനത്തെ സംഭവമൊന്നുമില്ല, നിങ്ങൾ തിരിച്ചു വിട്ടോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് എന്തിനടാ എന്നെ പറ്റിച്ചത്, ഇവന് പ്രാന്താടാന്നുള്ള മൈൻഡാണ് എനിക്ക്. എൻ്റെ ശരി ഒരാൾ ചോദിച്ചിട്ട് ഇത്ര രൂപ തന്നാൽ നിങ്ങളെ ഞാൻ സിനിമയിൽ എടുക്കാം, അപ്പം നമുക്ക് മനസ്സിലാവും പൈസയുടെ പേരിൽ പറ്റിച്ച്. എന്നെ പറ്റിച്ച് എന്തിനാടാ? ഞാൻ അവിടെ പോയി 7 മണിക്കൂർ ഇരുന്നിട്ട് ഇവനെന്ത് കിട്ടാനാടാ? അതിൽ എന്ത് മനസ്സുകൂടെ ഇവനെ കിട്ടുന്നത്? മറ്റേ ആദ്യം പഠിച്ച MMR മോഡൽ സ്കൂളാ അല്ല, അതിന് മുന്നേ MMR അവിടെ പോയില്ല. അവിടത്തെ ഏതോ ടീച്ചറോ അധ്യാപനോ എന്തോ വിളിച്ച് പറ്റിച്ചാണെന്ന് തോന്നുന്നു. അവന്റെ പേര് ഞാൻ അതിനെപ്പറ്റി അവന്റെ പേര് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഞാൻ ഇട്ട് ഫേസ്ബുക്കില്. പക്ഷെ ഇത് വെങ്കിയാണെന്ന് ഡയറക്ടറിന് മനസ്സിലായോ? ഇല്ല അപ്പോഴും പറഞ്ഞു മനസ്സിലാക്കിയില്ല. ഞാൻ ഇങ്ങനെ ഇല്ല ബ്രോ, ഞാൻ നായിക എന്നൊന്നും അപ്പം നമ്മള് സാർ ഞാൻ നായിക എന്ന് പറഞ്ഞൊരു പരിപാടി വന്ന് അങ്ങനെ പറയാനുള്ള ധൈര്യമൊന്നും എൻ്റെ ഇല്ല സാർ. ഇങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞ് എൻ്റെ പേര് വെങ്കടേഷ് എന്നാണ്, എടോ നിങ്ങൾ ആരെ പറ്റിച്ചാണ്, ഇത് തിരിച്ചു വെക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ കുറേ നാൾ ആലോചിച്ചൊരു കേസാണ്. ഇവ എന്തിനെന്നെ പറ്റിച്ച്? പൈസ പോയില്ല ഇവന് കുറച്ച് സമയം നഷ്ടപ്പെട്ട്. ഞാൻ എന്തിനു പറ്റിക്കപ്പെട്ടു? അവൻ ഏതോ സൈക്കോ. ഞാൻ കിങ്ഡത്തിൽ ചെയ്തൊന്നുമല്ല സൈക്കോ, അവനാണ് സൈക്കോ. അവ ഇനി കാണുന്നുണ്ടെങ്കിൽ അളിയ ഇനി എന്നെ പറ്റിക്കരുത്, എന്നെ പറ്റിക്കരുത്, വീണ്ടും വിളിച്ചത് ഞാൻ വരൂല. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ലൈഫ്. പിന്നെ കോളേജ് ലൈഫ് അതിനുശേഷം കമ്പ്യൂട്ടർ സയൻസാണ് എടുത്തത്. പിന്നെ എനിക്ക് മനസ്സിലായി ഉറപ്പായിട്ട് എഞ്ചിനീയറിംഗ് ഒന്നും പറ്റില്ല എന്നുള്ള കാര്യം. പിന്നെ എന്ത് ചെയ്യാം? അപ്പം വേറൊരാൾ പറഞ്ഞ് എന്ത് ചെയ്യുന്നു, ഞാൻ BCom പഠിക്കുന്നു. ശരി എന്നാൽ BCom എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് BCom ചെയ്തത്. എനിക്ക് +2 കിട്ടിയ മാർക്ക് വെച്ചിട്ട് ഒരു കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടൂല. അപ്പൊ അത്യാവശ്യം ഉഴപ്പായിരുന്നു. എന്നുവെച്ചാൽ പഠിക്കാൻ എനിക്ക് അങ്ങനെ ഭയങ്കര ഇതൊന്നും ഇല്ല ബ്രോ. അങ്ങനെ BCom പോയി. BCom ഫസ്റ്റ് ഇയർ വേറൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. രാവിലെ തൊട്ട് 10 മണി തൊട്ട് 3 മണി വരെ ക്ലാസ് ഉണ്ട്. അവിടെ ഞാൻ നേരെ ഒരു ട്യൂഷൻ പോലൊരു സ്ഥലത്ത് പോയി. അവിടെ ആണെങ്കിൽ ഒരു 10 മണിക്ക് പോയാൽ 12 മണിക്ക് തിരിച്ച് വീട്ടിൽ വരാം. അങ്ങനെയായിരുന്നു എൻ്റെ BCom. അത്യാവശ്യം സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സായി. അപ്പം വീട്ടിൽ ഈ സമയത്ത് ഞാൻ ചാൻസ് ചോദിക്കുന്നുണ്ട്.
ഫേസ്ബുക്ക് ത്രൂ ഓ ചേട്ടാ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, മെസ്സേജ് അയക്കുവോ? മെസ്സേജ് അയക്കും ചെറുതായിട്ട്. ഓക്കെ, അതിനുശേഷം ട്രിവാൻഡ്രത്ത് എന്തെങ്കിലും ഓഡീഷൻ ഉണ്ടെങ്കിൽ ഞാൻ പോവും. ട്രിവാൻഡ്രത്തിന്റെ പുറത്ത് ഞാൻ പോകില്ല, ഓക്കെ. ട്രിവാൻഡ്രത്ത്. ആ സമയത്താണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് മിഴി തുറക്കും എന്ന് പറഞ്ഞൊരു പടത്തിൽ അഭിനയിക്കുന്നത്. പൊന്മുടിയിലായിരുന്നു അന്ന് ഷൂട്ട്. നീ ഉണ്ടായിരുന്നില്ല? ഒരു പാർട്ണർ ഉണ്ടായിരുന്നു. ബ്രോന്റെ പേരെന്തായിരുന്നു? അവൻ വിഘ്നേഷ്. വിഘ്നേഷ്. ഞാനും അവനും വേറൊരു പയ്യനും കൂടെ പൊന്മുടി പോയി ഷൂട്ടൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. അപ്പം അതിനുശേഷമാണ് ഞാൻ വീട്ടിൽ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് സിനിമയിൽ അഭിനയിക്കണം ആണ് ആഗ്രഹം. അപ്പം വീട്ടുകാർ പറഞ്ഞു ശരി നീ M.Com പാസ്സാവ്, എന്നിട്ട് നീ എന്ത് വേണേലും ചെയ്തോളാൻ പറഞ്ഞു. ഓക്കെ, M.Com എങ്കിൽ M.Com എന്ന് പറഞ്ഞ് പോയി പാസ്സായി ഫസ്റ്റ് ക്ലാസ്. അതായത് ഒന്നും പഠിക്കൂല ഉഴപ്പണെന്ന് പറഞ്ഞാൽ. അല്ല M.Com പിന്നെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നടാ, ഇത്രയും പാടില്ലായിരുന്നു. M.Com പിന്നെ നമുക്ക് കുറച്ചും കൂടെ നല്ല ട്യൂഷനും ആയിരുന്നു. നമുക്ക് ഈ സ്ട്രിക്റ്റോ അങ്ങനെയൊന്നുമില്ല. സ്ട്രിക്റ്റിൽ നോക്കി നമുക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റൂല. അപ്പം അത് കാരണം കുഴപ്പമില്ലായിരുന്നു. പാസ്സായതിനു ശേഷം ഓക്കെ സിനിമ. അപ്പം ഈ മീൻ വൈൽ ഞാനിങ്ങനെ ഓരോ സിനിമ കാണുമ്പം അതിൽ അസിസ്റ്റൻസിൻ്റെ അസോസിയേറ്റ്സിൻ്റെയും പേര് ഫോട്ടോ എടുക്കും. തിയേറ്ററിലാണെങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കും, അല്ലാതെ വല്ല നമ്മൾ ടി വിയിലോ അല്ലെങ്കിൽ പോസ്റ്ററിൽ എല്ലാ ചീഫ് അസോസിയേറ്റിൻ്റെ പേരും ഉണ്ടാകും. എടുത്തിട്ട് ഫേസ്ബുക്കിൽ അയക്കും, ചേട്ടാ എനിക്കിങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, എന്തെങ്കിലും ഒരു കാസ്റ്റിംഗ് കോൾ വരികയാണെങ്കിൽ പറയാമോ. ചാൻസ് ഞാൻ ചോദിക്കില്ല ബ്രോ. ചാൻസ് ചോദിച്ചാൽ എന്ന് വെച്ചാൽ അവർ പിന്നെ നമുക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്യിക്കും, ഇവരെൻ്റെ റിക്വസ്റ്റ് മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. കാരണം ഇവർ ഫസ്റ്റ് കാസ്റ്റിംഗ് കോൾ ഇടുമ്പോൾ എനിക്ക് ആദ്യമേ കാണാമല്ലോ. അപ്പോൾ അതായിരുന്നു എൻ്റെ ട്രിക്ക്. ഇങ്ങനെ ഞാൻ ഓരോരുത്തർക്കും മെസ്സേജ് അയച്ച് ഇങ്ങനെ പോയി. അങ്ങനെയാണ് അനിൽ ഇബ്രഹാം എന്ന് പറഞ്ഞൊരു ചേട്ടൻ വിളിക്കുന്നു. റെസ്പോൺസ് ഞാൻ ഒരു 100 മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് എങ്ങനെ വരും, ഒരു 40 മെസ്സേജിന് എനിക്ക് റെസ്പോൺസ് വരും. ആ 40 എനിക്ക് വലിയ കാര്യമാണ്. അപ്പം ഇതേപോലെ ഈ പുള്ളി എനിക്ക് വെളിപാടിൻ്റെ പുസ്തകം, എനിക്ക് ഏത് സിനിമയെന്ന് പറഞ്ഞുകൂടാ, വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പടമുണ്ട്, 55 ദിവസം ഷൂട്ട് ഉണ്ടാ, പക്ഷേ ഡയലോഗ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല കേട്ടോ, ട്രിവാൻഡ്രത്ത് തന്നെ ഷൂട്ടും. ഞാൻ പോയി 19ാമത്തെ ദിവസം എനിക്ക് പോയി പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് മോഹൻ ലാലേട്ടൻ്റെ വെളിപാടിൻ്റെ പുസ്തകമാണെന്ന്. പോയപ്പോൾ 19ാമത്തെ ദിവസം എനിക്ക് ഡയലോഗ് കിട്ടി ബ്രോ. അതിനുശേഷം ഒടിയൻ ഞാൻ ചെയ്തു. അതൊക്കെ നായകൻ ശേഷമാണ്? മുന്നേ വെളിപാടിന്റെ പുസ്തകം ചെയ്ത് ഒടിയൻ ചെയ്തു. ഒടിയനൊക്കെ അത്യാവശ്യം ഉള്ള റോളാണ്, ചെറുതായിട്ട് കാണാൻ പറ്റും. അതിന് മുന്നേ ഞാൻ പാരലലി ഇതേപോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് സിനിമയും സീരിയലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് കാശ് കിട്ടി തുടങ്ങി. 500 രൂപ ആണല്ലേ? പെർ ഡേ 500. നമുക്ക് ഈ ഏജന്റ് വഴിയൊന്നും അല്ല ഞാൻ പോയത്, അതുകൊണ്ട് എൻ്റെ ഒന്നും ആരും പിടിച്ചിട്ടുമില്ല. അപ്പം അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സിനിമകളിലൊന്നും അല്ല, കുറച്ച്. ഞാനും ഇവനും കൂടെ വയനാട്, വിഘ്നേഷ് ഉണ്ടായിരുന്നു, ഞാനും അവനും കൂടെ വയനാട് ഇതേപോലെ ഒരു പടത്തിന്റെ ഇതിന് പോയി. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു പോയി അഭിനയിച്ച്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അവിടെ നിന്ന് നമുക്ക് എന്തായാലും ഒരു 500 രൂപ കിട്ടും. അപ്പം തിരിച്ച് ഭക്ഷണം കഴിച്ച് കോഴിക്കോട് ബീച്ചൊക്കെ കണ്ടിട്ട് വരാം എന്നുള്ള രീതിയിൽ പോയി. അളിയ പൈസയൊന്നുമില്ല, അത് അവർ തെറ്റല്ല, ചിലപ്പോൾ അവര് അങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിന്റെ കുഴപ്പമാണ്. അന്ന് GPay ഉണ്ടാ ഇല്ല. അവസാനം ഞാൻ ഇവനും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ട്രെയിനിൽ ലോക്കൽ എടുക്കാൻ മാത്രമേ നമ്മുടെ പൈസയുള്ളൂ. അവസാനം കോഴിക്കോട് ട്രിവാൻഡ്രം ഇരുന്ന് വന്നടേ. അന്ന് മനസ്സിലായി. മറ്റേ ബെസ്റ്റ് ആക്ടറിന്റെ മ്യൂസിക് കേട്ടായിരുന്നോ? അന്ന് കേട്ടില്ല. ട്രെയിനിന്റെ സൗണ്ട് ഭയങ്കര. അന്ന് മനസ്സിലാക്കി, കാരണം നമ്മൾ പുറത്തു പോകുമ്പോഴേ അളിയാ അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ച് പൈസയെങ്കിലും നമ്മുടെ കയ്യിൽ വെച്ചേക്കണം എന്നുള്ളതാണ്. അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ പിശുക്കി പോകുമ്പോൾ നമ്മൾ പെടും. ഇന്ന് പിന്നെ അതല്ലല്ലോ, ഫോൺ വിളിച്ച് പറയാം അളിയ ഒരു 500 അയച്ചു തരും. അന്ന് പിന്നെ അതല്ല. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഈ വെളിപാടിന്റെ പുസ്തകത്തിൽ ഈ അനിൽ എബ്രഹാം പുള്ളിയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, എടാ ഇതുപോലൊരു പരിപാടിയുണ്ട്, നീ ഓഡിഷൻ അയച്ചു കൊടുത്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല കേട്ടാ, എനിക്ക് സ്റ്റേജ് പരിപാടി ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ബ്രോ. ഞാൻ 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെ ഫാൻസി ഡ്രസ്സിലുണ്ടായിട്ടുള്ളൂ, അതോടെ ഞാൻ നിർത്തിയതാണ്. പിന്നെ ഞാൻ സ്റ്റേജ് കണ്ടിട്ടില്ല. അങ്ങനെ പുള്ളി പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അയച്ചു, പക്ഷെ ലേറ്റായി, എൻട്രി ഇനി എനിക്ക് കിട്ടൂല. പുള്ളി വീണ്ടും എന്നെ വിളിച്ച്, എടാ എന്തായി അത്? ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്നും ആയില്ല, പുള്ളിക്ക് എന്നെ വിളിക്കേണ്ട ഒരാവശ്യമില്ല, ഒന്നും ആയില്ല. ഒരു കാര്യം ചെയ്യും, ഇതുപോലൊരു ഓപ്പൺ ഓഡിഷൻ മഴവിൽ മനോരമ വെച്ച് നടക്കണുണ്ട്, വന്നൊന്ന് അറ്റൻഡ് ചെയ്യും. ഞാൻ പോയി. അന്ന് രാവിലെ 8 മണിക്ക് എടാ എൻ്റെത് 10-400 ഇരിക്കുന്നു എൻ്റെ ടോക്കൺ. പോയി, എനിക്ക് അതിൽ കിട്ടണ്ട, എൻ്റെ മൈൻഡിൽ അതല്ല, വല്ല ക്യാരക്ടറും കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ പോയപ്പോഴത്തേക്കും അനൂപേട്ടനൊക്കെ ഉണ്ടായിരുന്നു, വരണ ആവശ്യമുണ്ട് ഡയറക്ടർ. എങ്കിൽ ഞാൻ പറഞ്ഞു ചേട്ടാ, ആ പുള്ളിയും വെളിപാടിലുണ്ടായിരുന്നത്, സംസാരിച്ചു. എടാ ഇത് നിനക്ക് പറ്റിയൊന്നും ഇതിനകത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല കേട്ടോ, വേറെ എന്തെങ്കിലും ക്യാരക്ടർ വന്നാൽ മതി, എൻ്റെ മൈൻഡിൽ അതേ ഉള്ളൂ, എനിക്ക് സ്റ്റേജ് വേണ്ട. പോയപ്പോൾ വിളി വരുന്നു, നിങ്ങളിങ്ങനെ സെലക്ട് ആയിട്ടുണ്ട്, അതിൽ വേറൊരു ക്രൂ ആണ്, വേറൊരു ക്യാമ്പും കൂടെ ഉണ്ടാവും, 2 ദിവസത്തെ ക്യാമ്പ് വരണം എന്ന് പറഞ്ഞു. ക്യാമ്പല്ലേ, പൈസ കൊടുക്കുക, നമുക്കൊരു ക്യാമ്പ് കിട്ടിയല്ലേ എന്ന് പറഞ്ഞ് പോയപ്പോൾ കാണുന്നു എടാ എല്ലാവരും. അപ്പോഴാണ് നമുക്ക് ഈ പ്രോപ്പർ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരുന്നത്.
ഈ കൂട്ടത്തിൽ ഏറ്റവും മോശം ഞാനെന്നുള്ള ബോധമാണ് എനിക്ക്. മനസ്സിലായി? അത് ഒരിക്കലും വരാൻ പാടില്ല ഒരാൾക്ക്. വിൻസിയൊക്കെ ഉണ്ടല്ലേ? വിൻസി അലോഷ്യസ്. പിന്നെ വിൻസി ഉണ്ട്, അന്ന് ആഡിസ് ഒക്കെ തെറിച്ച് നിൽക്കുന്നു. എല്ലാരും നമ്മള് 16 പേര്, അതല്ലാതെ കുറെ പയ്യന്മാര് ഒരുത്ത നല്ല അത്യാവശ്യം ഡ്രസ്സിങ്ങും കാര്യങ്ങളും എല്ലാം സ്റ്റൈലും അവരിയ്ക്കുന്ന വിധവും. ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് അറിഞ്ഞൂടെ ഇവിടെ എന്തൊക്കെ നടക്കണം. നമുക്ക് ഉള്ളില് ഇത്രയും പേരെ മുമ്പേ നമ്മൾ എന്തെങ്കിലും പെർഫോം ചെയ്ത് മോശകുമാരനെ കളിയാക്കും. അപ്പൊ ഈ സാധനം എല്ലാം ഉണ്ട്. എല്ലാം കഴിഞ്ഞ് ഓക്കെ കിട്ടൂല, പോയി ബസ്സിൽ പോണ്. നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട് കേട്ടോ, മതി. അത് അപ്പൊ കേട്ടാ BGM. അപ്പൊ അതല്ല, വേറെ BGM ആണ്. അപ്പൊ രജനി സാറിന് അപ്പൊ അതെ അപ്പം കിട്ടി. ഓക്കെ, ഇതിന്റെ വില എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് നായകൻ ഒരു റിയാലിറ്റി ഷോ എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടില്ല. ദൈവം, ഇനി ഞാൻ എന്ത് ചെയ്യും? തെലുങ്ക് പടം ഉണ്ട്. ആ തെലുങ്ക് പടത്തിന് ഫുൾ ഷൂട്ട് കഴിഞ്ഞില്ല. ആ പടം ഉണ്ട്. അത് നടനായിട്ടാണ് അഭിനയിച്ചത്. അത് നടനായിട്ടാ, നായകനാ. അപ്പം അതുണ്ട്. ഇനി അത് എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ പോയി പരിപാടിയൊക്കെ നോക്കി. 16 പേര്. അപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. സ്റ്റേജിൽ പോയി ഇവരാണെങ്കിൽ നമുക്ക് ഓരോന്നും പറഞ്ഞിരുന്ന മൈക്ക് പിടിച്ചൊക്കെ സംസാരിക്കണം. എനിക്കൊരു ഐഡിയ ഇല്ലല്ലേ. ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞ് ലാൽജു സാറിനോട് നിനക്ക് ഫോക്കസ് ഇല്ല, ഫോക്കസ്ഡ് ആയിരിക്കണം ഒരു ആക്ടറാണെങ്കിൽ, ഇതാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ റിലേ ഇങ്ങനെ കട്ടായി. ഞാൻ റൂമിൽ വന്നിട്ട് പറഞ്ഞാൽ അളിയാ ഞാൻ വീട്ടിൽ പോകണം, എനിക്ക് എന്നെ കൊണ്ട് ഇത് പറ്റൂല, ഞാൻ വീട്ടിൽ പോകണം. വീട്ടിൽ വന്നതിന് ശേഷം ഇത് ടെലികാസ്റ്റ് ചെയ്യും. ഞാൻ ഇരുന്ന് കാണുകയാണ്. ഇവരിങ്ങനെ കുറ്റമൊക്കെ ആൾക്കാർ നോ പ്രോബ്ലം ഡോണ്ട് വറി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഫസ്റ്റ് പെർഫോമൻസ് പോയടാ, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ കുറെ പേര് പറയില്ല. അത് ചുമ്മാതെയാണ്. ഞാൻ അതിൽ പണ്ട് എനിക്കൊരു വിശ്വാസം ഉണ്ട്. പക്ഷെ ഇപ്പം ഇല്ല. ഫസ്റ്റ് എപ്പോഴെങ്കിലും നമ്മളൊരു ഇംപ്രഷൻ കൊടുത്താൽ മതി. അപ്പം ഇതിങ്ങനെ പോയി ബാഡ് നെയിം വന്ന് ഞാൻ നമുക്ക് കിട്ടിയാൻ പറ്റില്ല. ഫസ്റ്റ് ഞാനാണ് ഔട്ട് ആവേണ്ടിയിരുന്നത്. ടു ബി ഫ്രാങ്ക്, ഫസ്റ്റ് എന്നെക്കാളും നല്ല പെർഫോമൻസ് ആയിരുന്നു അവര്. പക്ഷെ എന്നെ ദൈവം അവിടെ പിടിച്ച് നിർത്തി. നില്ലൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ നിർത്തി. പിന്നെ ആ സ്റ്റേജുമായിട്ട് നമ്മളൊന്ന് കംഫർട്ടബിൾ ആവും. പിന്നെ ഇതിന്റെ അൾട്ടിമേറ്റ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റേജിൽ നിന്ന് എന്ത് പിച്ചും പേയും വിളിച്ച് പറയാം ബ്രോ. കൊള്ളൂല, മോശമാണെങ്കിൽ അവർ കട്ട് ചെയ്ത് കളയും. മനസ്സിലായി? ആ വെളിപാട് നമുക്ക് വരണം. ഒരു പോയിന്റ് എത്തിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എന്നെ ആൾക്കാർ വല്ലതും പറയാം, അല്ലെ ഇങ്ങനെ പറയാമോ അങ്ങനെ പറയാമോ, ഒന്നുമില്ല. എന്തും പറയാം. നമ്മൾ തെറി വിളിക്കില്ല, ആ ബോധം നമുക്കുണ്ട്. പക്ഷെ നമുക്ക് എന്തും പറയാം. കൊള്ളൂല്ലെങ്കിൽ മനോരമ തന്നെ കട്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം ആ ബോധം വന്നതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഓക്കെ ആയി. അതിനുശേഷമാണ് പടം അനൗൺസ് ചെയ്യുന്നതും പിന്നെ ഉള്ള ഒരു ജേർണി സ്റ്റാർട്ട് ആവുന്നതും. അപ്പം എനിക്ക് തിരിച്ചൊരു എൻട്രി കിട്ടുന്നത് ഈ സ്റ്റാൻഡപ്പിൽ മൈം പഠിപ്പിക്കാൻ വന്ന വിനുചേട്ടനാണ് എന്നെ വിളിച്ചിട്ട് സ്റ്റാൻഡപ്പിൻ്റെ ഒരു ഓഡീഷൻ ഉണ്ട്, വന്ന് അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞതും പോയി ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് എനിക്ക് കിട്ടുന്നതും. ഞാൻ പറഞ്ഞു, ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ വരില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച ലാൽ ജോസ് സാറിന്റെ പടത്തിൽ അഭിനയിക്കുന്നത് ഈ നായകൻ അല്ല അല്ലേ? ഓക്കെ. അതിനുശേഷം ലാൽ ജോസ് സാറിന്റെ പടത്തിൽ പിന്നെ പാട്ടിലായിരുന്നു. പാട്ടിൽ അഭിനയിക്കുന്നു. പിന്നെ ഈ മമ്മൂക്ക എങ്ങനെയാ വിളിക്കുന്നത് ആക്ച്വലി? സ്റ്റാൻഡപ്പിന്റെ ഓഡിയോ ലോഞ്ച് അത് ഞാനും വിഘ്നേഷും തന്നെ തോന്നുന്നു. ഈ വിഘ്നേഷ് എല്ലാത്തിലും ഉണ്ട്. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ശരി, മായിനുണ്ട്, മായൻകുട്ടിയുണ്ട്. ഈ വിഘ്നേഷ് കൂടെ എല്ലാത്തിലും വരുന്നുണ്ട്. പാവത്താൻ ഞാൻ കാണുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഭയങ്കര കാര്യമായിട്ടുള്ള ഒരാളായിരിക്കാം. വിഘ്നേഷിന് ഈ ചുമ്മാ കൂടെ വരുമ്പോൾ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം തോന്നിയില്ല? ഇല്ല. അവൻ തന്നെ പറഞ്ഞുകൊണ്ട് കിടക്കുക അവ ഇൻട്രോവേർട്ട് ആണെന്ന്. ഞാൻ ഇൻട്രോവേർട്ട് ആണ്. അവൻ അങ്ങനെ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ അളിയ, നമുക്കൊരു കുറച്ച് ടീമുകൾ ഉണ്ടാവും. അർദ്ധരാത്രി 2 മണിക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞ് വിളിച്ചാലും ഞാൻ വരാം എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. അതില് 2 പേരാണ് ഇരിക്കുന്നത്. ഇനിയുണ്ട് എനിക്ക്. ഇവന്മാരെ ഞാൻ അർദ്ധരാത്രി 3 മണിക്ക് വിളിച്ചാലും ഉറങ്ങിപ്പോയാൽ അത് ഇവന്മാരെ തെറ്റല്ല. അല്ലാത്ത പക്ഷം അളിയ വിളിച്ചാ വരും. എന്ത് ഇഷ്യൂ ആയിക്കോട്ടെ, എന്ത് തേങ്ങ ആയിക്കോട്ടെ വന്ന് നിൽക്കും. ഞാൻ ആരെ ഭാഗത്തു നിന്നൊക്കെ പിന്നെ ഞാൻ വിളിച്ച എനിക്ക് വിഘ്നേഷ്, ഉണ്ണിക്കുട്ടൻ, ശ്രീരാം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അനന്തും ഉണ്ട്. പിന്നെ എനിക്ക് ഇപ്പൊ സിനിമയുടെ തന്നെ എന്താവശ്യത്തിന് ഏത് പാതിരാത്രിയും വിളിക്കാൻ എനിക്ക് രഞ്ജിത്തേട്ടനുണ്ട്. രഞ്ജിത്തേട്ടൻ ഒരു ആക്ടറാണ്. പുള്ളി ഇപ്പം കേരള ക്രൈം ഫയൽസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ചേട്ടനെ പോലെയാണ്. എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം. പുള്ളി കട്ടയ്ക്ക് സാമ്പത്തികമായിട്ടാണെങ്കിലും എന്തിനും എനിക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണിത്. സാമ്പത്തികത്തിന്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പൊ കടമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടൊക്കെ. എന്നെ സിനിമയ്ക്ക് കൊണ്ടുവരുന്ന ഇവന്മാരൊക്കെയാണ് ടൈമില്. പിന്നെ ഇവൻ അനന്തു മെയിനായിട്ട് അനന്തു ആണ്. ഇവര് കൂടെ നിൽക്കുന്നെന്ന് പറഞ്ഞാൽ അത്രമാത്രം കടം വാങ്ങിച്ചോണ്ടാണ് അഞ്ഞു കൂടെ. അവൻ തിരിച്ചു വന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവൻ പറയുന്ന
ഇപ്പൊ തരാം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുക. കടം വാങ്ങിച്ചിട്ടേ ഞാൻ തിരിച്ച് പോകത്തുള്ളൂ. അങ്ങനെയൊന്നുമല്ലല്ലോ. അത് തന്നെ. അടിപൊളി അടിപൊളി. ഇപ്പം നമ്മുടെയൊക്കെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും ചിലപ്പോൾ ഈ കോളേജ് ലൈഫിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ഈ കോളേജ് ലൈഫിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ചിലപ്പോൾ ഇൻസൾട്ട് കിട്ടുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടങ്ങൾ നമുക്ക് അഫക്റ്റ് ചെയ്യുന്നതാവാം. ചിലപ്പോൾ അതായിരിക്കും പിന്നീടുള്ള നമ്മുടെ ലൈഫിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഇനി വരാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്നെ ഇതുവരെ ആരും അങ്ങനെ മറ്റേവൻ ഒഴിച്ച് അവൻ ഇൻസൾട്ട് അല്ല, അവൻ എന്തോ ഒരു പരിപാടി ഒപ്പിച്ചതാ. അവൻ ഇപ്പോഴും വേറെന്തോ പരിപാടിയാണ് ഒപ്പിച്ചത്. അങ്ങനെ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല. പിന്നെ പ്രാങ്ക് ചെയ്തിട്ടുണ്ട് ഈ അലവലാദികൾ തന്നെ. ഇവൻ നമ്മളിങ്ങനെ നിൽക്കുന്നു, അപ്പോഴേക്കും അളിയെ ശങ്കർ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. സത്യം എന്റെ അറിവിൽ ഇവന് അനന്തുവും കൂടെ ശങ്കർ വന്നിട്ടുണ്ട് കേട്ടോ, നീ പെട്ടെന്ന് വന്നാ ഇപ്പൊ കാണാം. അപ്പം എന്റെ മനസ്സിൽ മറ്റേ അയ്യാണ്, അയ്യില് വിക്രം. ഓക്കെ, ഞാൻ വരുന്നു ശങ്കറിന്റെ പടത്തിൽ ചാൻസ് ചോദിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇവന്മാര് വന്നിട്ട് എവിടെ പോണു, ഡ്രസ്സൊക്കെ മാറി കളിയാ ഞാൻ പട്ടുകള് ജ്യൂസ് വന്നിട്ടില്ലല്ലോ, ക്യാൻസൽ ചെയ്യാ ജ്യൂസ്. പൈനാപ്പിൾ ക്യാൻസർ. ഓക്കെ, അടിപൊളി. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് തേപ്പ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? എന്ത് തേപ്പടാ? അവൻ അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അവൻ അതിലോട്ട് പറ. നിന്നെ കണ്ടപ്പോഴൊരു അവലക്ഷണം. എങ്ങനെ ലൈഫിൽ എന്തെങ്കിലും അതുപോലെ തേപ്പ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ബ്രേക്കപ്പ് ആണ് പിന്നെ ഒബ്വിയസ്ലി അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിനക്ക് ഇനി ആ കഥ അറിയാം? ബ്രോ അവര് കൊറേ കാശ് കൊണ്ടുപോയിട്ടുണ്ടോ ബ്രോ? അല്ല, നിനക്ക് പോയിട്ടുണ്ടോ? എനിക്ക് പോയിട്ടുണ്ടോ ഒബ്വിയസ്ലി. പക്ഷേ എത്ര തേപ്പ് കിട്ടിയാലും ഇപ്പോ ഒന്ന് കൊതിച്ചു പോകുന്ന ഒരാളാണ് നമ്മുടെ മുന്നിൽ. കാരണം ഒരുപാട് ഗേൾസ് ഫാൻസ് ആയിട്ടുണ്ട്. മറ്റേ ഒരു 24 സിനിമയിലെ സൂര്യയുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആർത്രയ, പുള്ളിക്കാരന് അതിന്റെയൊക്കെ കട്ടൊക്കെ ഉണ്ടല്ലേ? എടാ, അത് വയസ്സായ ഒരു കിളവൻ. ചെറുപ്പകാലം. ഓ ശരി 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 ശരി, താങ്ക് യുടാ. താര അമ്മയെ പറ്റി സംസാരിക്കാം. യെസ്. അതിന് മുന്നേ എൻ്റെ ഉമ്മയെ പറ്റി എനിക്ക് സംസാരിക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയുമ്പോൾ എനിക്ക് ചെറിയ വിഷമം വരുന്നു. ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ബ്രോ എൻ്റെ ഉമ്മ അടുത്ത് ഞാൻ അവതരിപ്പിക്കും. എൻ്റെ ഉമ്മ, വാപ്പ ഉമ്മ എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ ഉമ്മയ്ക്കാണ്, അമ്മയ്ക്ക്. അപ്പോൾ ഉമ്മ അടുത്ത് ഞാൻ കോളേജിൽ നടക്കുന്ന സകല എനിക്ക് കോളേജിലെ ഒരു എക്സ് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ തകർന്ന് തരിപ്പണമാവേണ്ട ഒരു സിറ്റുവേഷനിലായിരിക്കും എൻ്റെ ഉമ്മ എന്നെ കൈപിടിച്ച് കൊണ്ടുവരുന്നത്. കാരണം എന്തുകൊണ്ട് ഞാൻ എല്ലാം എൻ്റെ ഉമ്മ അടുത്ത് പറയുമായിരുന്നു. അത് ഇപ്പോഴും അങ്ങനെ പോവാണ്. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും സൊല്യൂഷൻ എൻ്റെ ഉമ്മ തരും എന്ന് പറയുന്ന സാധനം. എനിക്ക് വീഡിയോസൊക്കെ കാണുമ്പോൾ താരമ്മ അങ്ങനെയാണ് എനിക്കാണ്. കാരണം എല്ലാ കാര്യങ്ങളും വെങ്കി അമ്മയെടുത്ത് ഓപ്പണായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. അമ്മയെ പറ്റി ഒന്ന് ബ്രോ, ഇത് ചെറിയൊരു ഇതുണ്ട്. ഞാൻ പണ്ട് പറയുമായിരുന്നു ബ്രോ, എന്താ പ്രശ്നം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ ഈ നായികനിൽ വരുന്നതിന് മുന്നേ പോലും എന്നെ വെച്ചിട്ടൊരു പടം എനിക്ക് ഓഡീഷൻ വഴി ഞാൻ നായകനായിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയതാണ്. അപ്പം അതിൻ്റെ ഒരു 6 മാസം പ്രോസസ്സ്. അന്ന് വന്ന് വീട്ടിൽ പറഞ്ഞ അമ്മ എനിക്ക് സിനിമ കിട്ടി. അപ്പോൾ അതിനുശേഷം നമ്മൾ ആസ് എ മിഡിൽ ക്ലാസ് പേഴ്സൺ നമ്മുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ചന്ദ്രലേഖയിലെ അപ്പുക്കുട്ടന് 100 നമുക്കൊരു 5 മിനിറ്റ് കിട്ടിയാൽ നമ്മൾ സ്വപ്നം കാണും. ആ 5 മിനിറ്റ് നമ്മൾ സ്വപ്നം കാണും. നമ്മൾ വീട് വെക്കുന്നു, കാറിൽ വരുന്നു, ഒറ്റ പാട്ടിൽ നമ്മൾ റിച്ച് ആവും. അപ്പം ഇതിലിങ്ങനെ പോയിട്ട് പെട്ടെന്ന് ആ പടത്തിൽ നിന്ന് ഞാൻ ഡ്രോപ്പായി. അപ്പം ലിറ്ററലി ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ കരഞ്ഞുകൊണ്ട് വരികയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇനി എവിടെ തുടങ്ങണം. കരഞ്ഞു വന്നിട്ട് ഞാൻ വീട്ടിൽ എന്തോ സിനിമ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ എന്ത് പറ്റിയെന്ന് അമ്മ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പടത്തിൽ നിന്ന് എന്നെ കളഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാ ഇനി എന്ത് ചെയ്യണമെന്ന്. അന്ന് ഇതേ സ്ലാങ്ങാണ്, എനിക്ക് ഇതിനേക്കാളുമായിരുന്നു ട്രിവാൻഡ്രം സ്ലാങ്. അപ്പോൾ പറഞ്ഞു, എടേ അവർ കളഞ്ഞാൽ നിനക്ക് വേറെ വരും, ഇതിൽ കൂടുതൽ എന്ത് പോയി നിനക്ക് വേറെ വരും, നീ ശ്രമിച്ചാൽ മതി, വേറെ വരും. വീട്ടുകാരുടെ അടുത്തും പറഞ്ഞ്, അച്ഛൻ്റെ അടുത്തും പറഞ്ഞ്, അവന് പോകാൻ പറയടാ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പം അതിന് ശേഷം ഞാൻ അങ്ങനെ ഒന്നായിട്ടേ ഞാൻ അങ്ങനെ പറയാറുള്ളൂ. ഇപ്പം നായികനിൽ വെച്ച് എൻ്റെ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റിന് ശേഷം പോലും അച്ഛൻ, അമ്മ, അതായത് എന്താ പറയുക, ഓക്കെ ഇവനെ വെച്ച് പടം അനൗൺസ് ചെയ്ത് എൻ്റെ ചെറുക്കൻ നായകനാവാണ്. അത് ടെലികാസ്റ്റ് ആയി ബ്രോ, ടി വിയിൽ എല്ലാവരും കണ്ടു, അത് ടെലികാസ്റ്റ് ആയി ആ പടത്തിൻ്റെ ഇവൻ നായകനാവാൻ പോവാണ് എൻ്റെ ചെറുക്കൻ. അച്ഛൻ രാഷ്ട്രീയത്തിലും എല്ലാത്തിലും ഉണ്ട്. അപ്പം അവിടെ ഉള്ളവരുടെ അടുത്തെല്ലാം പറയുന്നു, ഈവൻ അമ്മയുടെ ഓഫീസിൽ കാര്യങ്ങളും എല്ലാം അറിയുന്നു.
അപ്പം ഞങ്ങൾ ഫാമിലി പരമായിട്ട് ഭയങ്കര ദൈവവിശ്വാസികളാണ്. അപ്പം ആ സിനിമയുടെ ലൈക്ക് അങ്ങനെ പറയുന്നതല്ല, ബട്ട് സ്റ്റിൽ ആ സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരുടെ പേരിൽ അച്ഛൻ ഇങ്ങനെ അർച്ചനയും കാര്യങ്ങളും എല്ലാം ഇറ്റ് ഷുഡ് ഹാപ്പൻ. ഇവനെ വെച്ച് പടം ചെയ്യല്ലേ, എപ്പോഴും നന്ദി, അത് ഉറപ്പായിട്ടും അങ്ങനെ നിൽക്കുന്നു. എന്തോ കാരണവശാൽ ആ പടം നടന്നില്ല. അപ്പം വീണ്ടും ഇവർ ബ്രേക്ക് ആവുകയാണ്. അപ്പം ഞാനത് കണ്ടു, ഞാൻ വ്യക്തമായിട്ട് കണ്ടു. നമ്മുടെ മുമ്പിൽ കാണിക്കില്ലെങ്കിൽ ഇവർ ബ്രേക്ക് ആവുകയാണ്. അന്ന് ഞാൻ തീരുമാനിച്ചാണ് എല്ലാം ആവട്ടെ, അല്ലാതെ ഇവരെ നമുക്ക് പ്രൊഫഷന്റെ പേരിൽ, കാരണം ഈ പ്രൊഫഷൻ ഞാൻ തിരഞ്ഞെടുത്തതാണ്. ഇതിൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാവും. അപ്പം ഞാൻ ഈ പ്രൊഫഷൻ എടുത്തത് കരയാനല്ല, എനിക്ക് ചിരിക്കാനാണ്. എനിക്ക് എന്നും എൻ്റെ ജീവിതത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൊഫഷൻ എടുത്തത്. അന്ന് ഞാൻ തീരുമാനിച്ചാണ്. ഈവൻ കിങ്ഡത്തിൽ പോലും എനിക്ക് ഡയറക്ടറിൻ്റെ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടി. എനിക്ക് ഫസ്റ്റ് അഡ്വാൻസ് വീണിട്ടാണ് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ പോലെ നടന്ന് നിങ്ങൾക്ക് ഞാൻ വില്ലനാവണമെന്നല്ല ആഗ്രഹം, എന്താ പിടിച്ചോ, തെലുങ്കിൽ വലിയ വില്ലനാവാൻ പോവുകയാണ് ഞാൻ എന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മ എന്താ വില്ലനാവണമെന്ന് വീട്ടിൽ അത്ര വില്ലത്തരം കാണിക്കുന്നുണ്ട്? ഇല്ല, അമ്മയ്ക്ക് എന്ന് വെച്ചാൽ ഇവര് ഭയങ്കര രജനി ഫാനും അമ്മയും അച്ഛനും മമ്മൂക്ക ഫാനുമാണ്. അപ്പൊ പക്ഷെ അൾട്ടിമേറ്റ് രജനി ഫാൻസ് ആണ്. പക്ഷെ അമ്മയ്ക്ക് എപ്പോഴും ഞാൻ ഒരു രഘുവരൻ കൈൻഡ് ഓഫ് വില്ലൻ ആവണം എന്നാണ് ആഗ്രഹം. പക്ഷെ എനിക്ക് മുഖം ഇപ്പൊ കിട്ടുന്ന കേട്ടോ, രഘുവരന്റെ ആ മുഖം വരുന്നുണ്ട്. അമ്മയ്ക്ക് അതാണ്, അമ്മയ്ക്ക് ഭാഷ കാണുമ്പോ പോലും രജനീകാന്ത് ഈസ് ഓക്കെ, പക്ഷെ അമ്മയ്ക്ക് കുറച്ചും കൂടെ ഇത് രഘുവരനാണ്. ഈവൻ അമ്മയ്ക്ക് ഇപ്പം രഘുവരൻ, പ്രകാശ് രാജ്, ചലോ ഐ ലവ് യു. അപ്പം ഇതൊക്കെ നമ്മൾ KTV സൺ ടിവിയിലൊക്കെ ഇടുമ്പോഴേ ഭയങ്കര രസമാണ്. അപ്പോൾ ഈ രീതിയിൽ അപ്പം അന്ന് എൻ്റെ അടുത്ത് നീ കിടിലം വില്ലനാവണം, വില്ലനാണ് പവർ, വില്ലനാണ് ആള്. അവസാനം ഞാൻ ഗതികെട്ടി പടം റിലീസ് ചെയ്യുന്ന ശേഷം ഞാൻ പറഞ്ഞു, ഇനി പ്രാർത്ഥന മാറ്റിക്കോ, ഷിഫ്റ്റ് ഹീറോ. ഇല്ല, ഇനി നമുക്ക് പിന്നെ വില്ലൻ, എനിക്ക് ഇനി ഹീറോ ആവണം. അപ്പൊ അങ്ങനെ ഒരു ഇതാണ് ബ്രോ. ഒരു പരിധി വരെ ഞാൻ പറയുമായിരുന്നു. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ ഇല്ലേ, ബാക്കി എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. കട തുടങ്ങുമ്പോൾ പോലും ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കട തുടങ്ങാൻ പോവുകയാണ്, ഇഡ്ഡലി കട. അപ്പൊ ഇവരിങ്ങനെ നോക്കി, ഇവന് വല്ലതൊക്കെ അറിയാം, ഇവന് ദോശ ഉണ്ടാക്കാൻ പിന്നെ എന്തിനും ഏതിനും ഇവന്മാരുണ്ട്. അപ്പൊ ഇവന്മാരെ അമ്മയ്ക്ക് അറിയാം, കാരണം അത്രയും കടം വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ പല കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ്. പൊതുവെ വിഷമങ്ങൾ അങ്ങനെ ഞാൻ അങ്ങനെ കാണിക്കാറില്ല. അതെ, ഇതിന്റെ ആയിട്ടുള്ള. പക്ഷെ എന്റെ വീട്ടിൽ ഡൗൺ ആണ്. നല്ല ചിരിച്ചിരിക്കും. ഒരു കാര്യം പറയണ്ടെന്ന് പറയാം. എങ്ങനെ ഭയങ്കര സംഭവമാണ്. ഈ രജനീകാന്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ സൂപ്പർ സ്റ്റാറിന്. ഏതെങ്കിലും നല്ല പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പുള്ളി ഒരു മടിയും കൂടാതെ വിളിച്ചിട്ട് സൂപ്പറപ്പാ, സൂപ്പർ സൂപ്പർ എന്നെല്ലാം പറഞ്ഞ് സംസാരിക്കും. രജനീകാന്തിൻ്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യൂ? ഇല്ല, ചെയ്യില്ല. കിങ്ഡം കണ്ടിട്ട് അങ്ങനെ വല്ല ആരെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ഫോണിൽ വിളിക്കുകയോ? രജനീകാന്ത് വിളിച്ചില്ല, എന്നെ അജു ചേട്ടനൊക്കെ വിളിച്ചിരുന്നു, അജു വർഗീസ് ചേട്ടൻ വിളിച്ചിരുന്നു. സ്പീച്ച് കഴിഞ്ഞ ഉടനെ വിളിച്ചിരുന്നു. എടാ, അങ്ങനെ സ്പീച്ചിൽ തിളങ്ങിയ ഒരാളാണ് സുരാജ് വെഞ്ഞാറോട് ഒരു തമിഴ് സിനിമയിലോ. അത് സുരാജ് ചേട്ടനൊക്കെ ഒരു സ്റ്റേജ് എത്തി, അതായത് വെങ്കിയെ പോലെ ഒന്നുമല്ല, ഒരു സ്റ്റേജ് ആണല്ലോ സുരാജ്. പക്ഷെ സുരാജ് ചേട്ടൻ അന്ന് കയ്യിലെടുത്ത് കളഞ്ഞ ആ ഒരു സ്റ്റേജിൽ ഭീകര സംഭവം. ഈവൻ പൊന്നിയിൻ സെൽവനിലെ ജയറാമേട്ടൻ പസിക്കുന്ന മണി, ഭീകര സാധനമായിരുന്നു. പക്ഷെ വെങ്കി അതുപോലെ ആയിരുന്നു, ആ ഒരു സാധനമായിരുന്നു. അജിചേട്ടനൊക്കെ വിളിച്ചു. എന്താ വെച്ചാൽ സ്പീച്ചിന് ശേഷം വിനീത് ശ്രീനിവാസൻ എൻ്റെ ഒരു ഇത് സ്റ്റോറി ഇട്ടു. ജോമോൻ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാ ബ്രോ. ലൈക്ക് ഒരു അനിയനെ പോലെയാണ് പുള്ളി, ഭയങ്കര സപ്പോർട്ടാ പുള്ളി. ജോമോൻ ചേട്ടൻ എന്നെ പറ്റി വിനീതേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വിനീതേട്ടൻ പറഞ്ഞു, ജോമോൻ ഇവനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൻ എന്തായാലും നല്ലത് വരട്ടെ എന്നുള്ള രീതിയിൽ സ്റ്റോറി ഇടുന്നു. ഉണ്ണിമുകുന്ദൻ എന്നെ വിളിച്ചിരുന്നു പടം കണ്ടിട്ട്. അപ്പം ഇങ്ങനത്തെ കുറേ, സൂര്യ വിളിച്ചിരുന്നു എന്നെ, തമിഴ് സൂര്യ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു, എന്തായാലും അടിപൊളിയാവട്ടെ, നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ വരട്ടെ എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ബ്രോ. ബേസിക്കലി നമുക്ക് ഒരു പടം നമ്മുടെ പെർഫോമൻസ് നല്ലതാവുകയാണെങ്കിൽ എന്തോരം കോൾസ് വരും. ഇപ്പം ഞാൻ അങ്ങനെ അസൂയയുടെ പല ആക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ പറയില്ലേ, രാത്രി ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല, കോളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഉറങ്ങാനൊക്കെ പറ്റി, എന്നാലും എനിക്ക് വരുന്നതിന് ഇതുവരെയുള്ള പടത്തിനേക്കാളും എനിക്ക് ഭയങ്കര കോളുകളും ആൾക്കാരുടെ റീലും, ഓരോ ആൾക്കാർ പലതരം റീലുകൾ ഷെയർ ചെയ്യുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര അൾട്ടിമേറ്റ് ആയിട്ടുള്ള
പരിപാടിയായിരുന്നു ബ്രോ. ഈ വിജയ് ദേവർകൊണ്ട എപ്പോഴും കണക്ഷൻ ഉണ്ടോ, സംസാരിക്കാറുണ്ടോ? നമ്പർ ഇല്ല എൻ്റെ കയ്യിൽ. ഞാനായിട്ട് ചോദിച്ചു, ഞാൻ അങ്ങനെ ഓ അങ്ങനെ ചോദിക്കാറ് ഞാൻ ചോദിച്ചില്ല. കാരണം അത് അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് അല്ലേ. അപ്പം എനിക്ക് ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് പുള്ളിയോട് ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റിയില്ല ബ്രോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഡയലോഗ് എപ്പോഴും കാണും. അപ്പോൾ ഇരുന്ന് ഡയലോഗൊക്കെ പഠിച്ചിട്ട് ആ മൊമെന്റിലായിരിക്കും ഇരിക്കുന്നത്. പുള്ളിയും പുള്ളിയുടേതായിട്ടുള്ള തോട്ടിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് ചോദിക്കാനൊന്നും പറ്റിയിട്ടില്ല. ചോദിച്ചാൽ പുള്ളി തരും. ഈസ് എ വെരി സ്വീറ്റ് പേഴ്സൺ. ചോദിച്ചാൽ പുള്ളി തരും. പക്ഷേ എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല ബ്രോ, എന്തെന്ന് അറിഞ്ഞൂടാ. ഇനി ഹൈദരാബാദിൽ പോകുമ്പോൾ എന്തായാലും എനിക്ക് പുള്ളിയെ, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ പുള്ളിയെ പോയി കാണാം. അങ്ങനത്തെ ഒരു ഇതെനിക്ക് ഉണ്ട്. പുള്ളി അമ്മയായിട്ടുള്ള എൻ്റെ ഒരു വീഡിയോ പുള്ളി ഷെയർ ചെയ്യുന്നു, പുള്ളി എൻ്റെ പോസ്റ്റർ ഷെയർ ചെയ്യുന്നു. അങ്ങനത്തെ സിനിമ ഇറങ്ങിയ സമയത്തുള്ള അമ്മയായിട്ടുള്ള വീഡിയോ. അതെ, ട്രെയിലർ ഇറങ്ങിയ അതെ. അതെ. അപ്പം അങ്ങനത്തെ നല്ല ഈ സ്റ്റേജ് വെച്ചിട്ടൊരു സംസാരം ഇങ്ങനെ പറയുന്നത് എനിക്ക് ആ തെലുങ്കിൽ സംസാരിച്ച് മനസ്സിലായി. എന്നെ ഈ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങളൊന്ന് കൈയടിക്കണേന്ന് എന്തോ പറഞ്ഞു. അത് ജനം ഏറ്റെടുത്തായിരുന്നു. അത് അടിച്ചല്ലേ? അടിച്ച് എടാ, കേരളത്തിലും കിട്ടി കൈയടി. ഇവന്മാരടിച്ച്, ഇവന്മാരടിക്കാത്ത സ്ഥലത്ത് വേറെ ആൾക്കാർ അടിച്ച്. ഇവന്മാര് ഇവിടെ ഫസ്റ്റ് ഷോ ഇവന്മാര് പോയി കണ്ടപ്പോഴേക്കും ഓൾമോസ്റ്റ് 80% ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ തമിഴായിരുന്നോ? തമിഴ് കൈയടിച്ചു. ഇപ്പൊ ഇവന്മാര് കൈയടിക്കാത്ത സ്ഥലത്തും കൈയടി വീണെന്ന് ഇവന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഹൈദരാബാദിലായിരുന്നു, ഞാൻ കണ്ട തിയേറ്ററിലൊക്കെ എനിക്ക് കൈയടി ഉണ്ടായിരുന്നല്ലേ? തിയേറ്ററിൽ നിങ്ങളും ആരും അറിയാതെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ? ആരും അറിയാന്ന് വെച്ചാൽ എന്നെ ആർക്കും അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ പോയി കണ്ട്. അപ്പം അവിടെ കണ്ടതിന് ശേഷം ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങി. ഓ നിങ്ങൾ ആ സ്പീച്ച് വെങ്കി മുരുക എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ തിയേറ്ററിൽ. അത് ഇത്രയും കണക്ട് ആവാൻ കാരണം എന്താണെന്ന് അറിയാമോ? അതായത് ഇപ്പൊ ഏതൊരു സിനിമാ മോഹിയും ഒരു സ്റ്റേജിൽ കയറി നിന്ന് പറയേണ്ട ആ ഒരു ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഐ വാണ്ട് ടു ബി എ സൂപ്പർ സ്റ്റാർ. ആ സാധനമാണ് പുള്ളി അടിച്ചത്. അതാണ് എല്ലാവർക്കും പെട്ടെന്ന് കയറി അങ്ങ്. അത് മാത്രം പറഞ്ഞപ്പോൾ ആ സിനിമയിൽ അദ്ദേഹം ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ, അത് പണി വെച്ചേക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് ഭീകര സാധനം. അതിനാണ് വെങ്കിക്ക് കൈയടിക്കുന്നത്. ചുമ്മാ വന്ന് വെങ്കി എന്നിട്ട് പറയുന്നത് കൈയടിക്കണേ എന്ന് പറയുമ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ഇത് എന്താടേ കൈയടിക്കുന്നത് എന്ന് പറയുന്ന സാധനമല്ല അവിടെ ചെയ്തു വെച്ചേക്കുന്നത്. അതിനുള്ള സാധനം വെങ്കി ഇട്ടിട്ടുണ്ട്. സിനിമ റിലീസ് ആവുന്നതിന് മുന്നെയാണ് ആ കൈയടി കിട്ടിയത്. സത്യം. അത് കംപ്ലീറ്റ്ലി ഗൗതം സാറാണ് ബ്രോ. ജേഴ്സി എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ പടമാണ് കിങ്ഡം. അപ്പം പുള്ളി പെർഫോമൻസ് ഒക്കെ അല്ലെ, ഓരോ സീൻ നമുക്ക് പറഞ്ഞു തരുന്ന വിധമൊക്കെ ഭയങ്കരമായിട്ട് പുള്ളി പറഞ്ഞുതരും. അപ്പോൾ കംപ്ലീറ്റ് ക്രെഡിറ്റും അത് കംപ്ലീറ്റ് ഗൗതം സാറാണ്. പിന്നെ ജോമോൻ ചേട്ടൻ, എനിക്ക് ഗിരീഷ് ചേട്ടനും ഉണ്ടായിരുന്നു. ഗിരീഷ് ചേട്ടൻ ഒരു സീനിലായിരുന്നു ഗിരീഷ് ചേട്ടൻ എന്നെ ഷൂട്ട് ചെയ്തത്. പിന്നെ ജോമോൻ ചേട്ടനാണ് പുള്ളി വച്ച ഫ്രെയിമും ഞാൻ കാണാനും അത്യാവശ്യം നല്ലതായിരുന്നു. അത് കംപ്ലീറ്റ്ലി അത് ജോമോൻ ചേട്ടന്റെ കുറെ പരിപാടികളും. എനിക്ക് സ്ലോ മോഷൻ, എനിക്ക് ഗിമ്മിക് ഷോട്ട്. ഞാൻ കോളർ മടക്കുമ്പോൾ ക്യാമറ ഇങ്ങനെ വരുന്നത് ഒരുമാതിരി പവർ ഷോട്ട്. അത് ആരും ഞാൻ കൊതിക്കും അങ്ങനത്തെ ഒരു ഷോട്ട്. അത് എനിക്ക് കിട്ടി. അത് ജോമോൻ ചേട്ടനാണ് എനിക്ക് തന്നത്. മറ്റേ കൊല്ലുന്ന ഒരു സീനുണ്ടല്ലോ ആ കുടുംബത്തിനും, പൊന്നെ എങ്ങനെ വന്നെന്നറിയാം എനിക്ക്. അത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ സാധനം ഉണ്ടായിരുന്നു. അത് ഒരു ലേഡിയെ പിടിച്ചിട്ട് ലേഡിയുടെ നെഞ്ചിൽ ചവിട്ടിട്ട് ഞാൻ ഇങ്ങനെ കോടാലി ഉണ്ട് വെട്ടിക്കളഞ്ഞു. പക്ഷെ ഈ ഒരു സാധനം എന്നോട് മുന്നേ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാണാൻ നല്ല അടിപൊളിയായിരുന്ന ഒരു സാധനം ആരെന്നറിയാവോ? മഴവിൽ മനോരമ കോസ്റ്റ്യൂമർ സന്തോഷ് ചേട്ടായി. അത് സന്തോഷേട്ടൻ ഞാൻ നല്ല അടുപ്പാ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ എന്തോ സംസാരിച്ച് വന്നതിൻ്റെ ഇടയിൽ സന്തോഷേട്ടൻ പറയാ, എടാ ഞാൻ ഇത്രയും പേർക്ക് ഞാൻ കോസ്റ്റ്യൂം ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ വെങ്കിക്ക് കോസ്റ്റ്യൂം ചെയ്യുമ്പം അതിപ്പോൾ എന്ത് കൊടുത്താലും അവന് വെച്ചടിച്ച ഒരു ഫീലാണ് കിട്ടണേന്ന്. ഇങ്ങനെ സീരിയസ്ലി സന്തോഷേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. സന്തോഷേട്ടൻ ഇത്ര നല്ലവനായിരുന്നു. ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ഈ ഇത്രയും സിനിമാ മോഹം ഉള്ളിൽ കൊണ്ടു നടന്ന ഒരാള് പിന്നെ എങ്ങനെയാണ് ഒരു ആങ്കർ ആയിട്ട് മാറിയത്? എടാ സത്യം പറഞ്ഞ ഒരു പോയിന്റില് സിനിമ കിട്ടാതെ വന്നു. അത് ഏത് പോയിന്റ്? ആ പോയിന്റ് ആണോ? അത് ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞുതരാം. റിബല് ചെയ്ത് കഴിഞ്ഞു. റിബല നമ്മുടെ തമിഴ് പടം, GV പ്രകാശിന്റെ ഒരു ഓക്കെ. അപ്പം അത് ചെയ്ത് കഴിഞ്ഞു. കയ്യിൽ വേറെ പടം ഇല്ല എനിക്ക്. അതിനുശേഷമാണ് ഞാൻ വെട്രിമാറൻ സാറിനെയൊക്കെ നേരിട്ട് കണ്ടു, പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പം അതിനുശേഷം ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. നിന്നപ്പോഴത്തേക്ക് ഞാൻ മീനാക്ഷിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ, അപ്പോൾ മീനാക്ഷി നമ്മുടെ നായികയിലുള്ള അവൾ പറഞ്ഞു, എടാ എബിസാറിനെ ഒന്ന് വിളിക്ക്, എബിച്ചേട്ടനാണ് ഞങ്ങൾക്ക് നായകന്റെ പ്രൊഡ്യൂസർ, ഉടൻ പണത്തിന്റെ ഒക്കെ ആള്. അങ്ങനെ എബിച്ചേട്ടൻ ഒരു 6 മാസം മുന്നേ വിളിച്ചത്. അതെ എനിക്കറിയാം, എബ്രഹാം. അങ്ങനെ എബിച്ചേട്ടനെ വിളിച്ചപ്പോൾ പിന്നെ എബിച്ചേട്ടനാണ് പറഞ്ഞെടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ആങ്കറിങ്. ബ്രോ എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് ആങ്കറിങ്ങോ എന്താ പരിപാടി എന്നുള്ളത്. ഞാൻ പോയി
ഇവരൊരു മോക്ക് ടെസ്റ്റ് പോലെ ഒരു സംഭവം നടത്തി. ഞാൻ അപ്പൊ വിചാരിച്ചു എനിക്ക് ഇല്ല, ഞാൻ പോണു. ട്വിങ്കിളിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ട്വിങ്കിളെ ഞാൻ ഇല്ല. ട്വിങ്കിൾ ഇത് എന്തൊരു പാട് ട്വിങ്കിളെ ഇത്. എന്റെ അമ്മ സത്യം, ഞാൻ പറഞ്ഞു ഞാനില്ല, ഇത് പാടാണ്, എന്നെ കൊണ്ട് പറ്റൂല. എടാ അങ്ങനെയൊന്നും ഇല്ല, ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയതാണ് ബ്രോ. പിന്നെ എൻ്റെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു ബ്രോ അതിന്. കാരണം എനിക്ക് മലയാളത്തില് വേറെ പടമൊന്നും എൻ്റെ ഇല്ല. ഓക്കെ, റിബല് ചെയ്തു. അപ്പൊ കഴിഞ്ഞ 1 വർഷമായിട്ട് മലയാളത്തിൽ പടമില്ല. അപ്പം ആൾക്കാർക്ക് ഞാൻ ഓക്കെ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ എനിക്കൊരു അവസരമാണ്. അപ്പം ഈ ഉടൻപണത്തിന് 6 മാസമാണ് ഈ ഉടൻപണം. അപ്പൊ ഈ 6 മാസം കൊണ്ട് എനിക്ക് സമയമുണ്ട് ഒരു പടം ലോക്ക് ചെയ്യാൻ. ഈ 6 മാസത്തിൽ ഞാനൊരു മലയാള സിനിമ ലോക്ക് ചെയ്യുന്നു, ഉറപ്പായിട്ടും എനിക്ക് വേറെ കോള് വരും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഉടൻപണം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അൾട്ടിമേറ്റ്ലി എനിക്ക് എന്റെ മനസ്സിൽ 6 മാസത്തിനകത്ത് പടം ഓണാക്ക് എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ. പക്ഷെ ലക്കിലി ദൈവം എനിക്ക് ഈ 6 മാസത്തില് കിങ്ഡം തന്നു. ഇത് ഞാൻ ഉടൻപണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കിങ്ഡത്തിൽ നിന്ന് കോള് വരുന്നത്. അതെ അതെ അതെ. ഇവര് നല്ല ടീമായിരുന്നു. കാരണം ഇവിടെ നിന്നും എനിക്ക് ആ ഡേറ്റ് അനുസരിച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. നമ്മുടെ മാന്ത്രിക കൈ ഒന്നല്ലേ, ഇവിടുത്തെ മാന്ത്രിക കൈയാണ് ഇത്. കൈ വീഡിയോയിൽ കൈ മാത്രമേ വരുള്ളൂ, ആ സ്വർണ്ണ കൈ. അപ്പൊ ഈ സാധനം വരുമ്പോ പുള്ളിയാണ് എപ്പോഴും സ്വർണം, ഈ ബ്രേസ്ലെറ്റ് ആണോ മാന്ത്രിക കൈയാണ് ആവശ്യമുള്ളതൊക്കെ. പൈനാപ്പിൾ, താങ്ക് യു. ശരിക്കും ഇപ്പൊ കിങ്ഡത്തിൽ അഭിനയിച്ചതിന് ശേഷം എനിക്ക് ചോദിക്കാനുള്ളത്, 2 ഇഡലി കട തുടങ്ങാനുള്ള പേയ്മെന്റ് ഒക്കെ കിട്ടിക്കാണോ? കിട്ടിയല്ലേ? അതിന് കൂടുതൽ ഉള്ള ഇഡലി കട തുടങ്ങാനുള്ള പേയ്മെന്റ് അല്ലേ? വീട് വെക്കാൻ പോണു ബ്രോ. ആണോ ബ്രോ? അടിപൊളി, അടിപൊളി, എനിക്ക് സന്തോഷമുണ്ട് ബ്രോ. അതെന്റെ കുറെ നാളത്തെ ആഗ്രഹമാണ്. അപ്പൊ സ്വന്തമായിട്ടുള്ള വീടാ? സ്വന്തമായിട്ടുള്ള വീടാണ്, ചെറിയ വീടാണ് ബ്രോ. 1 സെന്റിന് ഇങ്ങനെയാണ് അക്ഷയപാത്രം പോലെ. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. അവിടെ അപ്പം ഈ ഞാൻ പറഞ്ഞില്ല, ഇപ്പം 18 വയസ്സിലൊക്കെയാണ് എനിക്ക് പേഴ്സണലി 18-20 വയസ്സിലൊക്കെയാണ് ബോധം വന്ന് തുടങ്ങുന്നത്. അപ്പം ആ സമയം തൊട്ടേ എൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് വീട്. നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ട്. 18 വയസ്സ്, ഞാനൊക്കെ ഒരു 30 വയസ്സിലാണ് ചിന്തിക്കാൻ. അപ്പം ആ സമയം നമുക്ക് വീടുണ്ട്. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ 1 സെന്റിന് താഴെ ഉള്ളൂ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ബ്രോ, മഴ വന്ന 1 സെന്റേ ഉള്ളൂ അല്ലേ? 1 സെന്റിന് താഴെ ഉള്ളൂ. ഓക്കെ, മഴ വന്ന അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അന്ന് തൊട്ടേ നമ്മുടെ മൈൻഡിൽ അതാണ് ഞാൻ ഈ പറഞ്ഞ ചന്ദ്രലേഖയിലെ അപ്പുക്കുട്ടന്റെ ഒരു പാട്ട്, ഒരു പടം ഓണാവുന്നു, അപ്പ സ്വപ്നം കാണുന്നു, വീട് വെക്കുന്നു, സ്റ്റാർ ആവുന്നു. അന്ന് കണ്ട സ്വപ്നം ലൈക്ക് നടക്കും എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിപ്പം വീട് വാങ്ങിച്ചോ? അത് അവിടെ തന്നെ ബ്രോ, ഞാൻ ജനിച്ച സ്ഥലം അതാ. അവിടെയാണ് അച്ഛനും എല്ലാവരും, അവിടെയാണ് നമ്മുടെ സ്ഥലം. അപ്പം അവിടെ തന്നെ ഞാൻ അത് ഒന്ന് റെനോവേറ്റ് ചെയ്തൊരു ഉഗ്രൻ പ്ലാനൊക്കെ എനിക്ക് ഒരാൾ സെറ്റ് ചെയ്ത് തന്നു. അപ്പം അവിടെ തന്നെ ഒരു പരിപാടി ഞാൻ സെറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അത് ഹോപ്പ്ഫുള്ളി അടുത്ത മാസം എനിക്ക് വീട് പണി തുടങ്ങണം. അപ്പോൾ എന്തായാലും ദൈവമൊക്കെ കൂടെ ഉണ്ടാവും. ഞാൻ അടിപൊളിയായിട്ട് തുടങ്ങി അടുത്ത വർഷം വീടിൻ്റെ ഒരു പാല് കാച്ചെന്നുള്ള സെറ്റപ്പാണ്. സൂപ്പർ. യെസ്. ഇഡലിക്കട തുടങ്ങി റവന്യൂ ഒക്കെ കിട്ടാൻ തുടങ്ങി. ഇഡലിക്കട എങ്ങനെ പോകുന്നത് ആക്ച്വലി? എത്ര മണിക്ക് ഇപ്പം വന്നു കഴിഞ്ഞാൽ സുട ഇഡലി നമ്മുടെ ശ്രീപരമനായ ടെമ്പിളിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തല്ലേ? അതെ. നമുക്ക് വെങ്കിയുടെയും ടീമിന്റെ ഇഡലി കഴിക്കാൻ പറ്റുമോ? എത്ര മണിക്കാണ് ബ്രോ? ചൊവ്വ തൊട്ട് ഞായർ വരെ വൈകിട്ട് 7:30 നമ്മൾ തുടങ്ങും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ശനി ഞായർ മാത്രം ഞങ്ങളൊരു 6:30 കൊടുത്തു തുടങ്ങുന്നുണ്ട്. അപ്പം നോർമലി അല്ലാത്ത വർക്കിംഗ് ഡേയ്സിൽ 7:30 മുതൽ ഒരു 9:00-9:45 ആകുമ്പോൾ തീരും ബ്രോ. ഒരു കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സജഷൻ, അവിടെ ഒരു സോയ ഇഡലി ഉണ്ട്, അത് നൈസാ. ഞാൻ കഴിച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ടുണ്ട്, പൊടി ഇഡലി കഴിച്ചിട്ടുണ്ട്, ബട്ടർ ഇഡലി കഴിച്ചിട്ടുണ്ട്. 3 കാരണം 3 കിട്ടിയുള്ളൂ, ബാക്കി മുട്ടൻ തിരക്ക് കിട്ടണില്ല. ഇനിയിപ്പോ ഞാൻ കിങ്ഡത്തിന്റെ സെറ്റിൽ നിന്ന് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബ്രോ, ദം ഇഡലി. ദം ഇഡലി ഉണ്ട്, പനീർ ഇഡലി. ഇഡലിയൊക്കെ മേക്ക് ചെയ്ത് കൊടുത്തോ നിങ്ങൾ? എവിടെ? കിങ്ഡത്തിന്റെ സെറ്റില് ഇല്ല ബ്രോ, അവിടെ നമുക്ക് ഇവിടെ വന്നിട്ടാണ് നമുക്ക് കിങ്ഡത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂളിലാണ് ഇത് തുടങ്ങുന്നത്, ഇഡലിക്കട. അപ്പം ജോമോൻ ചേട്ടനൊക്കെ വന്ന് കഴിച്ചിട്ടുണ്ട് കടയിൽ. ജോമോൻ ചേട്ടന് വൈഫായിട്ട് വന്നു കിങ്ഡത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട്. ഷാജി സാറ് വന്നിട്ടുണ്ട്, ഷാജി കൈലാസ് സാറ്. അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ വന്ന് കഴിച്ചു. ഇവിടത്തെ DGP, IG. ഈ സ്വന്തമായിട്ട് വീട്ടിൽ ഫുഡ് പോലും ഉണ്ടാക്കാത്ത ആളാണ്. അപ്പൊ ഇതെങ്ങനെ പഠിച്ചത് ഈ സംഭവം? ഈ ഫ്രണ്ട്സ് എല്ലാരും ആരാ ഇതിൽ ഫുഡ് നന്നായിട്ട്? വിഘ്നേഷ് ആണ്. തമ്മിൽ ഭേദം തൊമ്മനവനാ. വിഘ്നേഷ് ആണ് ഈ ഐഡിയ പറഞ്ഞത്. അളിയ നമുക്ക് അല്ല, ഐഡിയ ഞാനാ. അളിയ നമുക്ക് ഇഡലി കട തുടങ്ങാന്ന് പറഞ്ഞ ഞാനാ. ഇഡലി കോൺസെപ്റ്റ് എങ്ങനെ വന്നത് ബ്രോ? നമുക്ക് ഈ ദോശയാണെങ്കിൽ നമുക്ക് ഈ കറങ്ങി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റേത് ഒഴിച്ചു കൊടുത്താൽ അത് അവിടെ കറക്റ്റ് ആയിക്കോളും, അങ്ങിരുന്നോളൂ, ഒരു പണിയും ഇല്ല.
അപ്പം ഇതിന്റെ ഫസ്റ്റ് ഇഡ്ഡലി ഒഴിപ്പും സ്റ്റീമറിനകത്ത് വേവ് നോക്കുന്നതെല്ലാം വിഘ്നേഷ് ആയിരുന്നു. അതെ അതെ. അപ്പൊ അവനായിരുന്നു മാവ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം. പൊടി ഇഡ്ഡലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി സെറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പൊ ഞങ്ങളൊരു 3 സ്റ്റാഫിനെയൊക്കെ വെച്ച്. ഓ അടിപൊളി. ഇപ്പം നിങ്ങള് കിങ്ഡത്തിന്റെ കാര്യം പറഞ്ഞതിനോടൊപ്പം തന്നെ വിജയ് സേതുപതി സാറിന്റെ കൂടെ ഒരു സിനിമ അഭിനയിക്കുന്ന കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രോഗ്രസ് എന്താ? അത് കിങ്ഡത്തിന്റെ കൂടെ ഞാൻ ചെയ്തൊരു പടമായിരുന്നു. അത് പക്ഷെ നടന്നില്ല. കിങ്ഡത്തിന്റെ ഡേറ്റ് ഇഷ്യൂ വന്നപ്പോഴേക്കും അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അടിപൊളി പരിപാടിയായിരുന്നു. വൺ ഡയറക്ടറായിരുന്നു. നമ്മൾ ഏതൊരു നടനും ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറിന്റെ പടമാണത്. ഓക്കെ, അപ്പം അതിലൊരു ചെറിയ റോൾ എന്നുള്ള രീതിയിൽ ആ ഡയറക്ടറിനെ ഞാൻ മീറ്റ് ചെയ്തു. അതാണ് എൻ്റെ ഏറ്റവും വലിയ, ആസ് ആൻ ആക്ടർ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഈവൻ ഏതൊരു ടോപ്പ് ഡയറക്ടർ ആ ഡയറക്ടറിന്റെ പേര് മെൻഷൻ ചെയ്യാതിരിക്കില്ല. അപ്പൊ പക്ഷെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ബ്രോ. ബട്ട് എനിക്ക് വിജയ് സാറിനെയും എനിക്ക് ആ ഡയറക്ടറിനെ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാൻ പറ്റി. വിജയ് സാറുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റി. ഈവൻ ഞാൻ അവിടെ നിന്ന് സ്കെഡ്യൂൾ ബ്രേക്ക് വന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ പോലും വിജയ് സേതുപതി സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബ്രോ ഞാൻ പറഞ്ഞു നിങ്ങൾ മറക്കരുത്, യു ആർ എ ഹീറോ, ഫോക്കസ് ഓൺ ദാറ്റ്. ഇതാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. പുള്ളി എന്നെ കണ്ടപ്പോഴും പറഞ്ഞു, ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്, നിങ്ങളല്ലേ റിബലിൻ്റെ ഓഡിയോ ലോഞ്ചിൽ. ഞാൻ പറഞ്ഞ അതെ സാർ, നിങ്ങളെന്ത് ഇവിടെ, നിങ്ങൾ ഹീറോ മെറ്റീരിയൽ അല്ലേ ബ്രോ, നിങ്ങൾ എന്തിവിടെ? ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ഇവിടെ ഇങ്ങനത്തെ ബ്രോ, എനിക്ക് ഡയറക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ്, എന്താണെങ്കിലും എനിക്ക് ഓക്കെ ഇറങ്ങാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞ മറക്കല്ലേ, യു ആർ എ ഹീറോ, ഫോക്കസ് ഓൺ ദാറ്റ്. കിടില മനുഷ്യനാടാ, കിടില മനുഷ്യനാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഭയങ്കര കിടിലാണ്. അതുപോലെ അറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ചോദിക്കുക, മമ്മൂക്കയുടെ കൂടെ ഉള്ള ഒരു അഭിനയം, പ്രീസ്റ്റിൽ അഭിനയിച്ച് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എടാ കിടില എക്സ്പീരിയൻസ്. അച്ഛനമ്മയൊക്കെ കൊണ്ടുപോയോ? അവര് ഭയങ്കര ഇല്ല, നമുക്ക് ആ ഒരു മനസ്സിലായി, എനിക്ക് മനസ്സിലായി. എനിക്ക് ആ ഒരു ധൈര്യം ഇല്ല ബ്രോ. കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ധൈര്യമില്ല. പക്ഷേ സ്റ്റാൻഡപ്പിന്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ച് അച്ഛനും അമ്മയൊക്കെ കണ്ടിരുന്നു. പറ്റിച്ചവൻ. മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞോണ്ട് ഉറിഞ്ചണം. ഓക്കെ, അതെ. അപ്പം സ്റ്റാൻഡപ്പിന്റെ ഓഡിയോ ലോഞ്ചിൽ മമ്മൂക്ക ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് ആ ചൂടോടെ ചിക്കൻ എടുത്ത് കഴിച്ചു, ആ ഇതെടുത്ത് വെച്ചു, നല്ല ടേസ്റ്റ് ആണ്. എനിക്ക് കുഴപ്പമില്ല. നിനക്ക് കിട്ടിയാടാ? അവന്മാർ കഴിക്കണില്ല. പറഞ്ഞോ, അത് കഴിച്ചിട്ട് ബാർബിക്യൂ സ്പേസിന്റെ സ്പെഷ്യൽ സാധനം അതൊക്കെ. ASMR ഉണ്ടല്ലോ, ചവയ്ക്കുന്ന സൗണ്ട്. അത് വരണം. ഇഡ്ഡലി പോലെ സ്മൂത്ത് അല്ലേ? മുറ്റു കോഴിയാണടാ. ഓക്കെ, അപ്പൊ അതിനുള്ള ധൈര്യമില്ല. പക്ഷെ മമ്മൂക്കരോട് അഭിനയിച്ചപ്പോ കിട്ടിയ ഒരു ഫീൽ അല്ലേ, മമ്മൂക്കായിട്ടുള്ള സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഒരു കൈൻഡ് ഓഫ് വില്ലനായിരുന്നു അതിൽ. മമ്മൂക്ക കിടിലാണ് ബ്രോ. പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ സെറ്റിലോട്ട് പോയിട്ട് ആൻഡോ ചേട്ടൻ എന്നെ കാരവാനിൽ വിളിക്കുന്നു, പോയി. അപ്പൊ സ്റ്റാൻഡപ്പിന് ശേഷം മമ്മൂക്കെ കാണുകയാണ്, എന്തിവിടെ? ഞാൻ പറഞ്ഞ് വിളിച്ചിരുന്നു വരാനായിട്ട്. എന്ത് പരിപാടി? ഇപ്പൊ ഇങ്ങനെ ഒരു വേദ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അപ്പൊ ഇത് പടമല്ലേ? ആണ്. എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. പുള്ളി ഇങ്ങോട്ട് പിന്നെ ഓക്കെ അല്ലേ, ജോഫിൻ ചേട്ടൻ്റെ അടുത്ത്. ജോഫിൻ ചേട്ടൻ പറഞ്ഞു ഓക്കെ ഉണ്ട് സാർ, എന്നാ പോക്കോ, പോയി ഡ്രസ്സൊക്കെ മാറും, ചെയ്യാം. ഞാൻ മറ്റേ ഇങ്ങനെ എന്തിവിടെ അവസരം തരുന്ന ആരടാ? മെഗാസ്റ്റാറാടാ, മമ്മൂക്കയാടാ. എന്റെ എക്സൈറ്റ്മെന്റ് മൊത്തം അതായിരുന്നു. ശരി മമ്മൂക്ക, വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനമ്മ. അച്ഛൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ചെറിയ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ എക്സാമിനേഷൻ ബോർഡിലാണ്, വരുമാനമുണ്ട്. ശരി, അപ്പൊ ഞാൻ ഇങ്ങനെ ഇറങ്ങി. മമ്മൂക്ക എന്ത് അനുഗ്രഹമായി. ഞാൻ പറഞ്ഞു നമുക്ക് ഫോട്ടോ ബാ. എന്നിട്ട് ഫോട്ടോ എടുത്ത് പോയി. ഫസ്റ്റ് മമ്മൂക്കയും മഞ്ജു ചേച്ചി അഭിനയിക്കുന്നത് ഞാൻ കണ്ടു. മമ്മൂക്കയാണ് എന്നെ മഞ്ജു ചേച്ചിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇത് വെങ്കിടേഷ്, ഹീസ് ഡൂയിങ് സിദ്ധാർത്ഥ് ക്യാരക്ടർ. സൂപ്പർ. അത് കഴിഞ്ഞിട്ട് മമ്മൂക്ക അടുത്ത് അപ്പം ബെസ്റ്റ് ആക്ടറിന്റെ കാര്യം പറഞ്ഞായിരുന്നു? ഇല്ല, അതും പറഞ്ഞില്ല. ഞാൻ വിളിക്കട്ടെ, പറയണ്ട അപ്പോഴേക്ക് എത്ര വട്ടം. അതിനുശേഷം മമ്മൂക്കയും മഞ്ജു ചേച്ചി അഭിനയിച്ചു. അതിനുശേഷം അപ്പൊ നോക്കിയപ്പോ സിങ് സൗണ്ടാ ബ്രോ.
അപ്പം ഇത് കേട്ടിട്ട് ആ മോണിറ്ററിൽ നോക്കുന്ന മമ്മൂക്കയുടെ മോഡുലേഷൻ ഇങ്ങനെ മറ്റേ അരുവി പോലെ ഒഴുകുന്നു. അപ്പം ഞാനങ്ങനെ പോയി മമ്മൂക്ക സൈഡിൽ ഇങ്ങനെ ഇരിക്കുക. മമ്മൂക്ക ഒരു കാര്യം ചോദിക്കാം, പറഞ്ഞോ. നമുക്ക് ഈ വോയിസ് മോഡുലേഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നത് നോക്കിയിട്ട് പറഞ്ഞു, അത് ഒരു ഗുളികയുണ്ട്, രാവിലെയും വൈകുന്നേരം കഴിച്ചാൽ മതി. അപ്പം ഞാൻ ഇങ്ങനെ നിന്ന് അതൊക്കെ തനിയെ ശരിയായിക്കോളും. ചിരിക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ ചിരിച്ച് പറഞ്ഞു അതൊക്കെ ശരിയായിക്കോളും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു കുട്ടിക്കാലത്തെ ഒരു സ്കെഡ്യൂളിൽ അപ്പം ഞാനിങ്ങനെ വന്നിട്ട് ഞാനിങ്ങനെ കുറച്ച് ഷൗട്ട് ചെയ്തു. മമ്മൂക്കയാണ് അപ്പുറത്ത് നിൽക്കുന്ന, ദേഷ്യപ്പെടാൻ പറഞ്ഞ ഡേയ് ഇതാണല്ലോ, ഡേയ് ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാ, ഡേയ് യാറാങ്ക വാടാ, അതാണ് ദേഷ്യം. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോൾ മമ്മൂക്ക പറഞ്ഞു, എടാ ഞാൻ ഇവിടെയല്ലേ നിൽക്കുന്നത്, നീ എൻ്റെ അടുത്തല്ലേ ദേഷ്യപ്പെടുന്നത്, അപ്പൊ നീ കുറച്ച് ടോൺ കുറയ്ക്കും, ഇത്രയും കിടന്ന് അലറണ്ട, ടോൺ കുറച്ചിട്ട് ഒന്ന് പറഞ്ഞേ. അപ്പം ഞാൻ പറഞ്ഞ് അപ്പം ഞാൻ അങ്ങനെ തിരുതി പറഞ്ഞു, ഇത് മതി എടുത്തു. ഷോട്ട് വന്നു, ടേക്ക് മാറി. രണ്ടാമത്തെ ടേക്കും സെറ്റായില്ല. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാവരും കൂടെ വന്നു. മമ്മൂക്ക് വന്നിട്ട് വിട് നിങ്ങൾ ആരും ഉപദ്രവിക്കില്ല എൻ്റെ കുട്ടിയെ. എൻ്റെ അമ്മ സത്യം, എൻ്റെ കുട്ടിയെ നിങ്ങൾ ആരും ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ തള്ളണം. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ മറ്റേ ഇങ്ങനെ എടാ ഉള്ളിൽ ഞാൻ പറയണം, എടാ നിനക്ക് ഇത്രയും വലിയ അവസരം കിട്ടിയിട്ട് മര്യാദയ്ക്ക് ചെയ്യടാന്നുള്ള സെറ്റപ്പില്ല. എന്നിട്ട് അതിനുശേഷം നമ്മൾ നടന്ന് സംസാരിക്കുന്നു, ക്യാമറ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, നമ്മളെ ഫോളോ ചെയ്ത്. അപ്പം ഞാനും നമുക്ക് ഇങ്ങനെ സംസാരിച്ചിട്ട് നമുക്ക് ഒരു സംഭവം പറയുന്നു. അപ്പം തൊട്ട് മുന്നേ ഒരു സംഭവം വന്ന് എൻ്റെ കഴുത്തി ഞെക്കും. അപ്പം ആഫ്റ്റർ എഫക്റ്റ് പോലെ അപ്പം ഇതൊക്കെ കൊടുത്താണ് ഞാൻ വരുന്നത്. അപ്പം മമ്മൂക്ക ഡയലോഗ് പറയുന്നതിൻ്റെ കൂടെ ഞാൻ ഗസ്റ്റ് അപ്പിയറൻസിൽ വരുന്ന രജനീകാന്ത് സാറാണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് സാർ. അത് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് പോഡ്കാസ്റ്റിലൊക്കെ രജനീകാന്ത് സാർ ചിരിച്ചോണ്ടൊക്കെ വരാം. അപ്പം ഇതേപോലെ മമ്മൂക്ക ഡയലോഗ് പറയും, ഞാൻ കട്ട്. പുള്ളി ഡയലോഗ് പറയുമ്പോൾ നമ്മളിങ്ങനെ കിടന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ പുള്ളിയുടെ ഡയലോഗ് ഓവർലാപ്പ് ചെയ്യും. ഞാൻ സിങ് സൗണ്ട് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും പോയി ഇങ്ങനെ പോയപ്പോഴത്തേക്കും നേരത്തെ ഒരാൾ എന്നെ ഞെക്കി, എൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എൻ്റെ ശരീരത്തിലില്ല, ഒരു കിതപ്പോ അല്ലെങ്കിൽ ഒരു തളർച്ചയോ ഇല്ല. അപ്പോൾ ഡയറക്ടർ ഒന്ന് ഇങ്ങനെ വന്ന് ഇത് പറഞ്ഞു അയ്യോ ഞാനത് പറയാൻ വിട്ടുപോയി. മമ്മൂക്ക ഞാനാണ് ചിന്തിക്കേണ്ടതാണ് എൻ്റെ മനസ്സിൽ, ഞാനത് പറഞ്ഞില്ല. അയ്യോ ഞാൻ പറയാൻ വിട്ടുപോയി, അത് എൻ്റെ മിസ്റ്റേക്കാ. എന്നെ ഒരു കൊച്ചിനെ പോലെ അദ്ദേഹം നോക്കിയടാ. ഞാൻ ഉള്ളതുപോലെ പറയാം. പക്ഷെ എനിക്ക് ആ അവസരം കിടിലമായിട്ട് എനിക്ക് ഉപയോഗിക്കായിരുന്നു. ആ ഒരു റിഗ്രറ്റ് ഉണ്ട്. പക്ഷെ എൻ്റെ ഡയറക്ടർ ഹാപ്പിയാണ്, എൻ്റെ ഡയറക്ടർ ഞാൻ ചെയ്തതിൽ ഹാപ്പിയാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരാളുടെ കൂടെ നമുക്ക് കിട്ടിയ ഈ പരിപാടി കുറച്ചും കൂടെ കയറ്റി അടിക്കായിരുന്നു, കുറച്ചും കൂടെ പവറായിട്ട് സെറ്റ് ചെയ്തെടുക്കായിരുന്നു എന്നൊക്കെ ഒരു സംഭവമുണ്ട്. പക്ഷെ മമ്മൂക്ക ഒരു ഭയങ്കര കിടില മനുഷ്യനാണ്. കിങ്ഡത്തിന് ശേഷം മമ്മൂക്ക വല്ലതും ഇല്ലില്ല. ഓക്കെ. എന്തെങ്കിലും മമ്മൂക്കയുടെ നമ്പർ ഉണ്ടാകില്ലേ? മമ്മൂക്കയുടെ നമ്പർ ഉണ്ട്. മമ്മൂക്കയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ വേദയുടെ പോസ്റ്റർ മമ്മൂക്കയാണ് ഷെയർ ചെയ്തത്. ഞാൻ മെസ്സേജ് മമ്മൂക്ക ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് വരാൻ പറ്റുമോ, എനിക്ക് ഇങ്ങനെ മെസ്സേജ്, ഞാൻ ഷൂട്ടിലാണ്, പോസ്റ്റർ എന്തായാലും ഞാൻ ഷെയർ ചെയ്തേക്കാന്ന്. മമ്മൂക്ക വാട്സപ്പിൽ ഭയങ്കര ആക്റ്റീവാണ്, ഇങ്ങനെ സംഭവം സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ആക്റ്റീവാണെന്ന് റെസ്പോണ്ട് ചെയ്യും. അപ്പം എൻ്റെ പോസ്റ്ററൊക്കെ മമ്മൂക്ക ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഈവൻ ജോർജ് ഏട്ടനാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. കിങ്ഡത്തിൻ്റെ സ്പീച്ച് വന്നതിന് ശേഷം ജോർജ് ഏട്ടൻ എനിക്ക് മെസ്സേജ് എടാ ഭയങ്കര സന്തോഷം, അടിപൊളിയാവട്ടെ എന്തായാലും എന്നുള്ള രീതിയിൽ. കിടിലാണ് ബ്രോ. അവരിത്ര ഏതൊക്കെയോ അവർ ചെയ്യാത്ത ക്യാരക്ടേഴ്സ് ഇല്ല, ചെയ്യാത്ത പരിപാടികളില്ല. ഭയങ്കര പാടാണ് ബ്രോ ഈ ഒരു പ്രോസസ്സ്. കാരണം നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ 6ാമത്തെ സിനിമയാണ് കിങ്ഡം. പക്ഷെ ഇനി 7ാമത് ചെയ്യുമ്പം ഇത്രയും ഇതിൽ നിന്നൊരു റിപ്പീറ്റേറ്റീവ് ഇല്ലാത്തൊരു സാധനം ചെയ്യുക എന്നുള്ളൊരിതാ. നമുക്ക് എത്രയോ പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്. ഈ പോലീസ് വേഷം എടുത്ത് ഏത് നോക്കിയാലും ഒന്നിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. 400 പടം ചെയ്തടാ ഇത് അപ്പം ഇത് ലൈക്ക് ഈവൻ ലാലേട്ടൻ ആണെങ്കിൽ, ലാലേട്ടൻ എന്താ പരിപാടി, ലാലേട്ടൻ ഇപ്പം നമ്മൾ നോക്കി കിലുക്കൻ ചെയ്യുന്നു, മിന്നാരം ചെയ്യുന്നു, ഒരേ ഗെറ്റപ്പാണ്, ഒരേ ഹെയർ സ്റ്റൈലാണ്, ഒരേ ബോഡി ലാംഗ്വേജ് ആണ്, ഒരേ പരിപാടിയാണ്. രണ്ടും രണ്ടാണ്. കിലുക്കത്തിൽ ജോജിയെ കാണുമ്പോൾ നമുക്കറിയാം അവൻ്റെ പൈസ ഇല്ലയെന്ന്, മിന്നാരത്തിൽ ഇയാളെ കാണുമ്പോൾ നമുക്കറിയാം ഇയാളുടെ പൈസ ഉണ്ട്. ഇവർ എന്തൊക്കെ പരിപാടിയാണെന്നുള്ളത് കാരണം ഇത്രയും പടം ചെയ്തിട്ട് ഇപ്പം പോലും നമുക്ക് ബ്രഹ്മയുഗത്തിൽ മമ്മൂക്കെ ഞാൻ കണ്ടിട്ടില്ല അതിന് മുന്നേ ഒരു സിനിമയിലും. ഇപ്പം ലാലേട്ടൻ്റെ ഇപ്പം ഹൃദയപൂർവ്വം വരെ ഇറങ്ങി. ഞാൻ ആ ക്യാരക്ടർ ലാലേട്ടൻ്റെ ഒറ്റ പടത്തിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ലാലേട്ടൻ പെർഫോം ചെയ്ത രീതിയൊന്നും. അത് ഭയങ്കര ഒരു ലേണിംഗ് ആണ് ബ്രോ. അടിപൊളി. അതെ. ഈ ബെസ്റ്റ് ആക്ടറിന്റെ ഞാൻ വെങ്കി പറയുമ്പോൾ ആ ട്രാക്കിലൂടെ ഞാനും പൊക്കിയോണ്ടിരിക്കുന്നു. എടുത്ത് കഴിക്കത്
ഇല്ലല്ല കുഴപ്പമില്ല. ഈ വെങ്കി പറഞ്ഞപ്പോൾ ആ ട്രാക്കിലൂടെ ഞാൻ സഞ്ചരിക്കായിരുന്നു. വെങ്കി ഇപ്പം മലയാളത്തിൽ ഒരുപാട് സിനിമ, ഇപ്പം ലാലേട്ടൻ്റെ ആയാലും മമ്മൂക്കയുടെ ആയാലും കുറേ ക്യാരക്ടറുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇന്നൊരു ക്യാരക്ടർ എനിക്ക് ചെയ്താൽ കൊള്ളാം, എനിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന്. മമ്മൂക്ക ഏതൊരു സിനിമ ആയിക്കോട്ടെ, അങ്ങനെ ഒരു ക്യാരക്ടർ കൊതിച്ചിട്ടുള്ളൊരു ക്യാരക്ടർ ഏതായിരിക്കും മലയാള സിനിമയിൽ? അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടർ ഇപ്പൊ കണ്ടോണ്ടിരിക്കും, അയ്യോ ഇത് എനിക്ക് പറ്റിയ അങ്ങനത്തെ ഒരു സംഭവം എന്റെ മൈൻഡിലില്ല. അയ്യോ അത് ഭയങ്കര ബ്രോ, അത് ഭയങ്കര പാടാണ് ബ്രോ. നമുക്ക് കാണുമ്പോ തോന്നും ഇവരെന്ത് ഈസി ആയിട്ടാ ചെയ്യുന്നത്. പറ്റൂല. ഇപ്പൊ മുള്ളംകൊല്ലി വേലായുധനൊന്നും ആർക്കും ചെയ്യാൻ പറ്റൂലത്. കുട്ടിത്തമുണ്ട്, എല്ലാം ഉണ്ട്, അതൊന്നും തൊടാൻ പറ്റൂല. തനിയാവർത്തനം ഒന്നും ആർക്കും പിടിച്ചാൽ കിട്ടുന്ന പരിപാടിയല്ല അത്. വേറെന്തോ ഒരു സംഭവമാണ്. ഭൂതക്കണ്ണാടിയൊക്കെ വേറെന്തോ ഒരു മൂഡാണത്. ബ്രഹ്മയുഗം വേറെന്തോ മൂടാണ്. നമുക്ക് അതൊന്നും അല്ല. നമുക്ക് വേണം ഇങ്ങനെ ആലോചിക്കാം. ഗാന്ധർവം പോലൊരു പടം നമുക്ക് ചെയ്യാം. അതുപോലൊരു പടം, അങ്ങനത്തെ ആലോചന സംഭവങ്ങളൊക്കെ. ഇപ്പൊ കിലുക്കം പോലൊരു പടം റൊമാൻറ്റിക് ആണോ കൂടുതലും ആപ്റ്റ് ആവുന്നത്, അതോ വില്ലൻ വേഷമാണോ കൂടുതൽ വെങ്കിക്ക് ചെയ്യാൻ ഏറ്റവും ഈസി എന്ന് പറയുന്നത്? എല്ലാം പാടാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഒരു പ്രോപ്പർ റൊമാൻസ് ഒന്നും ചെയ്തിട്ടില്ല ബ്രോ. എനിക്ക് അത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് വരാല്ലേ? തെലുങ്കിലെ വരെയല്ലേ? തെലുങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും ഓക്കെ ആയിട്ടില്ല. മലയാളത്തിലും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ തെലുങ്കിൽ എത്ര സ്ക്രിപ്റ്റാ വന്നത് ആക്ച്വലി? അങ്ങനെ കൗണ്ടൊന്നും എനിക്ക് അറിഞ്ഞു ബ്രോ. എന്നാലും അത്യാവശ്യം വന്നു. എന്റെ ലൈഫിൽ എനിക്ക് ഇത്രയും സ്ക്രിപ്റ്റ് വരുന്നത് നീ സംസാരിക്കുന്നതൊക്കെ തെലുങ്കിൽ చెప్పండి ഒന്ന് കേൾക്കണം. నాకు కొంచెం తెలుగు తెలుసు, పెద్దగా నాకు మాట్లాడేది അത്രയ്ക്കൊന്നും വലിയ ആളായിട്ടില്ല. ഓക്കെ. പക്ഷേ ഇത് ഈ സ്ക്രിപ്റ്റും സംസാരിച്ചൊക്കെയാണ് ഈ തെലുങ്കിലൊക്കെ ഇങ്ങനെ പേസുന്നത്. అవును ഔതു అవును అవును അവനു అవును അവനു അല്ലടാ അവനു. ഓ അടിപൊളി. പിന്നെ ഈ കിങ്ഡത്തിൽ സ്വന്തം വോയിസ് ആണോ? അവനു വിട്ട് കളിക്കാൻ പറഞ്ഞു. അതെ, എനിക്ക് മനസ്സിലായി. ഗൗതം സാർ എന്നെ കണ്ടപ്പോഴേ എന്നോട് പറഞ്ഞിരുന്നു, യു ഷുഡ് ഡബ് ദിസ് ഫിലിം. ഞാൻ പറഞ്ഞു സാർ ഞാൻ ഡബ് ചെയ്യാം, എനിക്ക് പാളിയാലും കുഴപ്പമില്ല ബ്രോ, എനിക്ക് ഡബ് ചെയ്യണം ബ്രോ. അപ്പം അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം എനിക്ക് അത് ചെയ്യാൻ കിട്ടി. തമിഴ് ഞാനാ ചെയ്തത്, മലയാളം ഞാനാ ചെയ്തത് നെറ്റ്ഫ്ലിക്സിൽ. അപ്പം ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഇവരെന്നെ വിളിച്ചിരുന്ന ഞാൻ ഹിന്ദിയും പോയി ഡബ് ചെയ്തേനെ. പക്ഷെ എനിക്ക് കുറച്ച് സമയം എടുക്കും. ഇപ്പൊ ഡയലോഗ് കേട്ട് ഹിന്ദി നഹി മാലും, പക്ഷെ എന്നാലും നമ്മൾ ശ്രമിക്കും. അപ്പം അങ്ങനത്തെ കുറെ ഭാഗ്യങ്ങൾ ഇപ്പം ഫസ്റ്റ് ടൈം എനിക്ക് കിങ്ഡത്തിലൂടെ കിട്ടുന്നത്. വെങ്കിയുടെ അടുത്ത് ഇങ്ങോട്ടാണോ റെമ്യൂണറേഷൻ പറയുന്നത്, അതോ വെങ്കി അങ്ങോട്ടാണ് ആവശ്യപ്പെടുന്നത്? എനിക്ക് ഇന്ന എമൗണ്ട് ആണ് എന്ന് പറയുന്നത് എത്രയൊന്നും? തെലുങ്കിൽ എന്താന്ന് വെച്ചാൽ മാനേജർ എന്ന് പറഞ്ഞൊരു കൾച്ചർ ഉണ്ട്. അപ്പം അവരായിരിക്കും നമുക്ക് സിനിമ തരുന്നത്. അപ്പം ഈ പ്രൊഡക്ഷനിൽ നിന്ന് അവരെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യും. ഒരാൾ കോണ്ടാക്ട് ചെയ്യും, അവര് നമ്മളെ വിളിക്കും. വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് അവരാ. അപ്പം എൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയണ്ട. എനിക്ക് ആദ്യമായിട്ടാണ് പടത്തിന് അസിസ്റ്റന്റ്. അപ്പൊ അതെല്ലാം ഈ പടത്തിൽ എനിക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ. കാരവൻ ഉണ്ടായിരുന്നു. കാരവൻ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കരമായിരുന്നു. കാരവൻ ഇതിന് മുന്നേ എനിക്ക് കിട്ടിയിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കേറിയിട്ടുണ്ട്, നമ്മൾ മേക്കപ്പ് ചെയ്യും, നമ്മൾ പുറത്തിറങ്ങും. പക്ഷെ ഇത് എന്റെ പേരിൽ എനിക്കായിട്ടൊരു കാരവൻ സ്പേസ്. അതായത് മാഹി മച്ചാൻ ലൈഫിൽ ഇനി വലിയൊരു ഡ്രീം വേൾഡിൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് വെങ്കി ഇപ്പൊ എക്സ്പീരിയൻസ്. അപ്പൊ മാനേജർ ആയിട്ടുള്ള വിഘ്നേഷ് ഉണ്ടായിരുന്നോ കൂടെ? ഇല്ല, വിഘ്നേഷ് ഇവിടെ ആയിരുന്നു, കട നോക്കി നടത്തണ്ടേ, ഇഡലി മാവ് ഒഴിച്ചോണ്ടിരിക്കും. അമ്മയെ കൊണ്ടുപോയായിരുന്ന ഈ കിങ്ഡത്തിന്റെ ഇതിന് ഒന്നും കൊണ്ടുപോയില്ല? ഇല്ല. ഫാമിലി കൊണ്ടുപോയിരുന്നല്ലോ. അമ്മയെ കൊണ്ടുപോകാമായിരുന്നു, പക്ഷെ ഉള്ളില് കാരണം ഞാൻ എന്താണ് അവിടുത്തെ സെറ്റപ്പ് എന്ന് എനിക്കും അറിഞ്ഞൂടാ ബ്രോ. എനിക്കിത് പക്ഷെ ഞാൻ എന്തായാലും അടുത്ത വർഷം ഒരു അവാർഡ് വാങ്ങിക്കുമ്പോൾ ഞാൻ അമ്മയും കൊണ്ടുപോകും. അമ്മയും കൊണ്ട് സ്റ്റേജിൽ കിട്ടണം. ഈ കിങ്ഡത്തിന് മുന്നേയും കിങ്ഡത്തിന് ശേഷവും ലൈഫ് സ്റ്റൈലിൽ വന്ന ഡിഫറൻസ് എന്തൊക്കെയാണ്? സ്ക്രിപ്റ്റുകൾ വരുന്നു, സ്ക്രിപ്റ്റുകൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. നായകനായിട്ട് കുറെ പേര് എന്നെ പരിഗണിക്കുന്നുണ്ട്. ഒരു സെൽഫ് ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ. സെൽഫ് ഡെവലപ്മെന്റ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഭയങ്കരമായിട്ടില്ല ബ്രോ. സെൽഫ് ഡെവലപ്മെന്റ് എനിക്ക് ഇപ്പം നിങ്ങൾ പ്രീസ്റ്റിന് ശേഷമോ അല്ലെങ്കിൽ വേദയ്ക്ക് ശേഷമോ നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. കാരണം അന്ന് കുറച്ചും കൂടെ പേടിയുള്ള വ്യക്തിയായിരുന്നു, കുറച്ചും കൂടെ കോൺഫിഡൻസിന്റെ ഒരു പ്രശ്നമുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. അപ്പം ദൈവം സഹായിച്ച് എനിക്ക് ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല. എന്നിട്ട് ഞാൻ ഓവർ കോൺഫിഡൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ കാര്യത്തിൽ ഞാൻ സംസാരിക്കുന്ന രീതിയിൽ ഞാൻ ആരും ഉപദ്രവിക്കുന്നില്ല. അപ്പം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരു വെളിപാടാണ്. കിങ്ഡത്തിന് ശേഷമുള്ള മാറ്റം എന്ന് പറയുന്നത് ബേസിക്കലി ഇതാണ് ബ്രോ. എനിക്ക് കഥകൾ വരുന്നുണ്ട്, എന്നെ ആൾക്കാർ നായകനായിട്ട് വെച്ച് പരിഗണിക്കുന്നുണ്ട്, കോളുകൾ വരുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം മെസ്സേജസ്. വന്ന കഥകളിൽ എത്രയാണ് റിജക്ട് ചെയ്ത്?
അയ്യോ അത് പറയണ മോശം ബ്രോ. പിന്നെ സത്യം സത്യം വരുമല്ല, റിജക്ഷൻ വരുമല്ല, നമുക്ക് അങ്ങനെ ഈ റിജക്ഷൻ ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ബ്രോ, അതായത് ചില സംഭവം നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എടുത്താൽ പൊങ്ങൂലെന്ന്. ഓക്കെ, നമ്മൾ എന്തായാലും നമുക്ക് ഊക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് കിട്ടും, നമുക്ക് എടുത്താൽ പൊങ്ങൂലെന്ന് നമുക്ക് അറിയാം. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാരണം നമ്മൾ ഒരിക്കലും നമ്മൾ പൈസയുടെ പേരിൽ പടം ചെയ്യരുത് എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ട് ബ്രോ. നമുക്ക് ഏറ്റവും മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംഭവം നമ്മൾ വരുന്നു, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഓക്കെ, ഇവർ ഇത്രയും രൂപ തരാന്ന് പറഞ്ഞ് പോയി അഭിനയിക്കാം, പോയി നമുക്ക് സെറ്റ് ചെയ്തിട്ട്, അതല്ല ബ്രോ. അത് എനിക്ക് എൻ്റെ മൈൻഡിൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം എന്തോ ദൈവം സഹായിച്ച് എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ റിജക്ഷനെ പറ്റിയിട്ട് പറയാനും ഞാൻ ആളല്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പോഡ്കാസ്റ്റിൽ വരുന്ന ഗസ്റ്റ് അപ്പിയറൻസ് ആണ് രജനി സാർ, ഫോണിൽ കൂടെ വരുന്നുണ്ട്. അപ്പൊ കൂലി സിനിമയുടെ സെറ്റിന് പോയിട്ട് രജനി സാറിനെ കണ്ട എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എന്തായിരുന്നു സംഭവം, എങ്ങനെയായിരുന്നു അവസരം കിട്ടിയത്? ബ്രോ, ഞാൻ കുറേ വർഷങ്ങളായിട്ട് രജനി അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അച്ഛന് വ്യക്തമായിട്ട് അറിയാം, അതായത് അച്ഛൻ്റെ എനിക്ക് കിട്ടിയ ഞാൻ ഒരു ക്വാളിറ്റി എന്ന് തന്നെ പറയാം, ഞാനൊരു രജനി ഫാനാണ്. അപ്പം ഈവൻ ഞാൻ 10th എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ശിവാജി ഇറങ്ങിയ ദിവസം ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, ഞാനും അച്ഛനും ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശിവാജി തിയേറ്റർ സെലിബ്രേഷനും പാലഭിഷേകവും രജനീകാന്തിന്റെ പരിപാടി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പത്മനാഭയെന്ന്, ഞാൻ നെടുമങ്ങാട് റാണിയില് ചോദിച്ചില്ല. അപ്പം അങ്ങനെ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുറേ ഈവൻ ഇപ്പം വേട്ടേൻ്റെ ഷൂട്ട് ട്രിവാൻഡ്രത്ത് നടന്നപ്പോൾ പോലും രജനി സാറിനെ എൻ്റെ പ്ലഷർ വണ്ടി വെച്ച് ഞാൻ ചേസ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, സത്യം. പക്ഷെ നടന്നില്ല. ഫൈനലി കിങ്ഡത്തിൽ ഗിരീഷേട്ടൻ എന്നെ ഒരു ദിവസം ഷൂട്ട് ചെയ്തല്ലോ, അതിനുശേഷം ഗിരീഷേട്ടൻ കൂലിയിൽ പോയി. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗിരീഷേട്ടാ അതിനെന്താ വിളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ കിങ്ഡത്തിലെ അസിസ്റ്റന്റ് രജനി സാറിന് വേണ്ടിയിട്ട് ഒരു കോമിക് ബുക്ക് റെഡിയാക്കി, വേർ ഈസ് രജനി എന്ന് പറഞ്ഞിട്ട് ഒരു തലൈവർ ഫാൻ ബോയ് ഒരു കോമിക് ബുക്ക്. അപ്പം അത് പ്രസന്റ് ചെയ്യാനായിട്ട് ഗിരീഷേട്ടൻ സെറ്റ് ചെയ്ത് തന്നു മീറ്റിംഗ്. അങ്ങനെ അവൻ എന്നെ വിളിക്കുന്നു, അവൻ ഗിരീഷേട്ടൻ്റെ കെയർ ഓഫിൽ കൂലി സെറ്റിൽ പോവുകയാണ്. അന്ന് ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ടാണ് കൂലിയുടെ. അതാണ് ഫ്ലാഷ് ബാക്ക് സീക്വൻസ്. രജനീകാന്ത് അത് എ എന്ന് പറഞ്ഞ ഡി ഏജിങ് ആണത്. ബീഡി ഫ്ലിപ്പ് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഇങ്ങനെ കത്തിച്ചിട്ട് ബീഡി, ഇത് ഞാൻ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ അന്നാണ് പോകുന്നത്. ഞാൻ അന്ന് പോയപ്പം പുള്ളി തന്നെ ചെയ്ത്. ഞാൻ പോയപ്പോഴത്തേക്കും പുള്ളി അവരിങ്ങനെ ചെയറിലിരിക്കുന്നു. ചെയറിലിരുന്നിട്ട് മേളിലുള്ള ഒരു കുറച്ച് ആൾക്കാരുടെ അടുത്ത്, അതായത് കൊച്ചു നാഗാർജുനയൊക്കെ അവിടെ ഇരിപ്പുണ്ടല്ലോ, അവരുടെ അടുത്ത് കൊച്ചമീർ ഖാൻ അവിടെ ഇരുന്നിട്ട് അവര് മറ്റേ ഇങ്ങനെ ഒരു ആക്ഷനൊക്കെ രജനീകാന്ത് കാണിക്കുക. അപ്പൊ ഇതെല്ലാം ഞാൻ മോണിറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രജനീകാന്ത് അഭിനയിക്കണം ഞാൻ കാണുന്നത്. അതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം ബ്രേക്ക് വന്നപ്പോഴേക്കും ഗിരീഷേട്ടൻ പരിചയപ്പെടുത്തി, ലോകേഷ് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി. ഇങ്ങനെയാണ് പടത്തിൽ ഇവനാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ലോകേഷ് അദ്ദേഹം രജനി സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട്, സാർ ഇവർ உங்களுக்கு பார்க்கறதுக்காக வந்திருக்கேன், இந்த பையன் ஒரு காமிக் புக் உங்களுக்காக ரெடி பண்ணி வச்சிருக்கேன், அண்ட் இவர் ஆர்டிஸ்ட் അയ്യായി. ഓ ഹായ് വണക്കം. അപ്പം അങ്ങനത്തെ രീതിയിൽ പുള്ളി വന്നു, കണ്ടു ഞാൻ ഉള്ള രീതിയിൽ വന്ന് പുള്ളി ഇരിക്കുന്നു, ആക്ഷൻ പറയുന്നു, പുള്ളി വരുന്നു. അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് മറ്റേ ഒരു ഇതിൽ ഇഴച്ചോണ്ട് വരും, ഒരു പുള്ളി ഇങ്ങനെ ഇഴച്ചോണ്ട് വരുന്ന ഷോട്ട്. അതിനുശേഷമാണ് ഇവിടെ ക്യാമറ വയ്ക്കുന്നു, ഫോളോ ചെയ്യുന്നു, മോണിറ്ററിന്റെ ബാക്കിലിരിക്കുന്നു. അന്ന് വേറൊരു BGM ആയിരുന്നു അനിരുദ്ധ് ഇട്ടിരുന്നത്, ലൈവില് BGM പോകുന്നുണ്ട്. വരുന്നടാ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നിങ്ങനെ, അത് ആക്ഷനാണ്. കത്തിച്ചിട്ട് ഇവിടെ ഇരിക്കണ ഫ്രെയിം, മോണിറ്ററിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഞാനും ഇങ്ങനെ ഇരിക്കുന്നു, പിടിച്ചു മാറ്റൂലല്ലോ, നമ്മള് ഗിരീഷേട്ടന്റെ കെയർ ഓഫാ. നമ്മൾ ഇരിക്കുന്ന ഇങ്ങനെ ഒരു സംഭവം ഫ്ലിപ്പ് ചെയ്തിട്ട് ഒരു ചെറിയ ചിരിയൊക്കെ വെച്ചിട്ട് പുള്ളി നടന്നു പറഞ്ഞു. തിയേറ്റർ അല്ല സെലിബ്രേഷൻ, അവിടെ ഞാൻ കൈയടി, അവിടുത്തെ ആൾക്കാർ കൈയടി. അവിടെ കൂലി അതിലൊരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു 900 പേരുണ്ട്. ഓരോ ഷോട്ടിലും കൈയടി, ഓരോ ഷോട്ട് കഴിയുമ്പോഴും കൈയടി. രജനീകാന്ത് നടന്ന കൈയടി, ഇരുന്ന കൈയടി, സംസാരിച്ച കൈയടി. അത് പുള്ളി സ്റ്റാറാണ് ജീവിതത്തിലും സിനിമയിലും. അതെനിക്ക് അതിനുശേഷം നമ്മളിങ്ങനെ നിൽക്കുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ വന്നിട്ട് പുള്ളിയുടെ രോമാഞ്ചത്തിൽ നിന്നായിരിക്കും പുള്ളി തീ കത്തിക്കുന്നത്. ഇവിടെ ഭയങ്കര അവിടെ ക്ലാപ്പടി പുള്ളിക്ക് ഇങ്ങനെ പൊങ്ങി പുള്ളി ആള് ക്യാമറയുടെ ഫ്രണ്ടില് ഒന്നുമില്ല, പുള്ളിയുടെ മുഖത്ത് നമ്മൾ കണ്ണെടുക്കില്ല. അതിനുശേഷം നമ്മളിങ്ങനെ നിൽക്കുന്ന പുള്ളി ഇങ്ങനെ പോയിട്ട്
ചിരിച്ചിട്ട് പറഞ്ഞ് ഇപ്പോൾ ഒരു ഷൂട്ടുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ എടുത്താൽ മതിയാ. ഫോട്ടെ ഞാൻ മറ്റേ ഇങ്ങനെ കുഴപ്പമില്ല. അപ്പം ലോകേഷ് ഇവർ வந்து വെയിറ്റ് പண்றாங்க. സോ അപ്പോൾ പറഞ്ഞു ലോകേഷ് പറഞ്ഞു നമുക്ക് അടുത്തൊരു സീൻ കഴിഞ്ഞിട്ട് എടുത്താൽ മതിയോ, കാരണം നമുക്ക് വിഗൊന്നും മതി സാർ, നമുക്കൊരു കുഴപ്പമില്ല. നമ്മളിങ്ങനെ നിൽക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ കോള് വരുന്നത് രജനീകാന്ത് വിളിക്കണമെന്ന്. നേരെ പോയി ക്യാരവാനിൽ പോയപ്പോഴത്തേക്കും അല്ല, ഞാൻ അടുത്ത സീനിലൊക്കെ നിന്നാ ലേറ്റ് ആവും, നിങ്ങൾക്ക് തിരിച്ച് പോകാനുള്ളതല്ലേ വീട്ടിലേക്ക്. ഞാൻ ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കാം. എടാ എന്റെ ഇത്ര വർഷത്തെ ഡ്രീമടാ. കാര്യം പറഞ്ഞു ഞാൻ വല്ലതും വരോ വായിക്കാത്ത എനിക്ക് വരുന്നുണ്ടോ? ഞാൻ നിന്റെ നിഴലായിരുന്നു ഞാൻ സംസാരിക്കണം. നിഴലെ ചുമ്മാരി സാർ അവൻ പേസൂല സാർ, ഞാൻ പേസാ. മമ്മൂക്കെ കണ്ടിട്ട് നിങ്ങൾ അത് പറഞ്ഞു, രജനീകാന്തിനെ കണ്ടിട്ട് അതെന്തെന്നറിയാമോ, അവൻ പോകുന്ന ട്രാക്ക് കറക്റ്റ് ആണ്. അവന്റെ ഉള്ളിലൊരു ഇതുണ്ട്, ആരെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കെട്ടിപ്പിടിച്ച് സാർ, എനിക്ക് വീട്ടുകാരും എല്ലാം സാറിന്റെ ഭയങ്കര ഫാനാണ്. കെട്ടിപ്പിടിച്ച് അയ്യോ താങ്ക് യു ഓട്ടോഗ്രാഫ് എഴുതി. പുള്ളി ഫോട്ടോ എടുത്തു. ബാക്കിയുള്ള രണ്ടുപേരുടെ മുമ്പേ ഫോട്ടോ എടുത്തു. അപ്പോൾ എൻ്റെ ഫോട്ടോ എടുക്കാൻ നേരത്തെ ബാക്കിലൊരു ലൈറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഓഫ് ചെയ്തു. ഫോട്ടോ എടുത്തേ. ഞാൻ മാറിയതും നേരത്തെ ഫോട്ടോ എടുത്തില്ല നിങ്ങൾ, നേരത്തെ എന്തോ ലൈറ്റിന്റെ ഗ്ലെയർ ഉണ്ടെന്ന് തോന്നുന്നു, ഒന്നും കൂടെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ നേരത്തെ നിന്നവരെ വീണ്ടും നിർത്തി ഫോട്ടോ എടുപ്പിച്ചിട്ട് താങ്ക് യു കേട്ടോ, താങ്ക് യു എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ മറ്റേ ഇങ്ങനെ മറ്റേ അളിയ അത് ഫെബ്രുവരി 14 ആയിരുന്നു എൻ്റെ വാലന്റൈൻസ് ഡേ ആം വിത്ത് തലൈവർ. നല്ല കാര്യം. എന്റെയും തലൈവർ ഞാൻ ഇങ്ങനെ ഞാൻ ആരാധനയ്ക്ക് മേളിലൊരു മനുഷ്യനാണ് എനിക്കത്. എന്റെ ലൈഫിൽ ഒരു കോമിക് ബുക്ക് ഇറക്കും. കാണണ്ടേ ഗിരീഷണ്ണ നമ്പർ അപ്പൊ ഇതിനു മുന്നേ ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. രജനി സാറിന്റെ വീട്ടിലേക്ക് പോയപ്പോഴത്തേക്ക് അവിടെ ഉള്ളവർ പറഞ്ഞു 15 മിനിറ്റിന് മുന്നേ സാർ വാക്ക് ചെയ്ത് അകത്ത് കയറിയതേ ഉള്ളൂ. അവിടെ പോയി സെക്യൂരിറ്റി പുറത്ത് വിട്ടില്ല. അപ്പൊ ഞാൻ ഫ്രണ്ടിന്ന് ഒരു ഫോട്ടോ എടുത്ത ഫോണിൽ രജനീകാന്ത് എന്നുള്ള ബോർഡ് ഉണ്ടല്ലോ, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് ഒരു നാൾ ജയിലറിന്റെ വിജയം. അതെനിക്ക് അതെന്റെ ഫെബ്രുവരി 14 ബ്രോ. അത് അല്ല ഞാൻ പറഞ്ഞത് ആ ദിവസം എന്ന് പറയുന്നത് എന്റെ ഫെബ്രുവരി 14 എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റിയതും വീട്ടിൽ വിളിച്ചു പറഞ്ഞ അമ്മയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര ഞാൻ കൊണ്ടുപോകും എന്നെങ്കിലും എനിക്ക് അടുത്തൊരു അവസരം ഞാൻ ഉണ്ടാക്കി വീട്ടുകാരെ ഞാൻ കൊണ്ടുപോകും രജനി സാറിന്റെ അടുത്ത്. അത് കട്ട് ആൻഡ് റൈറ്റാ. അടിപൊളി. ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ട് ആ സിനിമ കാണാൻ പോയപ്പം ആ സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് പോയ മൊമെന്റ്സ് വല്ലതും ഉണ്ടോ? ഇല്ല. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചപ്പോൾ പോലും എന്റെ സീന് പടത്തിലുണ്ടായിരുന്നു. അത് ഭയങ്കര ഭാഗ്യമാണ്. ഞാൻ ഭയങ്കര ഭാഗ്യമുള്ളവനാണ് ബ്രോ. കാരണം വെളിപാടിന്റെ പുസ്തകത്തിൽ ഒരു ഡയലോഗും ഇല്ല എന്ന് പറഞ്ഞ് എന്നെ വരുത്തിയിട്ട് എനിക്ക് ഡയലോഗുകൾ തരുന്നു. അവിടെ നിന്ന് പണ്ടോട്ട് ഒരു പരിചയമില്ല എനിക്ക് അല്ലേട്ടനുമായിട്ട്. അല്ലേട്ടൻ എനിക്ക് അവസരങ്ങൾ തരുന്നു. എന്നെ ഇതുവരെ എത്തിച്ചത് ഇതുപോലത്തെ കുറെ മനുഷ്യരാണ്. ഇവർക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇവർ വന്ന് എനിക്ക് അവസരം തന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പം എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്ന ബ്രോ, ഇപ്പം എനിക്ക് സാറ്റലൈറ്റ് വാല്യൂ ഇല്ലാത്തതിൻ്റെ പേരിൽ കുറച്ച് എനിക്ക് എൻ്റെ പടങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട്. അത് അവരുടെ തെറ്റല്ല. അവർ പൈസ ഇറക്കുകയാണ്. പൈസ ഇറക്കുമ്പോൾ തിരിച്ച് കിട്ടണ്ടേ? അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ ആ ബേസിസിൽ. അപ്പം എനിക്ക് ആ ഒരു ബാങ്കബിൾ ആക്ടർ ആവണം ബ്രോ. അതാണ് എൻ്റെ അൾട്ടിമേറ്റ് എയിമും എൻ്റെ എല്ലാം. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതും. പാരലലി ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടും ഞാനും അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെ വെച്ച് ഞങ്ങളിങ്ങനെ ഒരു പരിപാടി എഴുതുന്നുണ്ട്. അതും പാരലലി പിച്ച് ചെയ്യാനായിട്ട്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ ശ്രമങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. ഞാൻ അവിടെ വെച്ച് പറഞ്ഞ പോലെ തന്നെയാണ് ബ്രോ, എനിക്കൊരു ഐ വോണ്ട് ടു ബി എ ഹീറോ. എനിക്കൊരു സ്റ്റാർ ആവണം, ഒരു ബാങ്കബിൾ ആക്ടർ ആവണം. എനിക്ക് എൻ്റെ കൂട്ടുകാരന്മാർ അല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു കഥ വരുമ്പം ആ കഥ അടിപൊളിയാണെങ്കിൽ ആ പ്രോജക്റ്റ് എനിക്ക് ഓണാക്കാനുള്ളൊരു കെൽപ്പ് എങ്ങനെയെങ്കിലും അത് ഉണ്ടാക്കണം ബ്രോ. അതൊരു ഭയങ്കര ക്രെഡിബിലിറ്റിയാണ്. ഒരാളെ വെച്ച് ഒരു പ്രൊഡ്യൂസർ ഒരാളെ വെച്ചൊരു പടം ചെയ്യാന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ഭാഗ്യമാണ്. ഇപ്പം എനിക്ക് വരുന്ന പടങ്ങളിൽ പലതും പ്രൊഡ്യൂസർ ഉള്ളതാണ്. അപ്പം അത് എൻ്റെ ഭാഗ്യമാണ്. പക്ഷെ എനിക്ക് അൾട്ടിമേറ്റ്ലി അതിൽ നിന്ന് എനിക്ക് നല്ല അടിപൊളി പടങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റണം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ പറ്റണം എന്നൊക്കെയാണ് എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം. ഞാനത് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൂപ്പർ. ലൈഫിൽ ഏതെങ്കിലും ഒരു മൊമെന്റിലെ ഈ പാഷൻ നമുക്ക് വിട്ടിറങ്ങിയിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് ഇപ്പം അത്യാവശ്യം നല്ല ഏജ് ആയി എന്ന് തോന്നുന്നു. അപ്പൊ ഈ ഇറക്കി വിടറാ അറിയില്ല, അതങ്ങ് ഊരി കളഞ്ഞാൽ അവൻ പറഞ്ഞോട്ടെ സംസാരിക്കട്ടെ. ഈ ഏജിലോട്ട് വരുമ്പോഴേ
ഇപ്പം നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റിൽ ആവണയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇപ്പോഴും പാഷന്റെ പുറകെ തന്നെ നടക്കുന്നു. അറ്റ് എ പോയിന്റ് നമുക്ക് ഈ പാഷൻ വിട്ടിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം, അങ്ങനെ തോന്നിയിട്ടുണ്ട് ബ്രോ. വേദ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങി. അപ്പം നമുക്ക് എല്ലാ സിനിമയും എല്ലാവരും പ്രതീക്ഷയാണ് ഇറക്കുന്നത്. അതുപോലെ ഞങ്ങൾ ഇറക്കി, ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഈ പടം അടിപൊളിയായിട്ട് ആൾക്കാരിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് റിലീസ് ചെയ്ത സമയമായിക്കോട്ടെ, ചിലപ്പോൾ പലർക്കും കണക്ട് ആവാത്തതിന്റെ കുഴപ്പം എന്താണെന്ന് നമുക്കറിയില്ല റീസൺ പ്രോപ്പറായിട്ട്. അപ്പം നമ്മൾ വിചാരിച്ച പോലെ വന്നില്ല. എനിക്ക് അടുത്ത പരിപാടി എൻ്റെ ഇല്ല. അപ്പം അന്നാണ് അച്ഛൻ പോയിട്ട് കുറച്ചു നാൾ ആവുന്നതേ ഉള്ളൂ. അപ്പം അതിനുശേഷം എന്ത് ചെയ്യണം, അമ്മ മാത്രമേ. അപ്പം എനിക്ക് നോക്കേണ്ട സമയമായി. ഇനി എനിക്ക് മറ്റേ കാള കളിച്ച് നടക്കാനും പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഇതല്ലേ എനിക്ക് പറഞ്ഞിട്ടുള്ളത്, സിനിമ എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ, എൻ്റെ കയ്യിൽ വേറെ സിനിമയൊന്നും ഇല്ല, ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ രഞ്ജിത്തേട്ടൻ്റെ വീട്ടിലായിരുന്നു ഞാൻ. അപ്പം രഞ്ജിത്തേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അണ്ണാ ഞാൻ വേറെ എന്തെങ്കിലും പരിപാടി ഞാൻ ചെയ്യാൻ പോവുകയാണ്, എനിക്ക് അറിഞ്ഞൂടണ്ണ, വീട്ടിൽ പോകണമെണ്ണ, അമ്മയെ നോക്കണമെണ്ണ. ആൻസലീം, ഞങ്ങളുടെ നായികയിൽ ആൻസലീമിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ, സലീം എനിക്ക് അറിഞ്ഞൂടെ, എറണാകുളത്താ, ഇവിടെ ഏതോ ഒരു ജംഗ്ഷൻ സ്ഥലം പോലും എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ നടക്കുക റോഡിൽ. എടി എൻ്റെ കയ്യിൽ വേറെ പടമൊന്നും ഇല്ലടി, നമ്മൾ വിചാരിച്ച പോലെ വന്നില്ലടി, പാളിയടി, എനിക്ക് അറിഞ്ഞൂടാ ഞാൻ സെറ്റാവും എന്നുള്ള കാര്യം, ഞാൻ എന്തേലും ജോലി നോക്കാൻ പോകുന്നടി, എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്ത് ചെയ്യുന്നു, പക്ഷെ ഞാൻ എന്തേലും ചെയ്യാൻ പോവാണ്, വീട്ടിൽ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. പറഞ്ഞ് 3-ാമത്തെ ദിവസം എനിക്ക് റിബലിൽ നിന്ന് കോള് വരികയാണ്. ഇവരെൻ്റെ പെർഫോമൻസ് ഒന്നും കണ്ടിട്ടില്ല, വേദയുടെ ട്രെയിലർ കണ്ടിട്ടാണ് റിബലിൽ ഇതേപോലെ സ്റ്റുഡിയോ ഗ്രീൻ പ്രൊഡക്ഷനിൽ എന്നെ വില്ലനായിട്ട് വിളിക്കുന്നത്. അതെനിക്ക് ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു ബ്രോ. കാരണം ഞാൻ സിനിമ ഒരിക്കലും ഞാൻ മറ്റേ കള്ളത്തരം കാണിച്ച് ഞാൻ ഈ പ്രൊഫഷനുമായിട്ട് ഡീൽ ചെയ്തിട്ടില്ല. പ്രൊഫഷനെക്കാളും എൻ്റെ ലൈഫായിട്ട് ഞാൻ കണക്കാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയുമ്പോൾ ചിലപ്പം ഇവൻ കുറച്ച് ഓവറാണെന്ന് തോന്നുമായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ. എനിക്ക് തന്ന റെക്കഗ്നീഷനും എനിക്ക് തന്നിട്ടുണ്ട് സിനിമ. എനിക്ക് എൻ്റെ ഭാഗ്യം എല്ലാം ഉണ്ട് എനിക്ക്. അപ്പം ഒരു പോയിന്റിൽ വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ നിന്നപ്പോൾ, ഒരു പരിപാടിയുണ്ട്, വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ സിനിമയാണ് എനിക്ക് റിബൽ തന്നത്. ആ റിബലിൽ നിന്നാണ് ഞാൻ കിങ്ഡത്തിലോട്ട് വരുന്നത്. ഇപ്പം ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ ഇല്ലോ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഞാൻ എത്തും ബ്രോ, ഞാൻ എത്തും. എനിക്ക് കുറെ മോട്ടിവേഷൻ കിട്ടി കേട്ടോ. ഞാൻ ഗിർ സിനിമയുടെ ഓഡിഷന് പോയിട്ടുണ്ട്. എൻ്റെ അളിയ മൊത്തം എൻ്റെ മുന്നിൽ ക്യാമറയാണ്. നമ്മൾ ഈ പ്രാങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കും. നമ്മൾ ഈ റീലും നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ എത്താറുണ്ട്, ഈ റീൽസൊക്കെ എത്താറുണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം പലരും കണ്ടിട്ട്, ഒരുപാട് പേര് കണ്ടിട്ട് എന്നെ ഇങ്ങനെ പറയാറുണ്ട്, ബ്രോ വീഡിയോ കാണാറുണ്ട്, പറ്റിക്കാൻ വേണ്ടി വന്നതാണോ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോഴൊക്കെ. അപ്പോൾ ഈ ഗിർ സിനിമയുടെ സെറ്റിൽ എനിക്കൊരു ഓഡിഷൻ കിട്ടി. ഞാൻ അങ്ങനെ ചെന്നപ്പോഴേ നമ്മൾ ഈ കാണിക്കുന്ന കോപ്രായം പോലെയല്ല, ഈ ക്യാമറ ഇരുന്നിട്ട് ഒരു ഡയലോഗ് വരുന്ന ഇത് അഭിനയിക്കാൻ ഞാൻ വേർത്ത് ബ്രോ, ലിറ്ററലി. കാരണം 5 ക്യാമറ, JK സാർ ഡയറക്ടർ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം മായനെ ഒന്ന് വിട്ടുപിടി, എനിക്ക് വിടാൻ അറിഞ്ഞൂടെ ബ്രോ, അവിടെ നിന്നിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്ന്. ഞാൻ ഇങ്ങനെ ചത്ത് ഞാൻ അവിടെ നിന്ന് ഉരുവാണ്. അവസാനം എൻ്റെ അടുത്ത് ഞാൻ എന്തൊക്കെ കാണിച്ചപ്പോൾ JK സാറിന് മനസ്സിലായി, വാന്ന് പറഞ്ഞു, ഡവറുകളിയാണ് എൻ്റെ നമ്പർ ഉണ്ടോയെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ഉണ്ടല്ലോ, ഡവറാണ്. അങ്ങേര് ഒന്നും അഭിനയിക്കാതെ സിനിമയിൽ കയറി ഞാൻ അതിൽ നിന്ന് പുറത്തുപോയി. എനിക്കത് ചെയ്യാൻ പറ്റി. ഡവറുകളാണ് എന്നെ എനിക്ക് ചാൻസ് കൊടുക്കാൻ പറ്റി. എൻ്റെ ചാൻസ് വേറൊരു ദിവസം കൊണ്ടുപോകാൻ ചെയ്തത്. ഞാൻ ഭയങ്കര ഉണ്ട്. അപ്പോഴാണ് ഞാൻ ആക്റ്റീവ് ആയത്. നിന്നെ ഇതിനെങ്കിലും കൊള്ളാലോ, ഞാൻ ഇരുന്ന് ഡവറുടെ നമ്പർ കൊടുക്കുന്നു, വിളിക്കുന്നു. അതിന് ഞാൻ പുറത്തു പോവാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാ, നീ ഇത്രയൊക്കെ കൂളായിട്ടുള്ള ഒരാളല്ലേ എന്ന് പറഞ്ഞിട്ട് അതിൽ AD ഉണ്ടായിരുന്നു. നീ എന്തിന് ഇത്ര പാനിക്കാവുന്ന, നീ ഓഡിഷനൊക്കെ പോയി പഠിക്ക് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ചിരിക്കണം കേട്ടോ നിന്റെ വീക്ക്നെസ്. അവനെ ഇഡലിക്കട വന്ന് ഞാൻ പോയിക്കോളാം, നിന്റെ കൂട്ടുകാരൻ. ഒരേ ചിരിയവൻ, മൂക്കളൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം കുറെ ഓഡിഷന് പോകാനൊക്കെ പറഞ്ഞു. എൻ്റെ ഒറ്റ സുഹൃത്താണ് ജിതിൻലാൽ. ഞാൻ ഈ പോഡ്കാസ്റ്റിലൊക്കെ ഒരുപാട്, അവന് എത്ര പ്രാക്ക് അടക്കണമെന്ന് അറിയാമോ, AR അജയൻ്റെ 2ാം വർഷം. അപ്പോൾ അതിൽ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആ ചാൻസ് തരാമെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് പോയി. അത് കുറേ ഉണ്ട്, ഇത്രയും വലിയ പടമല്ലേ ബ്രോ. അവസാനം അവന് വിഷമം തോന്നണ്ടെന്ന് പറഞ്ഞ് അവൻ എൻ്റെ ഒരു ഫോട്ടോ വാങ്ങിച്ചു. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഷർട്ടിടാതെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞ്, പഴയകാല ഇതാണല്ലോ പടം. എൻ്റെ ഭാര്യ ഫോട്ടോ എടുത്ത് പല്ലി ഒട്ടി നിൽക്കുമ്പോൾ ചെമ്മറിനെ ഒട്ടി നിന്നൊരു ഫോട്ടോ അയച്ചു കൊടുത്തു. പക്ഷെ ആ ഫോട്ടോ വന്നപ്പോൾ 3D പടമായതുകൊണ്ട് അത് മങ്ങലിൽ പോയി സിനിമ. അപ്പോൾ അങ്ങനെ എൻ്റെ കൂട്ടുകാരനാണ് ചിദംബരം, മഞ്ഞുമേൽ ബോയ്സ്. നമ്മളൊക്കെ സെൻറ്റ് ജോസഫിൽ ഒരുമിച്ച് പഠിച്ചതും ഒരുമിച്ച് ട്രിപ്പൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പം എല്ലാത്തിനും ഒരു ഇതുണ്ട്, ഒരു സമയം വരും. ഞാൻ കോളാമ്പി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, TK രാജു. അത് RJ വേഷമാണ് കിട്ടിയത്. അത് നന്നായിട്ട് പെർഫോം ചെയ്ത് ഒരു 3 മിനിറ്റ് സ്ക്രീൻ പ്രസൻസ്. സിനിമ ഇറങ്ങിയില്ല തിയേറ്ററിൽ. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഒരു വമ്പൻ പ്രോജക്റ്റ് വന്നു. ഞാൻ ആരാണെന്നൊന്നും പറയുന്നില്ല. ഞാൻ സ്വപ്നത്തിലായി പോയ ഒരു സംഭവമായിരുന്നു. ലാസ്റ്റായിരുന്നു. പക്ഷെ ആ പടം ഡ്രോപ്പായി. അപ്പം ബ്രോയ്ക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും? ഞാൻ ഇതിലങ്ങ് തകർന്നു പോകണോ? ഞാൻ ആരെങ്കിലും കാല് താങ്ങണോ? അതോ വെങ്കി പോകുന്ന ട്രാക്കിൽ കൂടെ പോയാൽ മതി? വീട്ടിൽ കട തുടങ്ങണോ? എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കൊരു ചേച്ചിന് പുട്ടുകട തുടങ്ങാൻ മച്ചാനെ, പുട്ടുകട. ഏത് തുടങ്ങിയാലാണ് ഞാൻ രക്ഷപ്പെടുന്നത്? സിനിമ മാഹീനെ എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം നമുക്കിപ്പം എല്ലാരും ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ ആൾക്കാർ. നമ്മളിപ്പം വേറെ എന്തെങ്കിലും ഒരു മൊമെന്റിൽ ഇരിക്കണം, നമ്മൾ എന്തെങ്കിലും ഒരു വിഷമം ഭ്രാന്ത് പിടിച്ച് നമ്മൾ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ. ഞാൻ ഇപ്പോഴും പറയാണ്, നിങ്ങളുടെ പേജിൽ നിങ്ങൾ IFFK ഒരാളെ നിങ്ങൾ ഞാൻ ചിരിച്ച് ചത്തു. താങ്ക്സ് ബ്രോ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഒരാളെ ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാ. അത് നിങ്ങൾ അവരെ ഉപദ്രവിക്കുന്നില്ല, അവരെ ഒന്നുമില്ല, അവരുടെ നിങ്ങൾ കാര്യം പറയുന്നു, അവരത് ഏറ്റിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുട്ടി മരിച്ചിട്ട് 3 വർഷമായി, വീണ്ടും നമ്മൾ കൊല്ലാണ്. ചുമ്മാ ആ വീഡിയോയിലൂടെ സത്തുപോയ കുട്ടിയെ നമ്മൾ വീണ്ടും ചാവില്ലേ എണി 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 എന്ന് പോഡ്കാസ്റ്റിൽ പറയുന്നത്. ഇവൻ കൊള്ളാം കേട്ടാ, മൂക്കുത്തി വെച്ചേക്കാണ്, മൂക്കളെന്ന് തന്നെ സംസാരിക്കുക. അയ്യോ, ഞാൻ പറഞ്ഞു തന്നെ ബ്രോ, നിങ്ങളുടെ പരിപാടി ഭയങ്കര കിടിലമാണ്. നിങ്ങൾക്ക് സിനിമ അഭിനയമാണോ താല്പര്യം? എന്താടാ ഞാൻ ഇത്ര നേരം നിന്റെ അടുത്ത് കഥ പറഞ്ഞു. അങ്ങനെയല്ല, ബ്രോ ബ്രോ നീ നിനക്ക് സിനിമ അഭിനയമാണോ? അങ്ങനെയല്ല, വിഷമത്തിൽ പറയണേ. ഞാൻ ചോദിച്ചത് അത് നിങ്ങൾ RJ ആണ് ക്ലബ് FM-ല്, നിങ്ങള് വ്ളോഗ് ചെയ്യുന്നുണ്ട്, ആ പരിപാടിയുണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം എത്രയോ ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ ഞാൻ ഇപ്പോഴാണ് മനസ്സിലായി നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ബ്രോ ഉറപ്പായിട്ടും വരും ബ്രോ, ഉറപ്പായിട്ടും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട്, നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഇത്രയും ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. അപ്പം ഉറപ്പായിട്ടും കിട്ടില്ല. ഞാൻ എന്താണ് ഞാൻ ഓഡിഷന് പോയി, അങ്ങനെ ഓഡിഷന് പോകുന്നത് നല്ലതായിരിക്കും ബ്രോ. കാരണം നമുക്ക് ഇപ്പം ഈ വേദ കഴിഞ്ഞ് റിബൽ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം മലയാള സിനിമ ഒരു സിനിമയുടെ ഒരു ഓഡീഷന് ഞാൻ പോയിരുന്നു. അതും ഞാൻ ഷോർട്ട് ലിസ്റ്റായി നിന്നതാ. പിന്നെ അവസാനം അവരെന്നെ മാറ്റിയത്. ഇന്ന് പടം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. എന്നെ മാറ്റി, അടിപൊളി പടമായിരുന്നു. അപ്പം അവിടെ നിന്നാണ് ഞാൻ പിന്നെ ഉടൻമണ ആങ്കറായിട്ട് വരുന്നത്. അപ്പം അവർ റിജക്റ്റ് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ലോ ബ്രോ. ചിലപ്പോൾ നമ്മൾ അവർക്ക് ഓക്കെ ആയി കാണില്ല, പക്ഷെ നമ്മൾ ഓക്കെ ആവുന്ന ആരും ഒരാളുണ്ടാവും. ഉറപ്പായിട്ടും നമ്മളെ ഓക്കെ ആവുന്ന കുറേ ആൾക്കാരുണ്ട് ബ്രോ. അവരുടെ അടുത്ത് നമ്മൾ എത്തിപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ മാറ്റർ. അവരുടെ അടുത്ത് നമ്മൾ എത്തിപ്പെട്ട അവർ നമ്മളെ സൂപ്പറായിട്ട് നോക്കിക്കോളും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ബ്രോ, അങ്ങനത്തെ കുറേ മനുഷ്യരുണ്ട്. എന്നെ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് പോകുന്നത് അവര് തന്നെയാണ്. എന്തോ നിനക്ക് ചോദിക്കാം. അല്ല, ഞാനും വെങ്കിയുടെ സംസാരിക്കുമ്പോൾ ഞാൻ വെങ്കിയുടെ ട്രാക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ ട്രാക്കിൽ കൂടെ പോകുമ്പം കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പം എന്തായാലും അടിപൊളി കുറേ കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ. ഒരു കാര്യം ലാസ്റ്റ് ഫൈനൽ, ഇപ്പം സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം പല സ്ഥലത്തുനിന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കോണ്ടാക്ട്സ് ആണ് സിനിമയിൽ മുഖ്യമെന്ന്. അപ്പോൾ ഈ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു ലോ ലെവലിൽ നിന്ന് സിനിമ ആഗ്രഹിച്ച് തുടങ്ങുന്ന ഒരാൾക്ക് സിനിമയിൽ എത്തിപ്പെടാൻ പറ്റുമോ? പറ്റും ബ്രോ. ഇപ്പം ഭയങ്കരമല്ലേ ബ്രോ, ഇപ്പം റീല് കൊണ്ട് എത്ര പേര് ബ്രോ വന്നിട്ടുള്ളത്. സാഫ് ബോയ്, ഇപ്പം നിഹാല്, ആ ടീം, ഹാഷിറിന്റെ ടീം, എത്ര പേര് ബ്രോ. ഹാഷിറിന് തിയേറ്ററിൽ കിട്ടിയ റെസ്പോൺസ് നിങ്ങൾ കണ്ടില്ലേ? ഇപ്പം നിഹാലും ടീമും തിയേറ്ററിൽ വന്നപ്പം മറ്റേ ഉജ്ജ്വലനിൽ വന്നപ്പോൾ കിട്ടിയ റെസ്പോൺസ് വേറെ ആയിരുന്നു. എത്രയോ പേര് ബ്രോ റീൽസിലൂടെ, ഈവൻ പ്രഭാസ് അദ്ദേഹത്തിന്റെ സിനിമയിൽ ഇപ്പൊ അഭിനയിക്കുന്ന നടി റീലിലൂടെ ഡാൻസ് കളിച്ചിരുന്ന ഒരാളാണ്. ഫൗസി എന്ന് പറഞ്ഞൊരു പടത്തിലെ നടി. അങ്ങനെയാണ് അവർ അതിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. അപ്പം ഇത് ഭയങ്കരമാണ് ബ്രോ. പിന്നെ ഞാൻ എനിക്കറിയാവുന്നവരുടെ അടുത്ത് പറയും ബ്രോ, ഈ ചിലര് ഓഡീഷന് ഇത്ര രൂപ രജിസ്ട്രേഷൻ ഫീസ് എന്നൊക്കെ പറയും, അതൊരു സ്കാം ആണ്. അങ്ങനെ ആരും പറയില്ല. ഒരു ഓഡീഷന് നമ്മൾ പൈസ കൊടുത്ത് എൻ്റെ അറിവിൽ നമ്മൾ പൈസ കൊടുത്ത് ഓഡീഷൻ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 2, ചിലര് ഞാൻ എൻ്റെ വീട്ടിലൊരു പയ്യൻ വന്നിരുന്നു ഈ ഇടയ്ക്ക്. അവൻ മണക്കാടാണ് അവൻ്റെ സ്ഥലം. അവൻ ഡെലിവറി ചെയ്യുന്ന ഒരു പയ്യനാണ്. അവൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് ചേട്ടാ. ഞാൻ പറഞ്ഞു, എടാ നീ എങ്ങനെ കാസ്റ്റിങ്ങുകളൊക്കെ കാണും?
അത് ചേട്ടാ ഞാൻ ഒരു സംഭവത്തിൽ ഒരു 500-1000 രൂപ കൊടുത്തിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ അവരൊരു വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് കയറ്റി. ഞാൻ ഗ്രൂപ്പിൽ നോക്കി, മര്യാദയ്ക്കുള്ളൊരു ഒറ്റ കാസ്റ്റിംഗ് കോൾ ഞാൻ അതിനകത്ത് കണ്ടിട്ടില്ല. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, അനിയ ഇത് ഇരിക്കട്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഓഡീഷൻസ് ആർ ഹിയർ എന്ന് പറഞ്ഞൊരു കാസ്റ്റിംഗ് കോൾ ഉണ്ട് ബ്രോ. അത് ഞാൻ അതിലൂടെ ഓഡീഷൻ അറ്റൻഡ് ചെയ്ത ഒരാളാണ്. അതിൽ വരുന്ന മിക്കതും ഓൾമോസ്റ്റ് എല്ലാം തന്നെ ജെന്യുവൻ ആയിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മൾ അതിന് അപ്ലൈ ചെയ്യുന്നു. അതിന് അപ്ലൈ ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്ത് വേണം? കുറച്ച് ഫോട്ടോസ് വേണം. അതിൽ സ്റ്റുഡിയോ ലൈറ്റ് തന്നെ വേണോ നിർബന്ധമൊന്നുമില്ല ബ്രോ. ഇപ്പം എന്തോ ക്ലാരിറ്റിയാണ്. ഇപ്പോൾ ഐഫോൺ ആണെങ്കിലും പല ഫോണിലും നമ്മുടെ മുഖം, നമ്മുടെ ഫീച്ചേഴ്സ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫോട്ടോ വേണം. പിന്നെ എന്തെങ്കിലും നമ്മൾ അഭിനയിക്കുന്ന ഒരു 1 മിനിറ്റ് ഷോട്ട്, അത് ഡബ് സ്മാഷോ മറ്റേതോ ഒന്നുമല്ല, അല്ലാത്ത രീതിയിലുള്ള നമ്മുടേതായിട്ടുള്ള ഓൺ വോയിസിൽ ചെയ്യുന്ന ഒരു സംഭവം. ഇത്രയുണ്ടെങ്കിൽ നമ്മൾ ഓഡീഷൻ അയക്കാനായിട്ട് നമ്മൾ എലിജിബിൾ ആണ്. ഇതെടുത്ത് ഓഡീഷൻ അയച്ചാൽ മതി ബ്രോ, ഉറപ്പായിട്ട് നമ്മൾ വീഴും ബ്രോ. നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ കിട്ടും ബ്രോ. പിന്നെ ഞാൻ ചെയ്ത പരിപാടി ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ബ്രോ. ഞാൻ ഇപ്പോൾ തെലുങ്കിലുള്ള അസിസ്റ്റൻസിന് മെസ്സേജ് അയക്കുന്നുണ്ട്, തമിഴിലുള്ള അസിസ്റ്റൻസിന് മെസ്സേജ് അയക്കുന്നുണ്ട്. അല്ലാതെ എനിക്ക് പരിചയമുള്ള പല അസിസ്റ്റൻസ് അസോസിയേറ്റ്സിന് ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട്, ചേട്ടാ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറയണം എന്നുള്ള രീതിയിൽ. കാരണം അവരാണ് ഫ്യൂച്ചർ ഡയറക്ടേഴ്സ്, അവരുറപ്പായിട്ട് അടുത്ത പടം ചെയ്യും. അപ്പം ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നൊരു പാത്താണ്. ഞാൻ ഒരു സമയത്തൊക്കെ ഞാൻ A4 ഷീറ്റ് പേപ്പറിൽ ഇരുന്ന് എഴുതും ഇവരാരെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് തപ്പിട്ട് ഞാൻ ലിറ്ററലി സ്റ്റോക്കാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ പറയുന്ന പോലെ ഒരു പെണ്ണിന് അല്ലാന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ സ്റ്റോക്കിംഗ് സിനിമയോടായിരുന്നു. അപ്പം ഞാൻ ലിറ്ററലി ഇവരാരെ ഫോളോ ചെയ്യുന്നു, അയാൾ എന്താണ് ചെയ്യുന്നത് എഴുതി, ഏത് സിനിമയിലാണ് വർക്ക് ചെയ്ത് എഴുതി, ഒരു മെസ്സേജ് ഞാൻ എടുക്കും, കോപ്പി പേസ്റ്റ് ചെയ്ത് അയച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പടപടാന്ന് എനിക്ക് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാം. കാരണം ഒരു പടം ഇറങ്ങുമ്പോൾ അതിൻ്റെ ഡയറക്ടേഴ്സ് ആയിരിക്കും കൂടുതൽ തിരക്ക്. അസിസ്റ്റൻസിന് അസോസിയേറ്റ്സിന് അത്ര തിരക്കാവണം എന്നില്ല. അവർ നമ്മളെ മെസ്സേജ് കാണാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ അങ്ങനെ നോക്കി നമ്മൾ ജസ്റ്റ് അവരെ ഫോളോ ചെയ്യുന്നു. ലക്കിന് ചിലപ്പോൾ അവർ പറയും, എന്നെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ വിളിച്ചതുപോലെ പറയും, ഡേ ഒരു പരിപാടി ഉണ്ട് വാ. വിളിച്ചാൽ വിളിച്ചു, വിളിച്ചില്ലെങ്കിൽ വിളിച്ചില്ല. പക്ഷെ നമ്മൾ ശ്രമിച്ചില്ല എന്ന് പറയില്ലല്ലോ ബ്രോ. ആ ഒരു ശ്രമം എപ്പോഴും ഉണ്ടാവണം ബ്രോ. ബാക്കി ദൈവം നോക്കിക്കോളും. ഓക്കെ, അപ്പൊ ഇന്ന് രാത്രി മാറ്റി പിടിച്ചോ. രാത്രി 12 മണിക്ക് വേണ്ടി മെസ്സേജ് അയക്കുന്നുണ്ട്, അതൊന്ന് മാറ്റി പിടിച്ചാൽ ഏത് ഉൾട്ട കാര്യം നടക്കും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന പയ്യനില്ല. മൈക്കിനെ ഓടിച്ച് കല്യാണം വീട് വെച്ചിട്ടേ ഉള്ളൂ ബ്രോ. ഓക്കെ, ശരി. അപ്പോൾ ഇത് മച്ചാൻസ് പോഡ്കാസ്റ്റ് ആണ്, പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റ് ആണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും പോഡ്കാസ്റ്റിൽ ഇതേപോലെ ഇരുന്ന് സംസാരിക്കും? ഒരു പ്രാവശ്യം ബ്രോ, ഹൈദരാബാദ് പോയപ്പോ അതൊരു പോഡ്കാസ്റ്റ് ആയിരുന്നു. പിന്നെ ഇവിടെ അതൊരു പോഡ്കാസ്റ്റ് ആയിരുന്നു. ഇത് പക്ഷേ ഒരു അതൊരു 1.5 പോഡ്കാസ്റ്റ് ആയിരുന്നു ബ്രോ. അത് അങ്ങനെയല്ല, ഇതെന്തൊരു എന്തരാണ് എല്ലാം പറഞ്ഞിട്ടേ നിങ്ങൾ സിനിമയിൽ ഇപ്പോഴും അഭിനയിക്കാൻ ആഗ്രഹം. അതെ, ASMR. അപ്പം പക്ഷെ പോഡ്കാസ്റ്റ് കൊള്ളാം ബ്രോ. മറ്റേ ഒഫീഷ്യൽ ആയിട്ടുള്ള സംസാരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. അതെ, 2 മണിക്കൂർ അവന് ചുമ്മാ ഒരു ഡമ്മി മൈക്ക് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഏകദേശം 2 മണിക്കൂറോളം സംസാരിച്ചു ബ്രോ. 2 മണി പിന്നെ 2 മണിക്ക് എത്ര 1.5 മണി കഴിഞ്ഞാൽ ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ സംസാരിച്ചു. സമയം പോയത് അറിഞ്ഞില്ല. വെങ്കിയുടെ ജീവിതത്തിലെ കുറേ കഥകളും സിനിമാ കഥകളൊക്കെ എൻജോയ് ചെയ്തോ ശരിക്കും? അയ്യോ, ഞാൻ സത്യം ബ്രോ. എന്താ പ്രശ്നം അറിയാം, ഞാൻ പടം റിലീസായതിനു ശേഷം ഒരു 10-12 ഇന്റർവ്യൂ ദൈവം സഹായിച്ച് ഞാൻ കൊടുത്തു. അപ്പം എല്ലാത്തിലും ഒരേ കാര്യങ്ങൾ ഇങ്ങനെ അതെ, കാരണം പുതിയതായിട്ട് നമ്മൾ ഇനി കഥ ഉണ്ടാക്കേണ്ടി വരും. പക്ഷെ എനിക്ക് ഇവിടെ അങ്ങനെ തോന്നിയില്ല. നമ്മൾ കാരണം എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ പോയി എവിടെയൊക്കെയോ പോയി പ്രത്യേക ഒരു ചോദ്യമോ ഒന്നുമില്ല. നമ്മളിങ്ങനെ കഥ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ് നമ്മൾ പോയത്. എവിടെയാണ് നിങ്ങളുടെ വീടും ഒക്കെ? നിങ്ങൾ ശരിക്കും ആരാ? നിങ്ങൾ ട്രിവാൻഡ്രം തന്നെയല്ലേ? എവിടെ? ഞാൻ സ്റ്റാച്ചു ജംഗ്ഷനിൽ നിന്ന് വെങ്കിക്ക് ഒരു ഇഡലി കടവുള്ള പോലെ എൻ്റെ അച്ഛന് ഒരു ഫാൻസി സ്റ്റോർ, ഒരു ചെറിയ ഫാൻസി സ്റ്റോറൊക്കെ ഉണ്ട്. അപ്പോൾ 50 വർഷമായിട്ട് അച്ഛനവിടെ ഷോപ്പുണ്ട്. അപ്പോൾ ആ സ്റ്റാച്യൂലാണ് നമ്മുടെ സ്ഥിരം താമസം, ആ സിറ്റിയുടെ നടുക്കായിട്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ പഠിച്ചത്. SMBയിലും സെൻറ് ജോസഫ് സ്കൂളിലുമാണ്. കോളേജ് മുസ്ലിം അസോസിയേഷൻ വെഞ്ഞാറമൂട് എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് നേരെ FM-ലോട്ട് കയറുകയാണ്. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ എഴുതിയെടുത്തു. എത്ര വർഷമായിട്ട് നിങ്ങൾ? ഞാൻ 14 വർഷമായി FM-ൽ. ഞാൻ 14 വർഷമായിട്ട് സ്റ്റിൽ
ക്ലബ് എഫ് എമ്മിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അത് വീട്ടിൻ്റെ അടുത്ത് ബ്രോ, കുളിക്കണ്ട. ശരിക്കും എനിക്ക് ഓഫീസിൽ നിന്ന് ഉമ്മ വാപ്പാന്ന് വിളിച്ചാൽ അവർ കേൾക്കും. അത്ര അടുത്താണ്, 2 മിനിറ്റ്. ഏറ്റവും ലക്കി ആയിട്ടുള്ള എംപ്ലോയി. നിന്റെ മൈക്ക് ഓഫാ. നീ മരിച്ചിട്ട് 1.5 മണിക്കൂറായി. 1.5 മണിക്കൂറായിട്ട് നീ മയ്യത്താണ്. അപ്പോൾ ഇവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ട്രിവാൻഡ്രത്ത് വരണമെന്നാണ്. അതിന് ഞാൻ മരിക്കണം. ഇവൻ ആലപ്പുഴ കിടന്ന് അവിടെ കിടന്ന് വള്ളം കളിയും മറ്റതൊക്കെ കണ്ടോണ്ടിരിക്കും. അവനൊക്കെ ഭയങ്കര ആഗ്രഹം ട്രിവാൻഡ്രത്ത് വരണം. പക്ഷെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അതേപോലത്തെ ഒരു മുഖവും സംസാരമാണെന്നാണ് പൊതുവേ ഉള്ള ഒരു ഇത്. എൻ്റെ അനിയനാണെന്നൊക്കെ ചോദിക്കും പലരും. ഞാനാണ് തെറ്റിദ്ധരിച്ച് പോയി സംസാരിക്കുന്നത്. റീസൺ ഉണ്ട് കേട്ടോ. എനിക്ക് ഞാനും പുള്ളിക്കാരനെ പോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. എൻ്റെ കോളേജിൽ തന്നെയാണ് അതേ കോളേജിൽ തന്നെ പഠിച്ചത്. അപ്പം ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ടീച്ചർമാരൊക്കെ വന്നൊരു ക്യാരക്ടറിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമായിരുന്നു. പണ്ട് ഇവിടെ ഒരുത്തം ഉണ്ടായിരുന്നു, ഷിമ്മി ഇട്ടുകൊണ്ട് ഡാൻസ്. അപ്പൊ ഞാൻ കോളേജിൽ എനിക്ക് എന്തെങ്കിലും കലമ്പ് കാണിക്കണില്ല. അപ്പൊ ഷിമ്മി ഇട്ടുകൊണ്ട് ഡാൻസ് ഇത് ആര് അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് പുള്ളിയെ കിട്ടിയത്. അപ്പോൾ ഒരു ദിവസം പുള്ളിക്കാരൻ അവിടെ സപ്ലി എഴുതാൻ വന്ന്. അപ്പം ഞാൻ അന്ന് പോയി പരിചയപ്പെട്ട്. പുള്ളിക്കാരൻ 2013 എന്തോ പാസ് ഔട്ടാണ്. ഞാൻ 2019 കയറണേ ഉള്ളൂ. അപ്പോഴും സപ്ലി ഉണ്ട്. 2012 പാസ് ഔട്ട്. ഞാൻ 17 കയറിയപ്പോഴാണ് പുള്ളിക്കാരൻ സപ്ലി എഴുതാൻ വന്നത്. അപ്പൊ ഞാൻ പോയി പരിചയപ്പെട്ടു. കുത്തും പോലെയൊക്കെ അങ്ങനെ പുള്ളിക്കാരനെ പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ ടിക്ടോക്ക് വന്നല്ലോ. ടിക്ടോക്കിൽ മറ്റേ ദേവൂടാ മറ്റേ പാട്ടൊക്കെ ഉണ്ടല്ലോ, അതിനിങ്ങനെ മീശയൊക്കെ വരച്ച് എല്ലാരും മറ്റേ സീരിയസ് ആയിട്ട് അഭിനയിക്കുമ്പോ ഇയാള് മറ്റേ കോഞ്ഞ ഡാൻസ് കളിക്കുന്നത്. മനസ്സിലല്ലേ ഞാൻ എപ്പോഴും സിനിമ വരാതെ കൊള്ളാലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ ഞാൻ വ്ളോഗിങ് തുടങ്ങി. 2ാമത്തെ വ്ളോഗിൽ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ മ്യൂസിയത്ത് ഇങ്ങനെ ഓടണ്. ബ്രോ കൂട്ടിന്നിറങ്ങി ഓടിയല്ല കേട്ടാ, ഞാൻ അവിടെ ജോഗിങ്ങിന്. അങ്ങനെ പിന്നെ പോയി പരിചയപ്പെട്ട്. അന്ന് ഞാൻ ഓടായിരുന്നേ ബ്രോ, നടന്നിരുന്ന ഇവനെ കാണുന്നത്. അന്ന് നടക്കാനുള്ളായിരുന്നു, ഞാൻ ഓടിക്കൊണ്ടിരുന്ന ബ്രോ എന്ന് പറഞ്ഞിട്ട് ഇവൻ എൻ്റെ ഭയങ്കര ഫാനാണ്. ഞാൻ ഭയങ്കര ഫാനായിരുന്നു. അങ്ങനെ പോയി സംസാരിച്ചതിന് ശേഷം പിന്നെ ഒരു ദിവസം എന്നെ ഇത് ക്ലബ് എഫ് എമ്മിലോട്ട് വിളിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു സ്ട്രൈക്ക് അടിക്കുന്നത്. അതായത് സാധാരണ ഓഫീസിൽ പോകുമ്പോൾ എല്ലാവരും ഭയങ്കര സീനായിട്ടിരുന്ന് കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ. നോക്കിയപ്പോൾ ഇങ്ങനെ അവിടെ സൈഡിൽ പോയിരുന്ന് ടിക്ടോക്ക് റീൽ ചെയ്യണ്. വേറെ 2 RJs ആമി ഷിഗയും 2 പേരും കൂടെ സൈഡിൽ പോയിന്ന് ഡാൻസ് കളിക്കുന്നു. അപ്പോൾ ഈ സംഗതി കൊള്ളാല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചാണ് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിക്കുകയും പിന്നെ ഇങ്ങോട്ട് ചാടുകയും ചെയ്തത്. പുള്ളിക്കാരൻ തന്നെ കേട്ടോ ട്രെയിനിങ് ഒക്കെ തന്നത്. പണ്ട് കൊറോണ സമയത്തൊക്കെ പഠിപ്പിച്ചു തന്നത്, സംസാരിക്കാൻ പഠിപ്പിച്ചു തന്നതെല്ലാം പുള്ളിക്കാരനാണ്. അതുകൊണ്ട് ചെറിയ ഒരു എവിടെയൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ. അവനും സിവിൽ എഞ്ചിനീയറാണ് കഴിഞ്ഞ, പക്ഷെ അവൻ നെടുമങ്ങാട് അവൻ്റെ സ്ഥലം. അഴീക്കോട്. വാപ്പ ദുബായിലും ഉമ്മ വീട്ടിലും. എൻ്റെ ഉമ്മ വീട്ടിലും വാപ്പ ഷോപ്പിലുമാണ്. 2 കൂടെ ഷോപ്പ് നോക്കുന്നത്. പക്ഷെ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈല്. കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി, ഒറ്റ മോനെ ഒറ്റയാണ്, ഒരു മോളും കൂടെ ഉണ്ട് സൗദിയിൽ. ഞാൻ അനിയനുണ്ട്. അങ്ങനെയാണ് നമ്മുടെ. അപ്പൊ അമ്മ അതിന്റെ പേരല്ലേ, വേറെ ഒന്നും പറയാനില്ല. ഞാൻ അവന്മാരെയും കൂടെ ഇതിനകത്ത് വന്നിരിക്കും. ഇനി വേണമെങ്കിൽ വാഴക്കപ്പം തിന്നാ. ഇഡലി ഉണ്ടോന്നോ പ്രഭു? ഓണാക്ക അടിപൊളി. ഓക്കെ, ഇതാണ് വിഘ്നേഷ്. മൈക്കിന്റെ അടുത്താ അരുൺ. ഇനി 2 പേരും കൂടെ ഉണ്ടോ? അല്ല, ഇനി 2 പേരും കൂടെ ഉണ്ട്, ശ്രീരാമും വിജയും. ഇവർ 2 പേരുമായിട്ട് എനിക്ക് ഏകദേശം 15 വർഷത്തെ കടമാണ്. 15 വർഷത്തെ ബന്ധം. അതെ. വിഘ്നേഷ് എല്ലാ കാര്യത്തിനും കൂടെ പോകുന്നതാണ്. വെങ്കിയുടെ കൂടെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. വെങ്കിയുടെ വളർച്ച കാണുമ്പോൾ പ്രൗഡ് മൊമെന്റ് അല്ലേ ശരിക്കും? വെങ്കി ഈ ഒരു സ്റ്റേജ് എത്തുമെന്ന് തോന്നിയിരുന്നോ? ഉറപ്പായിട്ടോ എത്തും. അവൻ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ നിന്റെ മുന്നേ വന്നിട്ടല്ല? അച്ഛൻ്റെ കേസില് കരഞ്ഞിട്ടുണ്ട്. സിനിമയുടെ കാര്യം പറഞ്ഞെല്ലാം ഇവിടെ എനിക്ക് അത് എന്താണ് കൂടുതൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയടിയൊക്കെ കൂടുതലുള്ളൂ. മനസ്സിലായി. നിങ്ങൾ അവരെ കൂടുതൽ കളിയാക്കിയിട്ടേ ഉള്ളൂ അല്ലേ? എന്നിട്ട് പോടാ, അവന്റെ മൈക്ക് ഇത്ര ബ്രോ. സോറി കേട്ടോ, നമ്മളിങ്ങനെ സംസാരിക്കുന്ന വേറെ ഒന്നും മനസ്സിലായി.
ഇല്ലേ ഒരു കാര്യം കൂടെ, ശങ്കർ ആരാണ്? ശങ്കർ വന്നെന്ന് പറഞ്ഞ് പറ്റിച്ച ആരായിരുന്നു? ശങ്കർ ഇവനും ആനന്ദും കൂടെ. ഇവൻ തന്നെ. ഇനി അനന്തൂരെയാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ നിങ്ങൾ കൊടുക്കുന്നൊരു സപ്പോർട്ടേ അവൻ ആ മൈക്കിൽ കൂടെ പറഞ്ഞപ്പോഴും നമുക്ക് ആ ഫീല് കിട്ടി. അപ്പം എപ്പോഴും കൂടെ ഉണ്ടാവണം. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു താങ്ങാണ്. ശരി, സത്യം. ഇപ്പോൾ ബിസിനസ്സിലായാലും ഫ്രണ്ട്ഷിപ്പ് വരുമ്പോൾ ചിലർക്ക് ചിലയിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു സംഭവമാണ്. അവൻ ഇപ്പം നിൽക്കുന്ന സ്റ്റേജിൽ നിങ്ങളെ പൊന്നുപോലെ നോക്കും, നിങ്ങളും അവനെ അതേപോലെ. ഇനിയും നമുക്ക് സംസാരിക്കാൻ അവസരം വരട്ടെ. ആ ടൈമിലൊക്കെ നിങ്ങളുടെ ആ ഒരു വളർച്ച കണ്ടുകൊണ്ടിരിക്കണം. എന്താ ഫ്രാഞ്ചൈസി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആണോ? അപ്പോൾ ഇഡലി തരുമോ നമുക്ക്? നമ്മളിപ്പം ഞാൻ ചോദിക്കാൻ ഞാൻ വരാം. എന്നെ മുഖം കാണണം ബ്രോ, ഞാൻ ഇങ്ങനെ കാണിക്കട്ടെ കമലാസം പരസ്യം ഇങ്ങനെ ഇടയ്ക്ക് എന്നെയോ മാഹി മച്ചാന്നാണ് വിളിക്കുന്നത്. മാണി മച്ചാനാ? മാണി മച്ചാൻ അല്ല, എന്റെ ലുക്കുണ്ട് കേട്ടോ, ചെറിയ ലുക്കുണ്ട്. ആണോ? ചെറുതായിട്ട് എവിടെ ഇവൻ ഇപ്പൊ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞു, ഒരാൾ വന്നിരുന്നു, ഞാൻ അതിങ്ങനെ പറയാൻ പാടില്ല, നമ്മുടെ കസ്റ്റമർ റിലേഷൻ ഭയങ്കരമാണ് ഞങ്ങളുടെ കട. പക്ഷെ ഒരാൾ വന്നിരുന്നു, പുള്ളി വേറെ ഏതോ ഭാഷക്കാരനാണ്. പുള്ളി വന്നിട്ട് ഇങ്ങനെ നമ്മൾ കടയിൽ ഇരിക്കുകയാണ്, സുഡ സുഡ ഇഡ്ഡലി എന്ന പേരെ കണ്ട് സുഡ സുഡ ഇഡ്ഡലി ഇത് ബാക്കിൽ കൂടെ വന്നിട്ട് ഇവൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഓംപ്ലേറ്റ്. ഉടനെ ഇവൻ പറയാണ് 60 രൂപ ഓംപ്ലേറ്റ് 60 രൂപ. അതിന് ആമയോടെ ഓ അതെ ഓംപ്ലേറ്റ് 60 രൂപ. ഓ ആമക്കുഞ്ച്. ഓടി ഓടി ഒറ്റ ഓട്ടം ഇത് കേട്ടില്ല, ഓടി. ദൈവം പറ്റിപ്പിന്റെ ആളാണല്ലേ? ഇല്ലല്ല, ആമമുട്ട ഉണ്ട്. നമ്മുടെ കടയിലുണ്ട്. അല്ല, നമ്മുടെ കടയിലില്ല, വേറെ സ്ഥലത്ത് വാങ്ങിച്ചു കൊടുക്കും. നീ കൊണ്ടുപോയി പിതുക്കുമായിരിക്കും അല്ലേ ആമയെ കൊണ്ടിട്ട് ഇങ്ങനെ? ഇങ്ങനെ ഒരേ പിതുക്കല്ലോ പറഞ്ഞില്ല 60. അതെ ബ്രോ, ഇപ്പൊ നമ്മള് ഇങ്ങനെ കട തുടങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ റെഫറൻസ് നോക്കുമ്പോ ചില കഫേ ഉണ്ട്. അപ്പൊ അവിടെ ഈ ഗീ തട്ട് ഇഡ്ഡലി എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഗീ പാക്കറ്റാ, അത് പൊട്ടിച്ചിട്ട് ഇവരിങ്ങനെ ഒഴിക്കും അത്. അപ്പം ഒരു പയ്യൻ പറഞ്ഞു നമ്മുടെ കടയിൽ അതുപോലെ വേണമെന്ന്. അപ്പൊ പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്ന, കാരണം കസ്റ്റമറിന്റെ വാ തുറന്നിട്ട് ഇത് അടിച്ച് തിരിയും കൂടെ വെച്ച വിളക്ക് കൊടുത്ത് ബ്രോ ഇവനെ ഒരു മാസത്തേക്ക് മാറ്റി നിർത്താം, വെറുതെ ആവശ്യം. ഇടയ്ക്കിടയ്ക്ക് മാറും. സത്യ കില്ലറാണ് കേട്ടോ ശരിക്കും. ഇപ്പൊ ഞാൻ ബ്രോ എനിക്കൊരു ഫ്രാഞ്ചൈസി തുടങ്ങണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരുമോ? എങ്ങനെയാണ്? ആദ്യം നമ്മൾ 5 പേര് സംസാരിക്കും. നീ ആദ്യം ഇതിലൊന്ന് തുടങ്ങി എന്റെ കട ഒന്ന് തീർത്താടെ. ആദ്യം അതിലൊരു ധാരണ എത്തിയിട്ട് ഈ കട തീർത്ത് മതി ബാക്കി കാര്യങ്ങൾ. അത് പേഴ്സണലായിട്ട് സംസാരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രൊസീജിയറിലോട്ട്. എന്താ പ്രൊസീജിയർ പിതിക്ക് വായിക്കാത്ത ഒഴിക്കണല്ലേ പ്രൊസീജിയർ ബ്രോ? ഉള്ളത് പറ. എത്ര വാങ്ങിക്കാം, എത്ര കൊടുക്കാം. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങളിപ്പം റെഡിയാണ്? ഇപ്പൊ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് സുഡ സുഡ ഇഡലിയുടെ ഫ്രാഞ്ചൈസി നമ്മളൊരു കട തുടങ്ങാൻ പോകുന്നത്. കട തുടങ്ങിയിട്ട് നമ്മൾ കൊടുക്കും. അത് എപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? എല്ലാം അടിപൊളിയാവണേ ഒക്ടോബറിൽ ഞങ്ങൾക്ക് ആ കട കിട്ടും. ഇപ്പൊ അവിടെ വേറൊരു കട നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബറിൽ നമുക്ക് കിട്ടിയ നമ്മൾ കളിച്ച് വളർന്ന സ്ഥലത്ത് നമ്മൾ ആ കടയുടെ തിണ്ണയിലിരുന്ന് കഥകൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ അച്ഛൻ ആ കടയുടെ തിണ്ണയിലിരുന്നിട്ടുണ്ട്. അപ്പം എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? റോഡാണ്, റോഡ് സൈഡാണ്, നമ്മുടെ വീടിന്റെ തൊട്ടടുത്താ. അപ്പം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുള്ള എഗ്രിമെന്റ് സൈൻ ആയിട്ടില്ല. അപ്പൊ എഗ്രിമെന്റും കൂടെ റെഡിയായ ആ കട നമ്മൾ എടുത്തറാന്നുള്ള രീതിയിൽ പറയാം. എത്രയും പെട്ടെന്ന് അത് സാധിക്കട്ടെ. വിക്കിപീഡിയയിൽ പേര് വന്നു, ഇൻസ്റ്റാഗ്രാം വെരിഫൈഡ് ആയി, സിനിമ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം പച്ചപിടിച്ചു. ഇനി എന്താണ് വെങ്കിയുടെ മനസ്സിൽ ആഗ്രഹം? എന്തെങ്കിലും? ഇത് തന്നെ ബ്രോ, അതായത് എനിക്ക് ബാങ്കബിൾ ആയിട്ടുള്ള ഒരു ആക്ടർ ആവണം ബ്രോ. അത്രേ ഉള്ളൂ. അതാണ് മെയിൻ ബ്രോ. ഇപ്പൊ പടം അല്ല ഇതേപോലെ ഈ ടിക്ക് വിക്കിപീഡിയ അതൊന്നും എന്റെ ആഗ്രഹമല്ല. ഈ ഇൻസ്റ്റാഗ്രാമിൽ ബ്ലൂ ടിക്ക് പറഞ്ഞത് എന്റെ ആഗ്രഹമല്ല, വിക്കിപീഡിയ പറഞ്ഞത് എന്റെ ആഗ്രഹമല്ല. ഇതൊക്കെ എനിക്ക് ബോണസ് ആയിരുന്നു. കാരവാൻ കിട്ടിയത് എന്റെ ബോണസ് ആയിരുന്നു. എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പം എന്നെ വെച്ച് ഒരാളിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു കഥ പിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഇവനെ വെച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, ഇവനെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് തിരിച്ച് കിട്ടും. ഇപ്പം ഒരു കുറച്ചെങ്കിലും ആൾക്കാർ, പടം നല്ലതാണെങ്കിൽ ആൾക്കാർ തിയേറ്ററിൽ പോയി കാണുള്ളൂ, അതാണ് ഫാക്ട്. നല്ല പടം പ്രൊഡ്യൂസ് ചെയ്ത് എൻ്റെ പടത്തിന്, ഞാൻ നായകനായിട്ടുള്ള പടത്തിന് തിയേറ്ററിൽ ആൾക്കാർ കയറുന്നു, കൈയടിക്കുന്നു, പടം ഇഷ്ടപ്പെടുന്നു,
അതൊക്കെയാണ് ബ്രോ എൻ്റെ ഡ്രീം, എൻ്റെ ഒരു പരിപാടി അതാ. അതിനു വേണ്ടി എന്നെ കൊണ്ട് പറ്റണ മാക്സിമം ഞാൻ ചെയ്യും. എനിക്ക് അറിഞ്ഞൂടെ നടക്കോ ഇല്ല എന്നുള്ള കാര്യം, പക്ഷെ എൻ്റെ എഫേർട്ട് ഞാൻ ചെയ്യും ബ്രോ. എനിക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കുമ്പോൾ നീ എന്താ എഫേർട്ട് എടുക്കാത്ത, നീ എന്ത് ശ്രമിക്കാത്തെന്ന് പറഞ്ഞൊരു കുറ്റബോധം വരാത്ത രീതി ഞാൻ പണിയെടുക്കും. ഇങ്ങനത്തെ റോളിൽ കാണാനാണ് ആഗ്രഹം ഇനി നിങ്ങൾക്ക്? വെങ്കി നായകനായിട്ട് കാണുന്നത്. നായകനായിട്ട്, അതാണ്. വില്ലൻ വേണ്ട, ഇല്ലല്ലോ വേണം. വേണം ഏതായാലും, പക്ഷെ നായകൻ. മനസ്സിലായി. ഓ നമുക്ക് വൈൻഡപ്പ് Yes, yes, yes. ഹാപ്പി അല്ലേ? ഹാപ്പി, ഡബിൾ ഹാപ്പി. നിങ്ങൾ ഹാപ്പി അല്ലേ? ഓക്കെ.